ഇവാടെ എല്ലാ കൂട്ടുകാരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട സെക്ഷനോട് കർത്താവ് നൽകിയല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ഈ ഒരു സെഷനിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട വിനീത പോൾസനാണ്. വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് മോളെ. പ്രൈസ് ലോർഡ്. വിനീത ഗൾഫിൽ ജോലി ചെയ്യുന്നല്ലേ? എവിടെയാ? ഗൾഫിൽ എവിടെയാ? ഖത്തറിലാണ്. ഓക്കെ, ഖത്തറിൽ നിന്നാണ് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓ, ദൈവത്തിൻ്റെ സ്തോത്രം. നാട്ടിലൊക്കെ എവിടെയാ അന്നേരം? തൃശ്ശൂർ. ദൈവത്തിന് തൃശ്ശൂർ. അപ്പം നമ്മുടെ വീട്ടുകാരിയൊക്കെ ഒന്ന് കേൾക്കാം. ആദ്യം നമ്മുടെ യുവാടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, ജനിച്ചു വളർന്നത് എവിടെയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഏറ്റവും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നൽകി തന്ന നല്ലൊരു സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ മാനമൊത്തം ദൈവത്തിന് കൊടുക്കുന്നു. ബിക്കോസ് എല്ലാത്തിനും ഉപരി ദൈവമാണ്. എല്ലാ മുഖാന്തരം ഒരിക്കൽ ദൈവമാണ്. ദൈവത്തിന് മഹത്വപ്പെടുമാറാകട്ടെ. അതുപോലെ തന്നെ പാസ്റ്ററും ആന്റിയും അതുപോലെ നിങ്ങൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ മുഖാന്തരായ ഏഞ്ചൽ ടീച്ചറൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഖത്തറിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ നാട്ടില് തൃശ്ശൂരാണ്. പക്ഷെ ഞാൻ ജനിച്ചത് തൃശ്ശൂരാണെങ്കിലും വളർന്നത് നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയില് ഛത്തീസ്ഗഡിലാണ് ഞാൻ വളർന്നത്. ഛത്തീസ്ഗഡില് ആദ്യം അത് മധ്യപ്രദേശ് ആയിരുന്നു, പിന്നെ അത് ഛത്തീസ്ഗഡ് ആയിട്ട് ഡിവൈഡ് ആയി. അങ്ങനെ ഞാൻ ജനിച്ചത് തൃശ്ശൂര്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞൊക്കെ എന്റെ പപ്പ റെയിൽവേയിൽ അവിടെ വർക്ക് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ പപ്പ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് നാട്ടിലേക്ക് നോർത്ത് ഇന്ത്യ വന്നു. ഞങ്ങൾ ഏറ്റവും ആദ്യം മണേന്ദ്രഗഡ് എന്ന സ്ഥലത്ത്, ആദ്യം കരഞ്ചിയിലായിരുന്നു, പിന്നെ അതിന്റെ മണേന്ദ്രഗഡ് എന്ന സ്ഥലത്ത് വന്നു, പിന്നെ അവിടുന്ന് ബിലാസ്പൂർ എന്ന സ്ഥലത്ത് വന്നു. അങ്ങനെ ഓരോ സമയങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. പപ്പയുടെ ട്രാൻസ്ഫർ നടക്കുന്ന പോലെ ഞങ്ങൾ വരാറുണ്ടായിരുന്നു. അങ്ങനെ എന്റെ മമ്മി യാക്കോബ ഫാമിലിയിൽ നിന്നാണ്. എന്റെ പപ്പ ബ്രദറൻ ഫാമിലിയിൽ നിന്നായിരുന്നു. പക്ഷെ പപ്പ ബ്രദറൻ ഫാമിലിയിൽ നിന്നാണെങ്കിലും വിശ്വാസത്തിൽ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ പപ്പയുടെ മമ്മപ്പ ചെറുപ്പത്തിലെ ഇല്ലാതെ പാരന്റ്സ് ഒന്നും പപ്പയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ പപ്പയെ വളർത്തിയതൊക്കെ ഓരോ റിലേറ്റീവ്സ് ഒക്കെയാണ്. അങ്ങനെ പപ്പയുടെ ആത്മീയം ചോദിക്കുകയാണെങ്കിൽ പപ്പ ദൈവത്തെ ഭയമുണ്ട്. ദൈവത്തെ ഇഷ്ടമാണ്, പ്രാർത്ഥന പോകുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു പൂർണ്ണമായും ഒരു രൂപാന്തരത്തേക്ക് പപ്പ വന്നിട്ടുണ്ടായില്ല. മമ്മി സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ മമ്മി യാക്കോബ ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുണ്ടായത്. മമ്മിയുടെ വീട്ടില് 7 സഹോദരി സഹോദരന്മാരുണ്ട്. എന്റെ മമ്മി 6ാമത്തെ ഡെലിവറി ആയിരുന്നു. ദേ ആർ ട്വിൻസ്. അങ്ങനെയായിരുന്നു. ദൈവം നാമത്തിൽപ്പെടുമാറാട്ടെ. ദൈവം എല്ലാം തക്കതായ സമയത്ത് തക്കതായി ചെയ്യുന്ന, നന്നായി ചെയ്യുന്ന ദൈവമാണ്. ആ മാതാപിതാക്കളിൽ നിന്ന് അവരാണ് എന്റെ മാതാപിതാക്കള്. എനിക്ക് മലയാളം ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ നോർത്ത് ഇന്ത്യ ജനിച്ചു വളർന്നതാണ്. ഹിന്ദി ആണെങ്കിൽ ഇച്ചിരി കൂടി ലൈക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ എവിടെയായിരുന്നു മോളെ? നോർത്ത് ഇന്ത്യയിൽ ആദ്യം കരഞ്ചിയില്, പിന്നെ മണേന്ദ്രഗഡില്, പിന്നെ ബിലാസ്പൂരില്, അങ്ങനെയായിരുന്നു. ഛത്തീസ്ഗഡ് ആ ഏരിയയിലൊക്കെ ആയിരുന്നു അല്ലേ? ആദ്യം അത് മധ്യപ്രദേശ് ആയിരുന്നു, പിന്നെ ഛത്തീസ്ഗഡ് ആയിട്ട് മാറ്റി. മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഭാഗത്തൊക്കെ ആയിരുന്നു. ശരി, കുഴപ്പമില്ല. നല്ല മലയാളം പറയുന്നുണ്ട്. അങ്ങനെ ചെറുപ്പം മുതലേ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാണെങ്കിൽ എന്റെ മമ്മി യാക്കോബ ഫാമിലിയിൽ നിന്നാണെങ്കിലും അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി മഹത്വം കിടക്കുന്ന ഒരു ആൾക്കാരായിരുന്നു. എന്റെ മമ്മിയുടെ മമ്മി എന്നൊക്കെ പറയുകയാണെങ്കിൽ ശക്തമായ ദൈവത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ കറക്റ്റ് ആയൊരു പാത ഇന്ന് അവർക്ക് കാണാൻ പറ്റില്ല. പിന്നീടാണ് എന്റെ അമ്മച്ചിക്ക് വിശ്വാസത്തിൽ വരുന്നത്. എന്റെ അമ്മച്ചി വിശ്വാസത്തിൽ വന്ന മൂലം എന്റെ അമ്മച്ചിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്റെ മമ്മിയുടെ ചേട്ടനാണ് വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ആക്കിയായിരുന്നു. പക്ഷെ എന്റെ അമ്മച്ചിയുടെ വിശ്വാസം, പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി ബലമായിരുന്നു. പിന്നെ എന്റെ മമ്മി പപ്പയാണെങ്കിലും വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മമ്മി നല്ലോണം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾ യാക്കോബ ഫാമിലിയിലല്ല. ലൈക്ക് ഞാൻ വന്നപ്പോ, ഞാൻ ഉണ്ടായപ്പോ എന്റെ കാതൊന്നും അതാക്കിയിട്ടില്ല, പ്രിക്ക് ചെയ്തിട്ടില്ല. ഞാൻ ലൈക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് മമ്മിയൊക്കെ വിശ്വാസത്തിൽ വന്നു. എന്റെ മമ്മി പപ്പയ്ക്ക് ഏറ്റവും ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായ എന്റെ ബ്രദറായിരുന്നു. അതെന്റെ 2ാമത്തെ കുഞ്ഞായിട്ട് ഞാൻ ജനിച്ചു. അങ്ങനെ ദൈവം
വചനത്തെ പറയുന്ന പ്രകാരം നമ്മള് വിചാരിക്കാനായിട്ട് ഉപരിയായ ദൈവം നമ്മളെ കുറിച്ച് വിചാരിക്കണേ. ഗോഡ് ഹാസ് എ പ്ലാൻ. നമ്മൾ ഈ ഭൂമിയിൽ അയക്കുന്നതായിട്ട് മുമ്പ് ദൈവം നമ്മളെ കുറിച്ച് വലിയ പദ്ധതിയോടെ അയക്കുന്നത്. ദൈവം നമ്മെത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ഞങ്ങള് എന്റെ മമ്മിയും ഞങ്ങളെല്ലാരും കൂട്ടിയിട്ട് നോർത്ത് ഇന്ത്യ വരുന്നു. നോർത്ത് ഇന്ത്യ ആ സമയം ഞങ്ങള് മണിന്തർഗഡ് താമസിച്ചുകൊണ്ടിരുന്നത്. മണിന്തർഗഡ് താമസിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പക്ഷെ മമ്മിക്ക് ദൈവഭയമുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷെ ബെന്തിക്കോസ് ആരാധനയിലല്ല നമ്മളവിടെ പോകുന്നത്. അവിടെ നോർത്തില് നോർമലി പാസ്റ്റർക്ക് അറിയായിരിക്കും, പെന്തിക്കോസ്റ്റിലായ അങ്ങനെ സഭകൾ അവിടെ കുറവാണ്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ട് ഒരു ഡിസൈപ്പിൾ ചർച്ചിലായിരുന്നു. പക്ഷെ നാട്ടിൽ പോകുമ്പോ ഞങ്ങളുടെ മമ്മിയുടെ ചേച്ചി വിശ്വാസത്തിൽ വന്നായിരുന്നു. മമ്മിയുടെ ചേച്ചിയും ഞങ്ങളുടെ ഏൽമമ്മച്ചി എന്ന് പറയും. ആ അമ്മച്ചിയാണ് ഏറ്റവും വിശ്വാസത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീടൊക്കെയാണ് എന്റെ മമ്മി വിശ്വാസത്തിൽ വരുന്നത്. മമ്മിയുടെ വിശ്വാസം തന്നെ ഏറ്റവും കാരണമായിട്ട് ആ വിഷയം എന്ന് പറയുകയാണെങ്കിൽ എന്റെ പപ്പ ഡ്രിങ്ക് എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞാൽ ഹീസ് നോട്ട് എറ്റ് ടു ദാറ്റ്. പക്ഷെ പപ്പയ്ക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടുമ്പോ ഉറപ്പാണ് പപ്പ അന്ന് പോയി കുടിച്ചിരിക്കുമെന്ന്. അപ്പൊ കുളിച്ചു വരുമ്പോ വീട്ടിലതായ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. മമ്മിയെ ഫിസിക്കലായി ഇങ്ങനെ ഉപദ്രവിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അത് കേട്ട് പിന്നെ ഞാൻ പറയാൻ അറിയുന്ന കാര്യം, മമ്മി അങ്ങനത്തെ ഒരു വീട്ടിൽ ജനിക്കാത്ത ഇങ്ങനെ ഡ്രിങ്ക് ചെയ്ത് നടക്കായിരുന്നു മമ്മിക്ക്. നല്ലൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വളർന്നു വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പപ്പ ഒരു ശുദ്ധനാണ്, ഒരു നല്ലൊരു മനുഷ്യനാണ്. ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ആളുടെ 2 ഡ്രസ്സാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അങ്ങനത്തെ സ്വഭാവം കൊടുക്കാൻ നല്ലൊരു മനസ്സുള്ള ഒരാളാണ്. ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെ പപ്പ പറഞ്ഞില്ലേ ഞാൻ, പപ്പയുടെ പപ്പ ഇല്ലാത്ത തന്നെ പല വീട്ടിൽ നിന്നാണ് വളർന്നത്. അപ്പൊ പപ്പ വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെ ആയ കാരണം പല ആൾക്കാര് ലൈക്ക് ഫസ്റ്റ് ഇനീഷ്യലി പോസ്റ്റ് ഡ്രിങ്ക്, then later he become a drinker like that. But അങ്ങനെയല്ല. ബട്ട് പേയ്മെന്റ് കിട്ടുമ്പോൾ എന്റെ അപ്പ കുടിച്ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ പേയ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് എന്റെ മമ്മി പ്രാർത്ഥിക്കാൻ പപ്പ കുടിച്ചില്ല, അങ്ങനെ പ്രാർത്ഥിക്കും. പപ്പ കുടിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഉപദ്രവിക്കത്തില്ല, പക്ഷെ മമ്മി ഉപദ്രവിക്കും. മമ്മി ഉപദ്രവിച്ച് കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് ഇടപെടും. അപ്പൊ എനിക്ക് അടി കിട്ടും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പപ്പ കാലത്ത് ഇതിനേക്കും ഇതൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ പപ്പ അതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. പപ്പയ്ക്ക് ഒരു അത്ഭുതം, ഞാൻ അങ്ങനെ ചെയ്തു ഭയങ്കര കുറ്റപ്പെടുന്ന പപ്പയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റാറുണ്ടായിരുന്നു. പാസ്റ്റർമാരൊക്കെ വന്നിങ്ങനെ വചനമൊക്കെ പറഞ്ഞു കൊടുക്കും. പപ്പ ഇങ്ങനെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് പപ്പ ഇങ്ങനെ പറയുന്നത്, പാസ്റ്റർ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എനിക്കറിയത്തില്ല എന്താ അങ്ങനെ ആയി പോകുന്നതെന്ന്. അപ്പൊ ഒരു പോൾസൺ ബ്രദർ നിങ്ങൾ പ്രാർത്ഥിക്കും ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ. ആ സമയത്തൊക്കെ നമ്മൾ ബിലാസ്പൂർ എത്തി. ആ സമയത്ത് IPC ചർച്ച പോകാൻ തുടങ്ങി. ആ സമയത്തെ കഥ ഞാനിപ്പോ പറഞ്ഞു. പിന്നെ അതിനെ കുറിച്ച് ചെറുപ്പകാലം പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം നോർത്ത് ഇന്ത്യയിൽ മണിന്തർഗഡിലായിരുന്നു. മണിന്തർഗഡില് കേന്ദ്ര വിദ്യാലയം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ശിശു മന്ദിർ ഹിന്ദി മീഡിയത്തിലാണ് പഠിച്ചത്. അവിടെ നിന്ന് എന്റെ പപ്പ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനൊരു ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേരണമെന്ന്. അങ്ങനെ KVയിൽ എനിക്ക് അഡ്മിഷന് വേണ്ടി നോക്കിയപ്പോ ലൈക്ക് അഡ്മിഷൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ മിഡ് സെക്ഷനിൽ അവിടെ എത്തുന്നത്. പക്ഷെ അവിടെ പപ്പയെ ഇങ്ങനെ വിദ്യാർത്ഥി എന്നൊരു സാർ ഉണ്ടായിരുന്നു. ആളായിട്ട് ഇങ്ങനെ പരിചയപ്പെടാൻ മുഖാന്തരായി. അപ്പൊ ആ സാറ് പറഞ്ഞു, നിങ്ങൾ 2 പിള്ളേരോട് വായോ, ഞാൻ നോക്കട്ടെ, അവർ ഓക്കെ ആണെങ്കിൽ ഞാൻ എടുത്തേക്കാം. ആൾ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വന്നു. ഞാൻ ഹിന്ദി മീഡിയത്തിൽ നിന്നാ. അപ്പൊ സാർ പറഞ്ഞു ഞാൻ ഹിന്ദി മീഡിയത്തിൽ നിന്നാ വന്നത്. സാറ് പറഞ്ഞു. അങ്ങനെ കുറെ ചോദ്യങ്ങൾ എന്റെ ബ്രദറിനോടൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും ഉത്തരമൊക്കെ പറഞ്ഞു. ആൾക്ക് ഞങ്ങൾ ഒത്തിരി ഇഷ്ടമായി. അപ്പൊ ആള് നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞാൻ KVയിൽ പഠിക്കാൻ തുടങ്ങി. 3-4 വയസ്സ് വരെ അവിടെ പഠിച്ചു. 3-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പൊ എന്റെ ഒരു ഓർമ്മയില് എന്റെ വിശ്വാസത്തിന് ഏറ്റവും ആദ്യത്തെ അത്ഭുതം എന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഡിസൈപ്പിൾ ചർച്ചിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങളുടെ ഇച്ചിരി ദൂരം. അപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ചൂട് തന്നെ കഠിനമായ ചൂടാണ് അവിടെ ഉള്ളത്. അപ്പൊ ഞാനും എന്റെ പപ്പ അങ്ങനെ വരവ് കുറവാണ് ചർച്ചിൽ. ഞാനും മമ്മിയും എന്റെ ബ്രദറും ഞങ്ങൾ 3 പേര് കൂടിയിട്ട് നടന്നു പോകുന്നത്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾ വന്നോണ്ടിരിക്കുക. അപ്പൊ നല്ല ചൂടാണ്. അപ്പൊ റിക്ഷക്കാര് ആ സമയത്ത് റിക്ഷ ഒക്കെ കൂടുതലായിട്ട് ഓടുന്നത്. അപ്പൊ റിക്ഷക്കാർ ആ സമയത്ത് ഉച്ചയ്ക്ക് അവർ ഓടത്തില്ല. അപ്പൊ ചിലതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ എത്രയോ ദൂരം നടക്കണം. അപ്പൊ ഞാൻ ഒത്തിരി ചെറുതാ ലൈക്ക് എനിക്ക് തോന്നണേ ഒരു 5-6 വയസ്സ് അത്രേ കാണത്തുള്ളൂ. അപ്പൊ മമ്മി ഞങ്ങളെ ഒക്കത്ത് പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടത്തും. അപ്പൊ ഞാൻ ഓർക്കുന്ന ഓർമ്മയില്ല. ആ സമയത്ത് ഞാൻ ക്ലാസ് 1 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ നല്ലൊരു ഓർമ്മ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് മഴ നല്ല ചൂടായിരിക്കുന്ന സമയമാണ്. കുറച്ചു നടന്നു ചെന്നപ്പോഴത്തേക്ക് മഴക്കാറ് വന്നു. മേഘം ഇങ്ങനെ മൂടി.
അപ്പൊ നോർമലി ഈ മണന്തുകടൽ അങ്ങനെ വരാറുണ്ട്. ഇച്ചിരി ഹില്ലി ഏരിയ ആയ കാരണം ചില സമയത്ത് മേഘം ഇങ്ങനെ മൂടി ഇങ്ങനെ വരും, പിന്നെ ചൂടാവും, പിന്നെ വെയില് വരും അങ്ങനെ. അപ്പൊ ഈ മേഘം മൂടി വന്നു, പെട്ടെന്ന് വലിയ വലിയ ബടി ബടി വലിയ വലിയ റെയിൻ എന്താ പറയാ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴാൻ തുടങ്ങി. അപ്പൊ എന്റെ മമ്മി പറഞ്ഞു, യേശപ്പച്ചൻ മക്കളുടെ ചെറിയ പിള്ളേരെ പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥിച്ച ദൈവം ഉത്തരം തരും അത് പറഞ്ഞേ. അപ്പൊ ഞാൻ യേശപ്പച്ച രക്ഷം കിട്ടുന്നില്ല, ഒത്തിരി ദൂരം നടക്കാണ്ട്, ഞങ്ങളുടെ കയ്യിൽ കുടയില്ല യേശപ്പച്ച, യേശപ്പച്ചൻ ഈ മഴ നിർത്തണം യേശപ്പച്ച, പ്ലീസ് യേശപ്പച്ച. ഞാൻ കുഞ്ഞു മനസ്സോട് ഞാൻ പ്രാർത്ഥിക്കുക. അത്ഭുതം എന്ന് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ആദ്യത്തെ വിശ്വാസം, പ്രാർത്ഥിച്ച ഉടനെ അത്രയും വലിയ വലിയ നമ്മളും ഞങ്ങള് നനവായിരുന്നു, അതുപോലെ മഴ മതലബ് വലിയ വലിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. പക്ഷെ ദൈവനാമത്തിന് പറയട്ടെ, ദൈവം വിശ്വാസം വർദ്ധിക്കുന്ന ഓരോരോ സ്റ്റെപ്പുകളായിരുന്നു. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുത രീതിയിൽ ആ മഴ നിർത്തി, ഞങ്ങൾ വീട്ടിലെത്തി. അതൊക്കെ എന്റെ ആദ്യത്തെ വിശ്വാസമാണ്. അപ്പൊ എന്റെ മമ്മി വീട്ടില് ഞങ്ങള് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്നാൽ അത് എനിക്ക് ഫോർത്തിൽ എത്തിയപ്പോഴേ ഞങ്ങൾക്ക് അവിടെ റേസിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, ഓട്ട മത്സരം ഉണ്ട്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഓട്ട മത്സരം ഞാൻ പോവാൻ പോണം. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി ഇന്ന് ഉറപ്പായി പ്രാർത്ഥിക്കുന്ന ഓട്ട മത്സരമാണ്, എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് വരണം എന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. മമ്മി പ്രാർത്ഥിച്ചു. ഞാൻ വന്ന് സ്കൂളിൽ വന്ന് ഓട്ടത്തിന് വേണ്ടി നിൽക്കും. അപ്പൊ ഞാൻ എല്ലാവരും നിൽക്കുക വരി വരിയായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, യേശപ്പച്ച ആ സമയത്ത് എനിക്ക് പറയാം, യേശു രക്തത്താഴ്ചം, യേശു രക്തത്താഴ്ചം, മമ്മി അങ്ങനെ പറയുന്നത് കേട്ടു. അപ്പൊ അത് പറഞ്ഞാൽ ഓടി ഫുള്ള് ഓർഡർ താഴ്ചമേശം ചേട്ടനായ സ്തോത്രം ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് വന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടുല്ലോ എന്നുള്ള നല്ല സന്തോഷം തോന്നി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബിലാസ്പൂർ കടന്നു പോകുന്നത്. ബിലാസ്പൂര് പോയി ചെന്നപ്പോ ഞാൻ 5ാം ക്ലാസ്സിൽ അവിടെ ചേർന്നു. അങ്ങനെ ദൈവനാമത്തിന് ലൈക്ക് ഞാൻ എവിടെ പോയാലും എന്റെ മമ്മി എന്നോട് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു, യേശു മാത്രം സത്യദൈവം, യേശു മാത്രം സത്യദൈവം, നമ്മൾ യേശു മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. യേശു ബിക്കോസ് ഞാൻ മൾട്ടി കൾച്ചറിൽ വളർന്ന ഒരു കുഞ്ഞാണ്. ഞങ്ങളുടെ അവിടെ ഹിന്ദു ഉണ്ട്, സിഖ് ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാം ഉണ്ട്. ക്രിസ്ത്യൻസിനും ഡിഫറെന്റ് ഡിനോമിനേഷൻ ഉണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഈസ് മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, ഓൾ ആർ മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, ബട്ട് ദേ ആർ ലിറ്റിൽ മോർ ലൈക്ക് എനിക്കൊരു അത് തോന്നാറുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് റോമൻ കത്തോലിക്ക് എന്താണോ യാക്കോബ് അങ്ങനൊന്നും മനസ്സിലാക്കാൻ കഴിവില്ല. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, യേശു മസി സച്ചാ പരമേശ്വർ, യേശു മാത്രം സത്യദൈവമാ, ഞാൻ അവരോട് പറയും. ഇവര് കുറെ നാൾ കേട്ട് ഒരു ദിവസം എന്നോട് തിരിച്ചു പറയാൻ തുടങ്ങി, ഹംലോക്ക് ഞങ്ങളുടെ ദൈവം സത്യദൈവം, അവരവരുടെ ദൈവത്തിന്റെ പേര് പറയും, ഞങ്ങളുടെ ദൈവം സത്യദൈവം, ഞങ്ങളുടെ ദൈവം സത്യദൈവം. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്കൊരു വിഷമം. ഞാൻ യേശപ്പച്ചനോട് പറഞ്ഞു, യേശപ്പച്ച മാത്രം സത്യദൈവം എനിക്കറിയാം, എന്നാലും ദേഷ്യപ്പെടരുത് യേശപ്പച്ച, എനിക്ക് പ്രൂഫ് വേണം. അപ്പൊ നാളെ ആരും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എന്റെ യേശപ്പച്ച മാത്രം സത്യദൈവം എന്ന്. ആ കുഞ്ഞു മനസ്സോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് 3, 4 അങ്ങോട്ട് പഠിക്കുന്നുള്ളൂ. 5ാം ക്ലാസ് വന്നപ്പോ ഞാൻ എവിടെ ചെന്നാലും എനിക്ക് ആഗ്രഹമാണ് എന്റെ യേശപ്പച്ച മാത്രം സത്യം പറയണമെന്ന്. അങ്ങനെ ഞാൻ പറയും അവരോട് പറയുമ്പോൾ അവരും അവരുടേതായ കാര്യങ്ങൾ എന്നോട് പറയും. പക്ഷെ എനിക്ക് പറയണം യേശപ്പച്ച മാത്രം സത്യദൈവം എന്ന്. തിരിച്ച് വലുതായി വന്നപ്പോ ഹിന്ദുസമിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലൈക്ക് ഹമാര ഭഗവാൻ ഞങ്ങളുടെ ദൈവം പാപികളെ കൊല്ലാൻ വേണ്ടി വന്ന ദൈവം. പക്ഷെ ഞാൻ ചർച്ചിൽ പോകുമ്പോ കേൾക്കുമ്പോൾ ദൈവം പാപികൾ രക്ഷിക്കാൻ വേണ്ടി വന്ന ദൈവം. എനിക്ക് ഒത്തിരി ഞങ്ങൾക്ക് ആരും ഇഷ്ടപ്പെട്ടു. യേശുക്രിസ്തു മാത്രം ഒരു ദൈവം ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാവരും വന്ന് പാപികൾ കൊല്ലാൻ. എല്ലാവരും പാപിയാ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചാവണമല്ലോ. പക്ഷെ യേശപ്പച്ച വന്ന് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ വന്നത്. അപ്പൊ എന്റെ യേശപ്പച്ച നല്ലൊരു ദൈവമാണ്. പക്ഷെ എന്റെ യേശപ്പച്ച എനിക്ക് ഒരു പ്രൂഫ് വേണം, ജസ്റ്റ് ടു ടെൽ മീ, ജസ്റ്റ് ടു ഷോ മീ ദ പ്രൂഫ്, സോ ഐ ക്യാൻ ടെൽ ടു എവ്രി വൺ. എനിക്ക് എല്ലാവരോടും പറയണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 5ാം 6ാം ക്ലാസ്സിൽ എത്തിയപ്പോ 6ാം ക്ലാസ്സിലാ തോന്നുന്നു ഞങ്ങൾക്ക് ഹിസ്റ്ററി തുടങ്ങുന്നത്. ഹിസ്റ്ററി തുടങ്ങുമ്പോൾ എന്റെ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് എന്നോട് ആരും സംസാരിക്കുന്നത് എപ്പോഴും എനിക്ക് ഫീൽ ആവാറുണ്ടായിരുന്നു. എന്റെ ടീച്ചർ AD BC എന്ന് എഴുതുമ്പോ അതിന് പറഞ്ഞു, BC ഇസ് ബിഫോർ ക്രൈസ്റ്റ് എനഡോമി എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് വലിയൊരു സന്തോഷം. കാരണം ഇത്രയും ആൾക്കാർ പറഞ്ഞു, പല ആൾക്കാർ എല്ലാവരും പറയും എന്റെ ദൈവ സത്യം, എന്റെ ദൈവ സത്യം, പക്ഷെ ആരും വന്നിട്ട് ഈ ഭൂമി രണ്ടായി തിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ യേശപ്പച്ച വന്നിട്ടാണ് ഈ ലോകത്തെ രണ്ടായി തിരിച്ചത്, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് എനഡോമി. സോ മൈ ജീസസ് ദ ഓൺലി വൺ ഹു കെയിം ഇൻ ദിസ് വേൾഡ്, ഹു ലിവ് ഇൻ ദിസ് വേൾഡ്, ഹു സാക്രിഫൈസ് ആൻഡ് ഹു റിസറക്റ്റഡ് ഫോർ മീ, ആൻഡ് ഹി ഈസ് ദ ലിവിംഗ് ഗോഡ് എന്നുള്ള ബോധ്യത്തിന്റെ ഉള്ളിൽ നല്ലോണം കയറാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞ് അറിഞ്ഞപ്പോഴത്തേനും കുറച്ചു ഞാൻ കണ്ട, ഞാൻ പറഞ്ഞത് എന്റെ ദൈവം മാത്രം സത്യദൈവം, ബിഫോർ ക്രൈസ്റ്റ് പറഞ്ഞു കേട്ടോ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവരൊന്നും പറഞ്ഞില്ല, ചിറ്റൊക്കെ ചെയ്തു. പിന്നെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഇങ്ങനെ സമയങ്ങൾ പോയി തുടങ്ങി. എനിക്ക് ആരാധിക്കാൻ പ്രാർത്ഥന ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് കുറെ കസിൻസ് ഉണ്ട് എനിക്ക്. അപ്പൊ അവരുടെ കൂടെ ഒക്കെ പോയി
ഞങ്ങൾ കളിക്കുന്ന ഇങ്ങനെ പാസ്റ്റർ ആൻഡിയും പാസ്റ്റർ ഒക്കെ ആയിട്ട് ഞങ്ങൾ കളിക്കുന്നത്. അപ്പൊ തോർത്തൊക്കെ തലം കൊണ്ട് ഇട്ടിട്ട് ഭയങ്കര ആരാധനയൊക്കെയാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ ദൈവത്തിന്റെ വിളി അന്ന് എന്റെ മേലുണ്ടായിരുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ദൈവനാമത്തെപ്പെടുമാറാകട്ടെ. കാരണം ആ സമയത്ത് എല്ലാവരും പല കളികൾ കളിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഇതായിരുന്നു. അങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ 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 വളർന്നു വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് എന്നാ പറയാ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം പറയാൻ സമയം ഉണ്ടാവില്ല എനിക്കറിയാം. അങ്ങനെ എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു. ഞങ്ങള് പയ്യെ പയ്യെ ഇങ്ങനെ വളർന്ന് വലുതായി തുടങ്ങി. പപ്പയ്ക്ക് ഇഷ്ടം എന്റെ ബ്രദറിനോട് നല്ലോണം മനസ്സിലായി തുടങ്ങിയായിരുന്നു. പിന്നെ എന്റെ ബ്രദർ ജനിച്ചപ്പോ ആള് 4 kg ആയിട്ടാ ജനിച്ചത്. നല്ല വെളുത്ത, എന്റെ മമ്മി നല്ല വെളുത്തായൊക്കെ എന്റെ ബ്രദർ നല്ല വെളുത്ത് കൊടുത്ത് നല്ലൊരു മോനായിരുന്നു. ഡോക്ടർമാര് പോലും കയ്യിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്നിത് സൈപ്പ് കുട്ടിയാണ്, അതുപോലും നല്ല സൗണ്ടയുടെ കുഞ്ഞായിരുന്നു. അതിന് വേണ്ടി ഞാൻ ജനിച്ചപ്പോ ഇനി കാക്കക്കുഞ്ഞെന്ന് വിളിച്ച്, വെയിറ്റ് ഇല്ല, ലോ ബർത്ത് വെയിറ്റ് ആയിട്ട് കളറ് കുറഞ്ഞിട്ടാ ഞാൻ ജനിച്ചത്. അപ്പൊ ഞാൻ ജനിച്ച അതേ സമയത്ത് എന്റെ മമ്മി ഇരട്ടയാണ്. ഇരട്ടയ്ക്ക് ഒരു മോള് ജനിച്ചു, അത് വെളുത്തത്. അങ്ങനെ അപ്പൊ ലൈക്ക് എനിക്ക് എവിടെയൊക്കെ ഭയങ്കര ഇറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ചെറിയ മനസ്സാണ്, അതനുസരിച്ചുള്ളതേ ഉള്ളൂ. അത് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലൈക്ക് വളർന്നു വരുമ്പോ ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നിയതായിരിക്കും ചിലപ്പോ, എനിക്ക് ഇപ്പോഴും തോന്നും പപ്പയും മമ്മിക്ക് എന്റെ ബ്രദറിനോട് കൂടുതൽ സ്നേഹം എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അപ്പം കാരണം എന്റെ പപ്പ കുടിച്ചു വരുമ്പോ എന്റെ ബ്രദർ ഒരിക്കലും എന്റെ പപ്പയെ അകറ്റി നിർത്തിയിട്ടില്ല. ആള് വന്ന് ചേർന്ന് എന്റെ പപ്പയെ ഉമ്മയ്ക്കും. പക്ഷെ എന്നെ വെച്ച് ഞാനാണെങ്കിൽ ഞാൻ പപ്പയുടെ ദേഷ്യം, പപ്പ കുടിച്ചിട്ട് വന്ന് അങ്ങനെയാ ഇങ്ങനെ, അപ്പൊ പറയും എന്റെ അമ്മച്ചിയാന്ന് പറയും, എന്റെ അമ്മച്ചിയായിരുന്നു പറഞ്ഞു, അങ്ങനെയൊക്കെ പറയും പപ്പ കുടിച്ചു വന്നിട്ട്. അങ്ങനെയൊക്കെ വിഷമത്തിൽ പപ്പ അങ്ങനെ കുടിക്കുന്ന കാരണം മമ്മി ഉപദ്രവിക്കുന്ന പപ്പയുടെ ഒരു ദേഷ്യം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. മനസ്സിലൊരു ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ പപ്പ ഞങ്ങളെ അടിക്കാറുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ അടികൊണ്ടിട്ടുണ്ട്, അടി കിട്ടാറുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ചെറിയ ചെറിയ സമയം അപ്പം ഒരു തെറ്റ് ചെയ്യുമ്പോൾ വെറുതെ അല്ല അടിക്കുന്നത്, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അടിക്കുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ യേശപ്പച്ച എന്നെ അടിച്ചു. ഞാൻ യേശപ്പച്ചനോട് എല്ലാം പറഞ്ഞു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് യേശപ്പച്ചനാണ്. എല്ലാം യേശപ്പച്ചനോട് പറയുന്നത് ഞാൻ. അപ്പൊ എനിക്ക് തോന്നി തുടങ്ങി എന്റെ മമ്മി പപ്പ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. പിന്നെ ഞങ്ങളോട് നായർ ഫാമിലി, എന്റെ പപ്പ അവിടെ അവിടെ ഒരു വീട്ടിൽ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്നെ ട്യൂഷൻ പഠിപ്പിക്കാറുണ്ട്. ട്യൂഷൻ പഠിക്കാനല്ല പോണെ, ചേച്ചി എന്നെ പഠിപ്പിക്കും. എനിക്ക് ചേച്ചി പഠിപ്പിക്കുന്ന ഇഷ്ടം. അപ്പൊ ചേച്ചി കാശൊന്നും കൊടുത്തില്ല, വെറുതെ ചേച്ചി വീട്ടിൽ വെച്ച് പഠിച്ചു, അത്ര മാത്രം. അപ്പൊ ആ വീട്ടില് ദീപേഷ് ചേട്ടനുണ്ടായിരുന്നു. ആൾ എന്നിങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയും, നിനക്കറിയാവോ നീ മാത്രം വീട്ടിൽ കറുത്തതേ ഉള്ളൂ, കളറ് കുറഞ്ഞിട്ടൊന്നും നിനക്കറിയാവോ റോഡ് സൈഡിൽ നിന്ന് വളർത്തിയെടുത്തതാ, നിന്റെ റോഡ് സൈഡിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ എന്നൊക്കെ പറഞ്ഞു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗ്ലേസ്മോൻ ശരിക്കും മമ്മിയുടെ പോലെ സൗന്ദര്യമുണ്ട്, പക്ഷെ നീ ഇല്ല. ഇത് എനിക്ക് ഭയങ്കര സങ്കടമാവും. ഞാൻ ഒരു ദിവസം വന്ന് എന്റെ മമ്മിയോട് ചോദിച്ചിട്ടുണ്ട്, മമ്മി പ്ലീസ്, എനിക്ക് വിഷമാവും, എന്നോട് സത്യം പറ, എന്നെ ഡെത്ത് എടുത്തതാണോ, അത് ഞാൻ നിങ്ങളുടെ മക്കൾ മോളിന്റെയാണോ, ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് വിഷമായിരുന്നു. അതുകൊണ്ടാട്ടോ വന്ന് ചോദിച്ചേ. ഞാൻ ചിരിക്കാണെങ്കിൽ, പക്ഷെ ആ സമയം ശരിക്കും ഞാൻ ബാത്റൂം പോയി കരഞ്ഞ ദിവസങ്ങളുണ്ട്. ഇവര് തമാശക്കായിരിക്കും പറയുന്നത്, പക്ഷെ അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. എനിവേ, പക്ഷെ ഇതൊക്കെ എന്റെ നന്മയ്ക്കായിരുന്നു. അപ്പൊ ഒക്കെ എന്റെ മനസ്സിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ചെറിയ കൊച്ചാ, പക്ഷെ എന്നാലും ഐ ഫീൽ ഗോഡ് ഈസ് ടോക്കിംഗ് വിത്ത് മീ. അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ വലുതാവാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ദൈവം 7ാം ക്ലാസ് തൊട്ട് ദൈവം അങ്ങനത്തെ ഒരു മുഖാന്തരം ഒരുക്കിയത്. ഞങ്ങളുടെ സണ്ണി പാസ്റ്റർ പാസ്റ്റ് വന്നു. ഞാൻ ബിലാസ്പൂരിലാണ് ഇപ്പോൾ ഉള്ളത്. സണ്ണി പാസ്റ്റർ പാസ്റ്റ് വന്നു. പാസ്റ്റർക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, ഹിന്ദി അറിയത്തില്ല. അപ്പൊ ട്രാൻസ്ലേഷനിന്റെ ആരെങ്കിലും വേണം. അന്ന് എല്ലാരും ജോലി കഴിഞ്ഞതൊക്കെ പോയേക്കുവാ. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, വിനീറ്റ മോൾ ട്രാൻസ്ലേഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോ പുറത്തുനിന്ന് പാസ്റ്റർമാരൊക്കെ വരുമ്പോ ഞാൻ ട്രാൻസ്ലേഷന് വേണ്ടി വില്ലേജുകൾ പോകാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി, പാസ്റ്റർമാർ ഇപ്പൊ 5 മണിക്കാണ് പറഞ്ഞെങ്കിൽ 5 മണിക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറി എനിക്ക് പോകണം, എനിക്ക് വചനം ട്രാൻസ്ലേഷൻ ചെയ്യണം, എന്റെ ആഗ്രഹമാണത്. അപ്പൊ ഞാൻ ഓടി 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 ഇന്ന് നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ പയ്യെ പയ്യെ ഞാൻ വളർന്നു വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്റെ പപ്പ ദൈവത്തെ അറിഞ്ഞു. 6ാം ക്ലാസ്സിൽ ഞാൻ ആയപ്പോ എന്റെ പപ്പ ദൈവത്തെ അറിഞ്ഞു. ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്ത് എന്റെ പപ്പ വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു. അങ്ങനെ 7ാം ക്ലാസ്സിലാ പപ്പ സ്നാനപ്പെട്ടെന്ന് തോന്നുന്നു. 6ാം ക്ലാസ് രക്ഷിതായി സ്വീകരിച്ചു. 7ാം ക്ലാസ്സിൽ അങ്ങാണ്ട് പപ്പ രക്ഷിക്കപ്പെട്ട്. എന്റെ ബ്രദർ 15 ഇയേഴ്സ് ആയപ്പോ എനിക്കൊരു ബ്രദർ ഉണ്ടായി, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. 15 വയസ്സ് എന്റെ ബ്രദറിന് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയമാണ്. ആ സമയത്ത് ഏഞ്ചൽ ചേച്ചി അവിടെ ഉണ്ട്. അല്ല, അത് കഴിഞ്ഞിട്ട് ഏഞ്ചൽ ചേച്ചി അങ്ങോട്ട് വരുന്നത്. അപ്പൊ
ആ സമയത്ത് എന്റെ ബ്രദർ ഞങ്ങൾ എല്ലാവരും നാട്ടിൽ നിന്ന് വന്ന സമയമാണ്. എന്റെ ബ്രദർ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. രണ്ടുപേരും പഠിത്തത്തിന് മിടുക്കന്മാരായിരുന്നു. സ്പോർട്സിൽ രണ്ടുപേരും കുഴപ്പമില്ലായിരുന്നു. എന്റെ ബ്രദറിനും സ്പോർട്സിൽ കുറെ പ്രസന്റേഷൻ കിട്ടിയിട്ട് എനിക്ക് ഞാൻ അത്ലറ്റിക്സിലായിരുന്നു മെയിൻ ഉള്ളത്. അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ നമ്മളിങ്ങനെ വളർന്നു വരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ എന്താ ഞാനൊരു സ്വപ്നം കാണുന്നുണ്ട്. 7-8 പഠിക്കുന്ന സമയത്ത് സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ലൈക്ക് ഇടയ്ക്ക് അത് കാണാറുണ്ട്. ഈ പക്കടത്തിലെ ഇറങ്ങുന്ന പിള്ളേര് പിടിക്കുന്ന ആൾക്കാർ അവിടെ ഒത്തിരി നടക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പൊ എന്റെ ഓർമ്മയിൽ അവർ പിടിച്ചുകൊണ്ട് പോകുന്ന ആ പേടികൾ എഴുന്നേക്കും. പക്ഷെ വീട്ടിൽ പറയാൻ പേടിയാ. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടു എന്ന് പറയാൻ പേടിയാ. ഞാൻ പറയത്തില്ല. അതിന്റെ എന്നാലും പ്രാർത്ഥിച്ചു അങ്ങനെ നടക്കില്ല. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഞാൻ കാണുന്ന എന്റെ പപ്പ. ഞാൻ ആ സമയത്ത് 8ാം ക്ലാസ്സിലാണ് കാണാൻ തോന്നുന്നു പാസ്റ്റർ. അത് 7ലാണ് കറക്റ്റ് ഓർമ്മയില്ല എനിക്ക്. ആ സമയം ഞാൻ സ്വപ്നം കാണുന്നത് ഞാൻ ഒരു ഉടുപ്പിട്ട് ബ്രൗൺ കളർ ഉടുപ്പിട്ട് നിൽക്കുന്നു. എന്റെ പപ്പ താഴെ നിന്ന് ആരോ വിളിച്ചു. എന്റെ പപ്പ താഴെ നിന്ന് കരഞ്ഞിട്ട് പോകുക. അത് അത്ര മാത്രം ഞാൻ കാണും. കരഞ്ഞു പോകുമ്പോൾ പറഞ്ഞു എന്റെ മോൻ പോയില്ലോ എന്ന് പറയുന്നു. ഇനി ആ സ്വപ്നത്തിൽ മാത്രം കണ്ടു. ആ സ്വപ്നത്തിൽ കണ്ട് 2 ആൾക്കാര് ഞാൻ അവരെ സ്കൂളിൽ കണ്ട് പരിചയമുള്ളത്. അപ്പൊ ആ 2 ആൾക്കാർ കാണുന്നു ഞാൻ. പക്ഷെ ആ സമയത്ത് ഇവരെനിക്ക് പരിചയമില്ല. കാണുന്നു. ഇത് ഞങ്ങൾ നാട്ടിൽ പോയി വന്ന് എന്റെ ബ്രദർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ട്. അപ്പൊ എന്റെ ബ്രദർക്ക് സൈക്കിൾ ഓടിപ്പിക്കാൻ അറിയാം, വണ്ടി ഓടിപ്പിക്കാൻ അറിയാം. എന്റെ ബ്രദർ എന്നെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചേ. അപ്പൊ എന്റെ ആ സമയത്ത് ഞങ്ങൾക്ക് വണ്ടിയില്ല. ഞാൻ വല്യപ്പയ്ക്ക് വണ്ടിയുണ്ട്. ആ കുഞ്ഞ് പ്രായത്തിലൊന്ന് വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ എല്ലാവരും കഴിയുമ്പോൾ ഈ കൊച്ചു എങ്ങനെ ഓടിപ്പിക്കുന്നത്. ആ ബ്രദറാണ് എന്നെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചത്. എന്റെ ബ്രദറാണ് എന്നെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ എന്റെ ബ്രദർ എന്റെ അമ്മച്ചീനെ സൈക്കിൾ വയസ്സ് എന്റെ പപ്പയുടെ ചേച്ചി എന്റെ പപ്പയെക്കാട്ടും ഒരു 20-25 വയസ്സിന് മൂപ്പുണ്ട്. ആ അമ്മച്ചി ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് താമസിക്കുന്നത്. കുറച്ച് പോണം. അമ്മച്ചി എടുത്ത് ആശുപത്രി പോകണം. ആശുപത്രി പോയി തിരിച്ചു വരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നു. അപ്പൊ ഈ ജയ എന്ന് പറഞ്ഞ ചെക്കൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് എന്റെ പപ്പയുടെ ഓഫീസറുടെ മോനാണ്. വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ആന്റി നിങ്ങൾ വന്നിട്ട് ഇന്നലെ വന്നൂലേ ഗ്ലേസിന് എവിടെ? അപ്പൊ അമ്മ പറഞ്ഞു മോനെ പൊക്കോ, ഗ്ലേസ് വരാൻ നേരം വൈകുമെന്ന് മമ്മി പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു എന്തായാലും വന്നത് നീ നമ്മൾ ഇഡ്ഡലി അപ്പൊ അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പൊ മമ്മി അവർക്ക് കൊടുത്തു വിട്ടാൽ മതി. അങ്ങനെ അവർക്ക് കൊടുത്തു വിടാൻ വേണ്ടി പപ്പ പറയുന്നു. അങ്ങനെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ബ്രദർ വരുന്നു. അങ്ങനെ ബ്രദർ വന്നിട്ട് എന്റെ ബ്രദറും അവരും കൂടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടിന് പുറത്ത് പോയി കളിക്കാൻ അലൗഡ്. അങ്ങനെയല്ല, കളിക്കാൻ പോവാം. പക്ഷെ ഞാൻ റെയിൽവേ കോളനിയിൽ താമസിക്കുന്ന കാരണം ഞങ്ങളുടെ മുമ്പിൽ തന്നെ എന്താ പറയാ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ആ പ്ലേ ഗ്രൗണ്ടിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഞാനും മമ്മിയും പപ്പയും ഷട്ടിൽ കളിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് ഇവൻ പറഞ്ഞു ഞങ്ങള് അവന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ വന്ന സമയം അപ്പൊ പറഞ്ഞു ആന്റി ഞങ്ങള് കമ്പ്യൂട്ടർ കളിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്റെ ബ്രദറും അവനും കൂടിയിട്ട് പോകുന്നു. പോയി കഴിഞ്ഞിട്ട് നമുക്ക് വിവരമൊന്നും അറിഞ്ഞില്ല. ഉച്ചയായപ്പോ ഞങ്ങൾ ക്ഷീണം കാരണം നമ്മളെല്ലാം 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബം. അന്ന് ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ എല്ലാ ക്ലീനിക് ഒക്കെ ക്ഷണിച്ച് തളർന്നങ്ങനെ കിടന്നു. അപ്പൊ മമ്മി പറഞ്ഞു ദൈവമേ പ്രാർത്ഥിച്ചില്ല, കർത്താവെ പ്രാർത്ഥിച്ചു. അപ്പൊ ഒരു 3 മണിയായപ്പോ 2 ബോയ്സ് കൊണ്ടുപോയി ജയല്ല വരുന്നത്, ശരബ്ജിത്ത് അഭിഷേക് അവർ 2 പേര് വരുന്നു. എന്നിട്ട് വിളിക്കുന്നു വിനി നീച്ചയാ താഴെ വാ വിനി. ഞാൻ കണ്ട അതേ സ്വപ്നം. അപ്പൊ ഞാൻ അതേ ബ്രൗൺ കൊടുത്തു. അതിട്ട് മമ്മി പറഞ്ഞു വിനി വരത്തില്ല, പപ്പ വരും പറഞ്ഞു. പപ്പ താഴെ ഇറങ്ങി പോകുന്നു. പപ്പ ഇങ്ങനെ കരയുന്നു. ദൈവമേ എനിക്കറിയാം എന്താ പപ്പ താഴെ വിളിച്ച് എനിക്കറിയത്തില്ല. പപ്പ ഇങ്ങനെ നെഞ്ചത്തോട്ട് കൈ വെച്ചിട്ട് പപ്പ അവരും കൂടെ പോയി. അത് കണ്ടപ്പോ എന്റെ ഉള്ളിൽ എനിക്കുള്ളിൽ ലൈക്ക് ആദ്യം തുടങ്ങി എന്താ പറയാ ലൈക്ക് എനിക്ക് ഭയങ്കര വിഷമമായത്. കർത്താവിന് പ്രധാനം അതും പറ്റിയോ. എനിക്ക് പെട്ടെന്ന് എല്ലാ സ്വപ്നവും ഞാൻ കണ്ടത് പെട്ടെന്ന് റിവൈൻഡ് ആയി തുടങ്ങി. എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ആരോട് പറയും, എനിക്ക് അറിയത്തില്ല കർത്താവ്. എനിക്ക് മനസ്സുള്ളിൽ ഭയങ്കര വിഷമം, ഭയങ്കര വിഷമം. അങ്ങനെ ഞാൻ ആരോടൊന്നും പറഞ്ഞു വന്നില്ല. ഞാൻ പറഞ്ഞ കർത്താവിന്റെ ബ്രദറൊന്നും പറ്റില്ല, ഈശോയ്ക്കൊന്നും പറ്റില്ല. ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് രാത്രി ആയപ്പോ എന്റെ ബ്രദർ ഒന്നും വരുന്നില്ല. എന്റെ പപ്പ വന്നു. വിഷമത്തോടെ എന്റെ പപ്പ വന്നു. മമ്മി ചോദിക്കുന്നു എന്റെ മോൻ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പപ്പ ഒന്നും പറയുന്നില്ല, ആശുപത്രിയിലാന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ മമ്മി ഭയങ്കര കരച്ചു എനിക്ക് എന്റെ മോനെ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ ആന്റിമാര് പറഞ്ഞു അവൻ ഐസിയുല, വീണ്ടും തല പൊട്ടിക്കാരൻ ഐസിയുല, നമുക്ക് നാളെ പോയി കാണാം. ശനിയാഴ്ച ദിവസമാണ് നടക്കുന്നത്. അങ്ങനെ ഞായറാഴ്ച നമുക്ക് പോകാനുള്ളതാണ്. അങ്ങനെ എന്താ പറയുന്നത് രാത്രി ആയപ്പോ കുറെ ആൾക്കാർ വന്ന് കൂടി തുടങ്ങി. അത് കണ്ടപ്പോഴത്തേനും ദൈവമേ ഞാൻ കണ്ട അങ്ങനെ വലുതും ആയോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടി. എന്നിട്ട് രാത്രി ആയപ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഉഷാന്തി എന്ന് പറഞ്ഞവര് അന്ന് ഹിന്ദുക്കളാ, പക്ഷെ നമ്മളായിട്ട് ഭയങ്കര സ്നേഹ. അപ്പൊ വന്നിട്ട് എന്നോട് പറഞ്ഞു നീ അറിഞ്ഞു മോനെ വിനി അകത്ത് വരാൻ പറഞ്ഞു. അതിനെ എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് മുറി നിർത്തി ചെറിയ കൊച്ചാണ് ആലോചിച്ച് എന്നോട് പറയുന്നു നിന്റെ ബ്രദർ മരിച്ചു, ആരൊന്നും പറഞ്ഞിരിക്കാൻ. അവരവര് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും അത് എന്നോട് പറഞ്ഞു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് പറയുന്നു
നിന്റെ ബ്രദർ മരിച്ചു, നിനക്ക് എത്ര വേണി ഇവിടെ കരഞ്ഞു മക്കളെ പഠിക്കും കരയരുത്. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. ലൈക്ക് കരയാനുള്ള കരഞ്ഞു ഞാനിങ്ങനെ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് എന്റെ ബ്രദർ, ഞാൻ എന്റെ ബ്രദർ തമ്മിൽ ഭയങ്കര സ്നേഹമാണെങ്കിൽ വഴക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ, വഴക്കൊക്കെ ഉണ്ടാക്കും. അപ്പം ആ സമയത്ത് അതൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. ദൈവമേ, ഞാൻ എന്നെ ഇങ്ങനെ ഉമ്മ വെക്കാൻ വരുമ്പോ ഞാൻ ആളാണ്, എനിക്ക് ഇഷ്ടമല്ല എന്നെ ഉമ്മ വെക്കുന്നത്. അപ്പൊ ഞാൻ ഓടിച്ചിട്ട് ഇങ്ങനെ ആളെ ഇങ്ങനെ അടിക്കാൻ നോക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്ത് ഓർമ്മ എനിക്ക് ഭയങ്കര സങ്കടമായി. ദൈവമേ, എന്താ ഇങ്ങനെയൊക്കെ വന്നതെങ്കിൽ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. അപ്പം ഞാൻ വീട്ടിൽ പോയി, വിഷമത്തോടെ ഞാൻ വീട്ടിൽ, എന്റെ അമ്മയെ ഞാൻ നോക്കുന്നുണ്ട്, എന്റെ പപ്പയെ നോക്കുന്നുണ്ട്. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. ഞാനൊരു മൂലയ്ക്ക് പോയിരുന്നു ഇങ്ങനെ. പിന്നെ കാലത്താവുന്നു, ഞായറാഴ്ച കാലത്താവുന്നു. കാലത്തായത് ഒരു പേരൻസ് വരാൻ തുടങ്ങി. അപ്പൊ എന്റെ അമ്മ ആംബുലൻസ് വന്ന് ഞങ്ങളുടെ വീട് മുമ്പിൽ നിൽക്കുന്ന എന്റെ മമ്മിയോട് പറഞ്ഞു, ഗ്ലേസിൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറയും. അങ്ങനെ ബോഡി അകത്തേക്ക് മേളിലേക്ക് കൊണ്ടുവരുന്നു. മേളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് ലൈക്ക് പിന്നെ ആ സമയത്ത് എന്റെ മമ്മി ഭയങ്കര വിഷമായി. ലൈക്ക് ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി അറിയാലോ ആ ഒരു സിറ്റുവേഷൻ, ലൈക്ക് തല കറങ്ങി പോലെ ഒരു അവസ്ഥയായി. ഒത്തിരി കരഞ്ഞു. ആ സമയത്തൊക്കെ ഞങ്ങൾ വിചാരിച്ചത് പപ്പ ഇനി തിരിച്ചു പോവായിരിക്കും, പപ്പ വീണ്ടും ഡ്രിങ്ക് എടുക്കായിരിക്കും. കാരണം പപ്പ സ്നേഹിച്ചൊരു മോനാണ്. അപ്പൊ ഇങ്ങനെ ഡ്രിങ്ക് എടുത്ത് വരുമ്പോൾ പപ്പയെ ലൈക്ക് ചേർത്ത് പിടിക്കുന്ന ആളായിരുന്നു. ഞാനൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടമല്ല, പപ്പ ഉമ്മയ്ക്കാണെങ്കിൽ തുടച്ചു കളയും ഞാൻ, അങ്ങനെയൊക്കെ. പക്ഷെ ബ്രദർ അങ്ങനെയല്ല. പപ്പ ഇങ്ങനെ മമ്മിയെ അടിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോയി അതാക്കുന്നത്. ബ്രദർ പിന്നെയും ഇങ്ങനെ ഇച്ചിരി പിന്നോട്ട് നിൽക്കത്തുള്ളൂ, അങ്ങനെ കൂടുതൽ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ ഞാൻ പറയും, നീ എന്തൊന്ന് പറയട്ടെ പറ. അപ്പൊ പറയും, വെറുതെ അടി കൊള്ളണ്ട, ഞാൻ പപ്പയെ കൊണ്ടുപോയിക്കോളാന്ന് പറയും. അങ്ങനെ അപ്പൊ ഉമ്മ കൊടുത്ത് പപ്പ ഒപ്പങ്ങ് പൊക്കോളും കൂടെ. അങ്ങനെ അപ്പൊ എന്റെ ബ്രദർ പോയതിന്റെ വിഷമം ഞങ്ങളുടെ വീട്ടിൽ നല്ലോണം ഉണ്ടായിരുന്നു. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ആ ഒരു സമയത്ത് തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അത് സംഭവിച്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും കൂടി പോയി, ഞങ്ങൾ പിന്നീട് അറിയുന്നത്. അവരെന്റെ കൂടെ നടന്നു പോണ വണ്ടിയിൽ സൈക്കിളിൽ പോണ സമയത്ത് വേറെ 2 കൂട്ടുകാരെ കിട്ടി. അവരെ കിട്ടിയപ്പോ അവരെല്ലാരും കൂടി ഡാം പോകാനുള്ള പ്ലാനിങ് ചെയ്തു എന്നാണ് നമ്മൾ അറിഞ്ഞേക്കണേ. അപ്പൊ ഡാം ചെന്നിട്ട് എന്നാ സംഭവിച്ചത് നമുക്കറിയില്ല. അവര് തള്ളിയിട്ടതാണോ അത് വീണ് പോയതാണോ നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അവർ നമ്മളെല്ലാം വിളിച്ച്, അവര് ഈ ജയെന്ന് പറഞ്ഞ അവര് എല്ലാവരും കൂടി അവരുടെ പാരന്റ്സിനെ വിളിച്ച് പോലീസിനെ വിളിച്ച് കാര്യം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ അറിയിപ്പിക്കുന്നു. അപ്പോഴത്തേക്ക് 3 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ആ വിഷമം ഞാൻ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്നാ പോലും എന്നാ പറയാ, നമ്മള് പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ വളർന്നു വരും. അപ്പൊ എന്റെ ബ്രദർ ദൈവസ്ഥാനിൽ ചേർക്കപ്പെട്ട 3-ാമത്തെ ദിവസമാണ്. കാരണം ഞാൻ മരിച്ച വീട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്തെന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തെ അറിഞ്ഞ ഒരാൾക്കും ദൈവം ലൈക്ക് അത് ദൈവം സമയം വെച്ച് ആ സമയത്ത് ദൈവം എടുക്കത്തുള്ളൂ. ദൈവം പകുതി വെച്ച് പറിച്ചു കളയുന്ന ദൈവമല്ല. അതും ഞാൻ ആ ഒരു വേർഡ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ദൈവസ്ഥാനം ചേർത്ത് കഴിഞ്ഞു 3-ാം ദിവസം ഈ പറഞ്ഞ സല്ലാന്റെ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഒത്തിരി നല്ലവരാ, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവരൊക്കെയാ. പക്ഷെ ഇങ്ങനെ പപ്പ ആ സമയത്ത് വിശ്വാസം ഒരു വാക്കുകൾ പറഞ്ഞു, ലൈക്ക് ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞു. എടുത്ത വഴിക്ക് അവർ ചോദിച്ചു, പിന്നെന്താ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ മോനെ രക്ഷിക്കാനും ചോദിച്ചു. അത് കേട്ടപ്പോ എനിക്ക് ആകെ സങ്കടമായിപ്പോയി. മരണ വീട്ടിലത്തെ 3-ാമത്തെ ദിവസമാണ് ആലോചിച്ച് നോക്കണേ. എനിക്ക് സങ്കടമായി പോയി ആ കാര്യം. ഞാൻ ബാത്റൂമിൽ പോയി കരഞ്ഞു ദൈവത്തോട് പറഞ്ഞു, യേശപ്പച്ച ഇതിനൊക്കെ മറുപടിയായി യേശപ്പച്ചൻ ഇറങ്ങി വരണം. ബിക്കോസ് എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത്, എനിക്ക് വിഷമം വരുമ്പോ ഞാൻ ഓടിപ്പോന്ന ബാത്റൂം ആയിരിക്കും, എന്റെ മുറിയായിരിക്കും. എനിക്ക് ആരും മുമ്പിൽ കരഞ്ഞു വലിയ താല്പര്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് എത്ര വേണേലും കരഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അങ്ങനെ യേശപ്പച്ചനോട് പറഞ്ഞു, പക്ഷെ എന്റെ ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞ കാരണമുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരെ വായിൽ തന്നെ 2 വർഷം കഴിഞ്ഞ മുമ്പേ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മോളുള്ളത് ഒരു മോനിനെക്കാട്ടുപരിയാണ്. കാരണം എന്നെ വണ്ടി എടുത്ത് എന്റെ ബ്രദർ പഠിപ്പിച്ചതായിരുന്നു. എന്റെ പപ്പ ഡ്യൂട്ടിക്ക് പോകാൻ എന്റെ മമ്മീനെ കൂട്ടിട്ട് ഞാൻ മാർക്കറ്റിംഗ് പോകും, മാർക്കറ്റിംഗ് ചെയ്ത് വരും. അതുപോലെ ശുശ്രൂഷയ്ക്ക് പോകണം. അതുപോലെ എന്താ പറയാ, ഞാൻ ആ സമയത്ത് സ്പോർട്സിലായിരുന്നു പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ് എത്തപ്പോ എനിക്ക് ചാമ്പ്യൻഷിപ്പ് എല്ലാത്തിലും കിട്ടി. 9-ാം ക്ലാസ് ലാസ്റ്റ് ആയപ്പോ ചാമ്പ്യൻഷിപ്പ് എല്ലാത്തിലും കിട്ടി. എല്ലാത്തിലും ഫസ്റ്റ് നമുക്ക് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ആ സ്കൂളിൽ നമ്മൾ ചാമ്പ്യൻ ആയി തീരും. അങ്ങനെ എനിക്ക് ചാമ്പ്യൻഷിപ്പ് തന്നു. പിന്നെ 10-ാം ക്ലാസ്സിൽ ഞാൻ റീസൺ ലെവലിൽ പോയി. ആദ്യത്തെ റീസൺ ലെവലിൽ പോയപ്പോ ഞാൻ തോറ്റുപോയായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ റീസൺ ലെവൽ എന്ന് പറഞ്ഞാൽ അനേക സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നത്. ഞാൻ ഹൈറ്റ് കുറഞ്ഞിട്ടും നമുക്ക് വലിയ കഴിവൊന്നുമില്ല, നമുക്കറിയാം, എന്നാലും പ്രാർത്ഥിച്ച പോയായിരുന്നു. പക്ഷെ ജയിച്ചില്ല എന്നൊരു വിഷം മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി യേശപ്പച്ചൻ ഞാൻ ദൂരെ പ്രാർത്ഥിച്ച്, എന്നിട്ട് യേശപ്പച്ചൻ എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാൻ, ഞാൻ തോറ്റുപോയി. എന്റെ സാർക്ക് എന്നെ കുറിച്ച് ഭയങ്കര ഉनको बहुत मेरे बारे में ഭയങ്കര ആശ ഉണ്ടായിരുന്നു, ഞാൻ ജയിക്കും, ഞാൻ റീജിയണൽ ലെവലിൽ പോകും, നാഷണൽ ലെവലിൽ പോകുന്ന സാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തോറ്റു. പക്ഷെ
അന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുക, നീ നിന്റെ തോൽവിയിൽ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങണം. അപ്പൊ ഞാൻ ദൈവത്തെ പറഞ്ഞു, താങ്ക് യു ജീസസ് ഫോർ എവറിത്തിങ്, ഐ ഗിവ് താങ്ക്സ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വർഷമായപ്പോൾ അതേപോലെ ചാമ്പ്യൻഷിപ്പ് കിട്ടി, എനിക്ക് റേസ് ലെവലിൽ വിട്ടു. അപ്പൊ ഞാൻ പോയപ്പോൾ യേശുവിന്റെ ഹിതമാണ് ദൈവം എനിക്ക് ജയിപ്പിച്ചു വരണം, ഈ പ്രാവശ്യം നിന്ദിക്കപ്പെടാൻ സമ്മതിക്കരുത്. അങ്ങനെ ഞാൻ ജബൽപൂർ, ഞങ്ങൾ റേസ് ലെവൽ നടക്കുന്നത്, ജബൽപൂരിൽ പോയി, അവിടെ പോയി ദൈവകൃപയിൽ ജയിച്ചു ഞാൻ നാഷണൽ സെലക്ഷൻ ആയി. അങ്ങനെ ദൈവം പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ ഉയർച്ചകൾ തന്നപ്പോ ഞങ്ങളുടെ സ്കൂൾ മാഗസിൻ ആണെങ്കിലും ഞങ്ങളുടെ അവിടുത്തെ മാഗസിൻ എല്ലായിടത്തും ഇങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും പറയും, നോക്ക് നിന്റെ മോന് പോയാലും എന്താ, നിന്റെ മോള് കാര്യം നോക്കി എത്ര അത്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ, ദൈവം എവിടെയാ നിന്നിക്കണ അവിടെ മാനിക്കാൻ സർവശക്തനാണ്. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞ മാറാത്തൊരു ദൈവമാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ഇച്ചിരി പോലും നിൽക്കുകയാണെങ്കിൽ, ഇഫ് യു വിൽ ഗിവ് 1 സ്റ്റെപ്പ് ഹി വിൽ വാക്ക് ഫോർ us 99 സ്റ്റെപ്പ് ഫോർ us. നമ്മൾ ദൈവത്തിന് വേണ്ടി ഇച്ചിരി പോലും സ്നേഹം കാണിക്കുകയാണെങ്കിൽ ദൈവം നമ്മള്, ഐ ഷുഡ് സേ ലൈക്ക്, നമ്മളെ ജീവൻ സെ ജാതി പ്യാർക്ക്, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മളെ. അങ്ങനെ അപ്പൊ എനിക്കതൊക്കെ ഒത്തിരി സന്തോഷമായി തോന്നി. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ദൈവം, ഞാൻ വളർന്നു വന്നു. 10ാം ക്ലാസ് ഞാൻ ഒരു കാര്യം, എന്റെ ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ 6, 7, 8 ആയാലും ഞാൻ പറഞ്ഞില്ല, 7ാം ക്ലാസ് ഞാൻ വചൻ ട്രാൻസ്ലേഷൻ ഒക്കെ പോകാനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ എന്റെ ട്രാൻസ്ലേഷൻ 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പോ എന്റെ ട്രാൻസ്ലേഷൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ട് പറയും, ഫാസ്റ്റർ മതലബ് വേറെ ആരെങ്കിലും വന്നില്ലെങ്കിൽ പറയും, ഫാസ്റ്റർ വിനീറ്റ് ഉണ്ടല്ലോ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ, നല്ല കൊച്ചാണ്, അവളുടെ ട്രാൻസ്ലേഷൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയും. അങ്ങനെ ദൈവം സഹായിച്ച് എനിക്ക് ട്രാൻസ്ലേഷൻ ദൈവം അങ്ങനെ ഉയർത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. പക്ഷെ എനിക്ക് കൂട്ടുകെട്ടുണ്ട്, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കുറച്ച്. ലൈക്ക് ഞങ്ങൾ 3 ഫ്രണ്ട്സുകളായിരുന്നു, ഞാൻ, ഗൗരി, ഗോൾഡി, ഒരു പേര് ഒന്നും മറന്നിട്ടില്ല, ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ട്സ്. അപ്പൊ പോയില്ലെങ്കിൽ ആരും സ്കൂളിൽ പോകത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു, അത്രയും ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ അവരുടെ ആവശ്യ സമയത്തൊക്കെ ഞാൻ അവരെ സഹായിക്കുന്നത്, പക്ഷെ എന്റെ ആവശ്യ സമയത്ത് അതെന്തെങ്കിലും മാറിപ്പോകും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരും. അപ്പൊ ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു ആ കാര്യം. പിന്നെ പയ്യെ പോയി ദൈവാത്മനോട് സംസാരിക്കാൻ തുടങ്ങി. നിന്നെ ഞാൻ മാത്രം സ്നേഹിക്കുന്നുള്ളൂ, വേറെ ആരും നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്നെ ഞാൻ മാത്രം സ്നേഹിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ഇവർ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതിന്. പിന്നെ പയ്യെ പോയി ദൈവാത്മനോട് പറഞ്ഞു, നീ വേറെപ്പെട്ട ഒരു ജനമാണ്. എന്റെ തലയിൽ കയറിയ ഒരു വാക്യം എന്ന് പറഞ്ഞാൽ, ഷിംഷോണിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോ, ഞാൻ ബൈബിൾ വായിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. അപ്പൊ വായിച്ചപ്പോ ഷിംഷോൻ യഹോവ കാ നാസീർ താ ലിഖാ ഹൈ. അന്നത്തെ എഴുതിയിരിക്കുന്ന ഷിംഷോൻ യഹോവ ദൈവത്തിന്റെ നാസീർ ആയിരുന്നു. അപ്പൊ എന്നോട് ദൈവാത്മ, നീ യഹോവയുടെ നാസീറാണ്, നീ യഹോവയുടെ നാസീറാണ് എന്നോട് ദൈവാത്മ പറഞ്ഞ പോലെ എനിക്ക് നല്ലോണം ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ എന്റെ ഡ്രസ്സപ്പ്, എന്റെ എല്ലാം ലൈക്ക് ഭയങ്കര അതിനനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, ലൈക്ക് ജീൻസ് ഉണ്ടാവും, അത് ഇങ്ങനെ ആഗ്രഹമുണ്ട്. പിന്നീട് എനിക്ക് തോന്നി വേണ്ട, എനിക്ക് ഓർണമെന്റ്സ്, ഞാൻ ചെറിയ സമയത്തൊക്കെ ഡാൻസിനൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നത് തുടങ്ങി തൊട്ട് ഞാൻ ഇതൊക്കെ വിട്ടു. ഒരു 5ാം ക്ലാസ്സിന് മുമ്പ് എനിക്ക് തോന്നുന്നത്, അല്ല 4 ആയപ്പോഴത്തേനും ഇതൊക്കെ വിട്ടു. എനിക്ക് വേണ്ട, എന്റെ ജീവിതം, എന്റെ ശരീരം എനിക്ക് ദൈവത്തിനുള്ളതാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രം, എന്റെ കൈ അടിക്കാൻ ഞാൻ ദൈവത്തിന് വേണ്ടി അടിക്കത്തുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ അറിയുന്ന സിനിമ പാട്ടൊക്കെ പാടും. അപ്പൊ ഇനീഷ്യലി ഞാൻ പറയാതെ അവരുടെ കൂടെ നിന്നൊക്കെ പാടാറുണ്ട്. ഒരു ദിവസം ഉള്ളിൽ കുറ്റബോധം, നീ ദൈവത്തിന്റെ പൈതല, ഈ നാക്ക് ദൈവത്തിനുള്ളത്, ഈ വായ ദൈവത്തിനുള്ളത്, ഇന്ന് വേറെ പാട്ട് പാടരുത്. അപ്പൊ ഞാൻ യേശുവിന് വേണ്ടി മാത്രം പാടും, എനിക്ക് നല്ല വോയിസ് തരണം, യേശുവിന് വേണ്ടി മാത്രം പാടുള്ളൂ. ഞാൻ ഞാൻ യേശുവിന് മുമ്പിൽ അത് ലൈക്ക് അത് ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ ദൈവമേ, ഇങ്ങനെ ലൈക്ക് പ്രോമിസ് ചെയ്തു, ഐ വിൽ നോട്ട് സിംഗ് എനി അതർ സോങ് വിത്ത് മൈ മൗത്ത്, ഐ വിൽ നോട്ട് സീ എനിത്തിങ് എൽസ് വിത്ത് മൈ ഐസ്, ബിക്കോസ് ഞാൻ ദൈവത്തിന്റെ നാസീറാണ് എന്നുള്ള നല്ലൊരു ബോധ്യം ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴത്തേനും 9ാം ക്ലാസ്സിലൊക്കെ ആയി. പയ്യപ്പോ എല്ലാം കുറഞ്ഞുപോയി. ഫോൺ പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു ഞാൻ. ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വന്ന കാരണം അതിന്റെ മാർക്സുകളൊക്കെ കുറയാൻ തുടങ്ങി. ബട്ട് നോട്ട് ലൈക്ക് ടോപ്പർ അല്ലെങ്കിലും ലൈക്ക് ആവറേജ് ആണ്, നോട്ട് തീരെ പോയില്ല അങ്ങനെ. പക്ഷെ 10ാം ക്ലാസ് എത്തിയപ്പോ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായുള്ളൂ, അതിന്റെ അപ്പുറം ഒന്നുമില്ല. എനിക്ക് സയൻസിൽ കിട്ടാൻ ഒരു വഴിയില്ല. അന്ന് ഞാൻ ആദ്യത്തെ പ്രാവശ്യം എന്നാ പറയാ 7 ദിവസം ഉപവാസിരിക്കുന്നത്. 7 ദിവസം ഉപവാസിരിക്കുമ്പോ 3ാം ദിവസം ഞാൻ ഉപവാസിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉപവാസത്തിനായിട്ട് മുമ്പ് അവിടെ പോയി ചോദിച്ചു. അവിടെ ഭക്തവസ്ലം മാഡമാണ്, KV ബിലാസ്പൂരാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എനിക്ക് KV തന്നെ പഠിക്കും, സിസ്റ്റം കിട്ടണം, KV തന്നെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആഗ്രഹമുള്ള ഞാൻ സ്കൂളിൽ പോയി ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റത്തില്ല, കാരണം സയൻസ് സ്ട്രീമിന് മാത്രം സ്പോർട്സ് കോട്ട ഇല്ല, അത് നമുക്ക് തരാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ 80 എബവ് ആണ് നമുക്ക് മാർക്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ യേശപ്പച്ചന്റെ മോളാണ്, ഞാൻ യേശപ്പച്ചന്റെ മോളാ. ഈ സ്ഥാപനം യേശപ്പച്ചന്റെ കൃപയാൽ ഉണ്ടാക്കിയേക്കണം. എനിക്ക് ഈ സ്കൂൾ തന്നെ വേണം, ഞാൻ ഇവിടെ തന്നെ പഠിക്കണം, ഇവിടെ തന്നെ എനിക്ക് വരണം, എനിക്ക് വേറെ സ്കൂൾ വേണ്ട. ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പൊ
ഇടയ്ക്ക് വരും, എനിക്ക് ഇങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റും, യേശപ്പനെ ഇതുമാണെങ്കിൽ മതി യേശു, പക്ഷെ എനിക്ക് ഇഷ്ടം അവിടെ യേശപ്പച്ചെന്ന് പറയും. ഒരു പപ്പയോട് സംസാരിക്കുക പോലെ ഞാൻ യേശപ്പനോട് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യേശപ്പനോട് പറഞ്ഞു. അപ്പം എനിക്ക് മണ്ടപ്പോട് പറയാൻ പറ്റത്തില്ല, ആരോടും പറയാൻ പറ്റില്ല, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റത്തുമില്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ലൈക്ക് ഐ ഹാവ് ലൈക്ക് എനിക്ക് അങ്ങനെ വിശ്വാസത്തിൽ യേശപ്പൻ എനിക്ക് തരും, യേശപ്പൻ എനിക്ക് തരും. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആദ്യത്തെ പ്രാവശ്യം ഫുള്ള് ഉപവാസിരിക്കുന്ന ദിവസം, 3-ാം ദിവസം ഉപവാസം ഞാൻ എല്ലാ പ്രാർത്ഥനയും പോകും. ഈ 10ാം ക്ലാസ്സിന് മാർക്സ് കുറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഞാൻ എല്ലാ പ്രാർത്ഥനയും പോകാറുണ്ട്. ലൈക്ക് എനിക്ക് നാളെ ബോർഡ് എക്സാം ആണെങ്കിൽ ഞാൻ പോകും. പിന്നെ പാസ്റ്ററുകളോ ചർച്ചത്തെ എല്ലാവരും പറയും, മക്കളെ ബോർഡ് എക്സാം അല്ലേ, പ്രാർത്ഥിക്കായിരുന്നില്ലേ? അപ്പൊ എന്റെ മനസ്സിൽ വരുന്ന ഏറ്റവും പഠിക്കായിരുന്നില്ല പറയുമ്പോൾ എന്റെ മനസ്സിൽ ഏറ്റവും അധികാരം 3 മണിക്കൂർ ദൈവത്തിന് ചെലവാക്കാൻ പറ്റില്ല. എത്രയോ മണിക്കൂർ നമ്മൾ തിന്ന് കുടിച്ച് കളിച്ച് TV കണ്ടൊക്കെ കളയുന്നു. ഈ 3 മണിക്കൂർ ചെലവാക്കിയിട്ടുള്ള മാർക്സ് വേണ്ട എനിക്ക് വേണ്ട, ദൈവം തരിഞ്ഞു വേണ്ട. എനിക്ക് ആ 3 മണിക്കൂർ ഞാൻ പോകും, ഞാൻ പ്രാർത്ഥിക്കും പോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പൊ പ്രാർത്ഥിച്ചു വരുമ്പോ ഒരു ബലം യേശപ്പത്തിന് മുമ്പിലേക്ക്, യേശപ്പച്ച ഇത്ര നേരം ഞാൻ പ്രാർത്ഥിച്ചാട്ടോ വന്നേ, ഇനി എനിക്ക് നാളെ എക്സാമിലെല്ലാം എനിക്ക് പഠിപ്പിച്ച് തരണം യേശപ്പച്ച, അല്ലെങ്കിൽ ഞാൻ നിന്ദിക്കപ്പെടും, പ്ലീസ് യേശപ്പച്ച എന്നൊക്കെ ഞാൻ പറയുന്നത്. എന്നിട്ട് ഏതൊക്കെ മാർക്സ് കിട്ടി, ഞാൻ പറയില്ലേ ഫസ്റ്റ് ഡിവിഷനേ ഉള്ളൂ, കൂടുതലില്ല. അങ്ങനെ സയൻസിനും കിട്ടാൻ ഒരു വഴിയില്ല എനിക്ക്. 3-ാം ദിവസം എന്റെ പ്രിൻസിപ്പൽ എന്നോട് വിളിച്ചു പറഞ്ഞു, വിനീറ്റ നിന്റെ സീറ്റ് ബുക്ക് അയക്കും, നീ വന്ന് നിന്റെ ഫോം എടുത്തോണ്ട് പോകാൻ. എനിക്ക് എന്തോരം സന്തോഷം ഉണ്ടാവും. ബിക്കോസ് ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയമായിരുന്നു, കർത്താവിന്റെ KV തന്നെ അഡ്മിഷൻ വേണം. ബിക്കോസ് ബാക്കിയുള്ള സ്കൂളിൽ ഇച്ചിരി ഫ്രീഡം കൂടുതലാ, അങ്ങനെ വേറെ വേറെ കാര്യങ്ങള്, ഇങ്ങനെ ആൾക്കാര് ഗേൾസ് ബോയ്സ് ഒക്കെ ഇങ്ങനെ കൂട്ടുകൂടി നടക്കുന്നു. എന്തോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ദൈവം ഒരു ലൈഫ് ഓഫ് സെപ്പറേഷൻ, നീ ഈ ലോകത്തിന് വെളിച്ചമാണ്, നീ ഈ ലോകത്തിന് ഉപ്പാണ്, ഇങ്ങനെ ഒരു ദൈവാത്മന്റെ സംശയം. പിന്നെ ഞാൻ വചനമൊക്കെ പറയാൻ അനേക സ്ഥലത്ത് പോണായിരുന്നു. ലൈക്ക് ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അങ്ങനെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു അതുണ്ട്, ഒരു പേടിയും ഭയം എന്താണെങ്കിലും പറയാം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ദൈവം എനിക്ക് ഏറ്റവും ആദ്യത്തെ ദൈവം അത്ഭുതകരമായി എനിക്ക് സയൻസ് ടീം അവിടെ തരുന്നു. പിന്നെ +1 +2 നല്ല മാർക്സ് ദൈവം പാസ്സാവാൻ സഹായിക്കുന്നു. അത് ഞാൻ PMT എക്സാം പഠിക്കാതെ PMT എക്സാം എഴുതി, എനിക്ക് BDS കിട്ടി. പക്ഷെ എനിക്ക് നഴ്സിംഗിനോട് ഇഷ്ടമുള്ള കാരണം, ബിക്കോസ് നമുക്ക് അത്രയ്ക്ക് വലിയ ബോധമൊന്നുമില്ല. പിന്നെ എന്റെ കസിൻസ് ഒക്കെ ഗൾഫിലുണ്ട്, അപ്പൊ അവർ നഴ്സസ് ആണ്, അവർ വരുമ്പോ അവർ ലൈഫ് സ്റ്റൈൽ കാണുമ്പോ എനിക്ക് നഴ്സിംഗിനോട് ഇച്ചിരി താല്പര്യം കൂടുതൽ. അപ്പൊ ഞാൻ സ്വന്തം ഇഷ്ടത്തോടെ നഴ്സിംഗ് പോയതാണ്. ഞാൻ നഴ്സിംഗ് കോളേജിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഇങ്ങനെ ചോദിച്ചു ആരൊക്കെ അവരോട് ഇഷ്ടത്താൽ നഴ്സിംഗ്, അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രമേ നിൽക്കുന്നത്, ബാക്കി ആരും കയ്യൊന്നും കാണുന്നില്ല. അപ്പൊ എന്നോട് ചെന്താ ചോദിച്ചു, ഐ ലൈക്ക് നഴ്സിംഗ്. വൈ യു ലൈക്ക് നഴ്സിംഗ്? ബിക്കോസ് വി കൻ സെർവ്. അതായിട്ട് വേറൊരു കാര്യം പറയാം, 10ാം ക്ലാസ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ബൈബിൾ കോളേജിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എന്റെ പാസ്റ്റങ്ങൾ പറഞ്ഞു, മോളെ 10ാം ക്ലാസ് കഴിഞ്ഞ് നീ ബൈബിൾ കോളേജിൽ പോവുകയാണെങ്കിൽ നാളെ ആൾക്കാർ പറയും നിന്റെ കയ്യിൽ പഠിത്തവും ഇതൊന്നും ഇല്ലാത്ത കാരണം നീ പോയത്. നീ +2 കഴിഞ്ഞു, +2 കഴിഞ്ഞിട്ട് നീ പിന്നെ ദൈവാത്മം പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി, ഒത്തിരി വിഷമായി. ഞാൻ വീട്ടിൽ പോയി കരഞ്ഞു പറഞ്ഞു, കർത്താവേ യേശപ്പച്ച എന്താ ഇങ്ങനെ നടന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷെ ദൈവത്തിന് എല്ലാത്തിനും പ്ലാൻ ചെയ്യുന്നത് സത്യമാണ്. അപ്പൊ ദൈവത്തോട് ഞാൻ പറഞ്ഞു, യേശപ്പച്ച നീ എന്നെ എടുത്ത് ഉപയോഗിക്കണം, എന്നെ വിട്ടില്ലെങ്കിലും നീ എന്നെ എടുത്ത് ഉപയോഗിക്കണം കർത്താവേ എന്നൊക്കെ ഇത്. പക്ഷെ ഞാൻ ആ സമയത്ത് കണ്ടൊരു കാര്യം ഒന്ന് വിചാരിക്കുന്നത് തുറന്നു പറയുക, പാസ്റ്റർ മക്കളാണെങ്കിൽ എല്ലാവരും ഭയങ്കര പ്രിഫറൻസ് കൊടുക്കാറുണ്ടായിരുന്നു. ഞാനൊരു വിശ്വാസിയുടെ കൊച്ചായിരുന്നു. ലൈക്ക് പല സ്ഥലത്തും എന്നെ പിന്നോട്ട് വെച്ചിരുന്ന സമയങ്ങൾ എനിക്ക് ഓർമ്മ, അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായ കാര്യങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് യേശപ്പച്ച എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? എനിക്കൊരു പാസ്റ്റർ വീട്ടിൽ ജനിപ്പിച്ചാൽ പോരായിരുന്നു, എന്തിനാ ഇവിടെ? പിന്നെ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഇല്ല, എന്റെ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. നമ്മൾ ചോദിച്ചിട്ടല്ലേ ഭൂമിയിൽ വന്നേക്കണേ, നമ്മൾ ആരും ചോദിച്ചിട്ട് പറഞ്ഞിട്ടല്ല. ദൈവം നമ്മള് ഭൂമിയിൽ വരുന്നാട്ട് മുമ്പ് ദൈവം നമ്മളെ കുറിച്ച് എല്ലാം പ്ലാനിങ് ചെയ്ത് ഒരാളെ മാതാപിതാക്കളെ നിർണയിച്ച് അവരുടെ വീട്ടിലാണ് ദൈവം നമ്മളെ അയക്കുന്നത്. അപ്പൊ ദൈവം എന്നോട് ഒരിക്കലും തിന്മ ചെയ്യത്തില്ല, എനിക്ക് വിശ്വാസമാണ്, ദൈവം എന്നോട് തിന്മ ചെയ്യത്തില്ല. അപ്പം പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. പാസ്റ്റർ അതോടെ ഞാൻ ഈ സമയത്ത് വിളിച്ച് പറഞ്ഞ് ലൈക്ക് പല കാര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അത് ശരിക്കും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു. ലൈക്ക് ദൈവ പ്രസംഗത്തിനൊക്കെ പോവാൻ എനിക്ക് എല്ലാത്തിനും ഫസ്റ്റ്, വേഴ്സ് കോമ്പറ്റീഷൻ ആണെങ്കിൽ എല്ലാത്തിനും ഫസ്റ്റ്. പക്ഷെ അത് പിന്നീട് അവര് ലൈക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞതിന് ലൈക്ക് അങ്ങനെ കുറെ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അവൻ വിശ്വസ്തനാണ്, എന്റെ ദൈവം മാറാത്ത ദൈവമാണ്. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, ചിലർ എന്നെ എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് കോളേജിൽ പോകുന്നു. നഴ്സിംഗ് കോളേജിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഞാൻ 2 ഒരു പ്രാർത്ഥന തുടങ്ങിയതാ. ഞാനും നിലിമ, റോഷി 3 ആൾക്കിട്ട് ഞാൻ കൂടാതെ 2 ആൾക്ക്, 3 ആൾക്ക് ഞാൻ പ്രാർത്ഥന തുടങ്ങിയ പ്രാർത്ഥന 4 വർഷമായപ്പോഴത്തേനും ദൈവം 45-50 സ്റ്റുഡൻസിന് അവിടെ തന്നു. എന്റെ ദൈവം വലിയവനാണ്, സർവശക്തനാണ്.
പറയാന്ന് പറഞ്ഞ കാരണം ദൈവം അങ്ങനത്തെ പ്രവർത്തികൾ അവിടെ ചെയ്യാൻ തുടങ്ങി. Praise the Lord. ഞാൻ അവിടെ ചെല്ലുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓരോരോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിളിച്ച് നമ്മൾ ഒത്തിരി പറയും, നമ്മളെ കരയിപ്പിച്ചിരിക്കും. ആ ഒരു ലെവൽ അവർ ചെയ്യുന്നത്. ഡ്യൂട്ടിയിൽ പോവാണെങ്കിൽ ചെയ്യും, നമ്മൾ ഓരോരുത്തർ പറയും. അപ്പൊ ഇതൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. കല്ലും വേറെ ബൈബിളിൽ അപ്പൊ അവിടെ അവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷം. പ്രത്യേകിച്ച് പറയത്തില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ ഈ എന്നെ വിഷമിപ്പിച്ച ആൾക്കാർ എന്നെ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുമെന്ന് ഇരിക്കാൻ തക്കവണ്ണം ദൈവം അവിടെ എല്ലാ മുഖാന്തരങ്ങളും ദൈവം ഒരുക്കി. ദൈവം അത്രയും സർവശക്തനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പയ്യെ ഇങ്ങനെ വളർന്നു വന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലാണ് ഫസ്റ്റ് എക്സാമിന്റെ സമയം എത്തി. ആ സമയത്ത് കൂടുതൽ ആൾക്കാരൊന്നുമില്ല, 5-10 ആൾക്കാരായിട്ടുള്ളൂ, കൂടുതൽ ആൾക്കാർ. പക്ഷെ ഈ ബൈബിളിനെ പൊളിച്ച് പോകുമ്പോ എന്റെ വാർഡൻ കണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വിനീത ഈ കറുത്ത പുസ്തകത്തിൽ നീ പോകുന്നില്ലേ, ഞാൻ നോക്കട്ടെ നിനക്ക് എത്ര മാർക്സാ കിട്ടണെന്ന്. നിനക്ക് ഇറക്കി മാർക്സ് ഞാൻ നോക്കട്ടെ, മാർക്സ് ഞാൻ തന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയും കൂട്ടും, നിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു എല്ലാവരും വെച്ചാ പറഞ്ഞു. ഞങ്ങൾക്ക് ലൈക്ക് ഈ നൈറ്റ് ആവുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറ്റൻഡൻസ് ഉണ്ട്. ആ സമയത്ത് ഇത് പറയണേ, എനിക്കത് ഫീലായി. ഞാൻ ഞാൻ പോയി യേശപ്പനോട് പറഞ്ഞു, യേശപ്പച്ച എന്റെ യേശപ്പിക്ക് നല്ല മാർക്സ് തരാം. ആ സമയത്ത് എൻസിന്ന് ഒരു ചേച്ചി എനിക്കുണ്ടായിരുന്നു. ആ ചേച്ചി ഇപ്പൊ ബെഹറിനിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ചേച്ചി എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ലൈക്ക് ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. പുള്ളിക്കാർക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും മുമ്പിൽ സംസാരിക്കത്തില്ല, ബിക്കോസ് ഇന്നത്തെ ഭയങ്കര ഒരു സംസാരിക്കത്തില്ല. എന്നിട്ട് പക്ഷെ ചേച്ചി എന്നെ സ്നേഹിക്കും, എന്നെ പഠിപ്പിച്ചൊക്കെ തരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ദൈവനാമോത്തിന് പറയട്ടെ, ഫസ്റ്റ് ഇയറിൽ എനിക്ക് ദൈവം യൂണിവേഴ്സിറ്റിയിലും തന്നു. കൃപയാ ദൈവനാമം. പക്ഷെ അത്ര ഞാൻ വർക്ക് ഔട്ട് ചെയ്തെന്ന് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ദൈവത്തിന്റെ പ്രാർത്ഥിച്ച് ആരാധന വീട്ടിൽ വരും, ഞാൻ ഹോസ്റ്റലിൽ വരുമ്പോൾ ഞാൻ എന്തൊക്കെയാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം ഞാൻ എന്തൊക്കെയാണോ പഠിക്കുന്നത്, അത് മാത്രമേ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കത്തില്ല. എല്ലാവരും കിട്ടും അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കത്തില്ല. ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് താഴെ വെച്ചിങ്ങനെ കൈ വെച്ച് നോക്കത്തില്ല. ഇതൊക്കെ പേടിയാണ്, അതൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കും. യേശപ്പൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് എല്ലാം എനിക്ക് എഴുതാനുള്ള ബുദ്ധി യേശപ്പനായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആൾക്ക് എന്റെ യേശപ്പച്ചനാ ബുദ്ധി കൊടുത്തത്. യു ആർ ദ ക്രിയേറ്റർ. അപ്പൊ എനിക്ക് ഇത് എഴുതാനുള്ള ബുദ്ധി യേശപ്പനായിരുന്നു. ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, ഞാൻ പഠിക്കാത്തയാണെങ്കിൽ പോലും ദൈവം എഴുതാനുള്ള ബുദ്ധിയെ തക്ക സമയത്ത് ദൈവം തരും. എവിടെന്നെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരും, ടീച്ചർമാർ പഠിപ്പിച്ചതോ ആരെങ്കിലും പറഞ്ഞതോ പോയി വഴിക്ക് പറഞ്ഞതോ എന്തെങ്കിലും ഓർമ്മ ഞാൻ എഴുതി വരും. അങ്ങനെ ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവം എനിക്ക് നല്ല റാങ്ക് തന്നു. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ സെക്കൻഡ് ഇയർ വന്നു, തേർഡ് ഇയർ വന്നു, ഫോർത്ത് ഇയർ, ഇങ്ങനെ ദൈവം വന്ന് ഒരു സ്റ്റെപ്പായി വന്നപ്പോഴത്തേക്ക് കുറെ ആൾക്കാരായി, ഞാൻ നല്ലൊരു പ്രാർത്ഥന കൂട്ടായി. ദൈവം ആ സമയത്ത് ടീച്ചർമാരെ നിർത്താൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ടീച്ചർമാർ ചില സമയത്ത് അവർ വന്ന് ഞങ്ങളുടെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അത് വളരെ അനുഗ്രഹമായി തീർന്നു. അപ്പൊ ഞങ്ങളുടെ ആൾക്കാർ കൂടിയപ്പോ ഞങ്ങളുടെ വാർഡൻ, ആലോചിച്ച് നോക്കണം, ആ വാർഡന്റെ പേര് വിനീത എന്നാണ്. ഞാൻ CM നഴ്സിംഗ് കോളേജ് ഭിലായിൽ പഠിച്ചൊരു കുഞ്ഞാ. കാരണം അവിടുന്ന് കേൾക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കേൾക്കൂലോ, അതവർക്ക് അതാവട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് എന്റെ വാർഡൻ ആദ്യം ഞങ്ങളുടെ തടസ്സം ഞങ്ങളുടെ വാർഡൻ എന്നോട് പറഞ്ഞൊരു കാര്യം, വിനീത ഞാൻ ദരി വാങ്ങിച്ചു തരട്ടെ, അല്ലെങ്കിൽ മുകളിലൊരു ദരി ഉണ്ട് അതെടുത്ത് ഉപയോഗിക്കണം. ആ വലിയൊരു ദരി ഞങ്ങൾ TV ഹാളിൽ പോയി ഇടും, ഞങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ചില സമയത്ത് 12-1 മണി വരെ നീണ്ടുപോയ ദിവസങ്ങളുണ്ട്. പക്ഷെ ദൈവം അതുപോലെ അവിടെ അത്ഭുത പ്രവർത്തി ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥന തക്കതായ മറുപടികൾ ദൈവം തരാറുണ്ട്. ഞാൻ 4-ാം വർഷം എത്തിയപ്പോൾ, ദൈവനാമത്തിന്റെ ഞാൻ പറഞ്ഞു, 4-ാം വർഷം എത്തിയപ്പോൾ അവിടെ ജാഗൃതി എന്ന് ഒരു കൊച്ചു വന്നു. ആ കൊച്ചു ഹിന്ദുവാണ്, ഠാക്കൂർ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അവളുടെ പപ്പ പൂജാരിയാണ്, അവളുടെ പപ്പ. അങ്ങനെ അവര് അവൾ വന്നേക്കണം. അപ്പൊ വീട്ടില് ഉള്ളില് ഒരു ദുഷ്ടാത്മ ഉണ്ടാവുന്നത് ഞാൻ അറിഞ്ഞില്ല. ലൈക്ക് അവിടുന്ന് കരയും. അപ്പൊ ഏത് ജൂനിയേഴ്സ് കരഞ്ഞാൽ ഞാൻ പോയി സമാധാനപ്പെടുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ അനുഭവിച്ച വേദന അവർ അനുഭവിക്കുന്ന ഓർത്ത് മാത്രം. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ജാഗൃതി എന്തിനാ നീ കരയുന്നേ, ഒരു 5-6 വട്ടം ചോദിച്ചു. ഇവള് മറുപടി പോലും തരുന്നില്ല. നോർമൽ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ ചോദിക്കും, നമ്മൾ സന്തോഷത്തോട് നീ ഒന്നുമില്ല ചേച്ചി, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതാണ് പ്രശ്നം നമ്മൾ പറയും. ഇതൊന്നും മിണ്ടുന്നേ ഇല്ല. അതേ ഒരു സൈഡിൽ നോക്കി അതേപോലെ ഇങ്ങനെ കണ്ടിൽ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ചുമന്ന് ഇങ്ങനെ കണ്ണീര് വീണോണ്ടിരിക്കുക. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പൊ ഡ്യൂട്ടിക്ക് പോയതായിട്ട് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ട്രാൻസ്ലേഷൻ പല 8-ാം ക്ലാസ്സിൽ ചെയ്തെന്ന് പറഞ്ഞത് ഞങ്ങളുടെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും അറിയായിരിക്കും. തൃശ്ശൂരില് പോലീസ് മട്ട എന്ന പാസ്റ്റർ ഉണ്ട്, മാത്യു പോലീസ് ആയിരുന്നു. പോലീസ് ജോലി വിട്ടിട്ടാണ് ദൈവവേലിക്ക് പോലീസ് മട്ടയാണ്. ആ പാസ്റ്റർക്ക് ഈ ദുഷ്ടാത്മാവിന്റെ മേലെ കരം വെച്ച് പ്രാർത്ഥിച്ച
ശരിക്കും പ്രത്യേക കൃപ കൊടുത്തിട്ടുണ്ട്. അത് പോകുന്ന ഒരു പാസ്റ്ററിന് പ്രാർത്ഥിക്കും. ട്രാൻസ്ലേറ്റ് ചെയ്യണ ഞാനാ. അപ്പൊ പലവട്ടം എനിക്ക് പേടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ണടച്ച് ഇവർ ചെയ്യുന്ന ഓരോ അത് കാണുമ്പോൾ എനിക്ക് പേടിയാ. ചെറിയ കൊച്ചല്ലേ ഞാൻ. അപ്പൊ ഞാൻ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് ട്രാൻസ്ലേഷൻ. അപ്പൊ പാസ്റ്ററിനോട് പറഞ്ഞു, നീ കണ്ണടച്ച് ട്രാൻസ്ലേഷൻ, നീ ദൈവത്തിന്റെ പൈതലാണ്. ദൈവത്തിന്റെ പൈതൽ നമ്മുടെ മേലെ വേറെ ആർക്കും അധികാരമില്ല. കണ്ണ് തുറന്ന് പേടിയില്ലാത്ത നീ ട്രാൻസ്ലേഷൻ ചെയ്യണം. അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ ഇന്നും ദൈവം അന്ന് എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാനും ദൈവം 8ാം ക്ലാസ് മുതൽ ഈ 4ാം വർഷത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് പാസ്റ്ററെ. കാരണം ലൈക്ക് ഈ കൊച്ചിനെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അന്ന് ഒരു ദിവസം കുറെ ജനക്കൂട്ടം ഒരു റൂമിന് മുമ്പിൽ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ക്യാ ഹുവാ യേ? ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ആർക്കങ്ങനെ ഭൂതം ഇളകിയതാ. അപ്പൊ ഞാൻ ശരിക്കും കേട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. ബിക്കോസ് എനിക്ക് പ്രാർത്ഥന നടത്തണമല്ലോ. അപ്പൊ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട്. അവിടെ പെട്ടെന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ കുരുങ്ങി വരുമ്പോഴത്തേക്കും എന്റെ വാർഡൻ ആരും കൊണ്ട് അയച്ചു പറഞ്ഞു, വാർഡൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വാർഡൻ എടുത്തപ്പോ വാർഡൻ എന്നോട് പറയാം, വിനീറ്റ, നീ ഒരു കാര്യം പറയാറില്ലേ, നീ പ്രാർത്ഥിച്ച ദൈവം നിനക്ക് എല്ലാം ചെയ്തു തരുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ മാഡം. അന്ന് എനിക്കൊരു കാര്യം പറഞ്ഞു, നീ ഇന്നൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് നോക്കണം നിന്റെ ദൈവം ചെയ്യുമോ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉദ്ദേശിച്ചത്? അതൊന്നും എനിക്ക് അറിയാം. പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി യൂണിഫോം ഒക്കെ മാറി പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പൊ യൂണിഫോം ഒക്കെ മാറാൻ ഞാൻ മാറി ഇങ്ങനെ ബാത്റൂം വഴി ഇങ്ങനെ തിരിച്ചു ഞാൻ ചോദിച്ചു, എന്നാ പറ്റി, ആർക്കും എന്റെ ടീച്ചർ പ്രാർത്ഥിക്കാൻ പറയാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ജാതിയിലൊരു പെങ്കൊച്ചില്ലേ, അവൾക്ക് ഭൂതം ഇളകിയതാ, അവൾ എല്ലാവരും പിടിച്ചടിച്ചിട്ടുണ്ട്. ഹിന്ദു ആദ്യം പൂജ നടത്തി, അവളെ പിടിച്ചടിച്ചു. അത് കഴിഞ്ഞിട്ട് മാഡം പറഞ്ഞു മുസ്ലിമെ വിളിക്കാൻ പറഞ്ഞു. മുസ്ലിംസ്മാരെ അവർ പ്രാർത്ഥന നടത്തി, അവരും പിടിച്ചടിച്ചു. പിന്നെ അവരുടെ വാർഡനെ പിടിച്ചടിച്ചു, അവളുടെ ടീച്ചർമാരെ പിടിച്ചടിച്ചു, എല്ലാവരും പിടിച്ചടിച്ചു. അപ്പൊ ഇനി മോളെ നീ അടുത്തത് നിൽക്കാന്ന് പറഞ്ഞു. കേട്ടോ, അങ്ങനെ തന്നെ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമായത്. അപ്പൊ പേടി നല്ലോണുണ്ട്. നിൽക്കുന്ന സത്യം പറയാതിരിക്കാൻ പറ്റില്ല. പേരുള്ളിൽ നല്ലോണുണ്ട്. പിന്നെ ഞാൻ ബൈബിൾ പിടിച്ച് മുട്ടിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ പണ്ടൊട്ടൊരു സ്വഭാവം, ഞാൻ സ്കൂളിൽ പോവാണെങ്കിലും ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ അതൊക്കെ ഞാൻ പറയാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ 8ാം ക്ലാസ് ഫ്രണ്ട്ഷിപ്പ് ഇട്ട സമയത്ത് ഞാൻ ബൈബിൾ കൊണ്ട് എല്ലാ ദിവസവും പോകും. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബൈബിളാണ്. അപ്പൊ ലഞ്ച് സമയത്ത് ഞാൻ എന്റെ ബൈബിൾ പിടിച്ചിട്ട് ഞാൻ പുറത്ത് പോയിരിക്കും. എന്റെ ബ്രദറൊക്കെ മരിച്ചുപോയ സമയത്ത് ആ ഗ്രൗണ്ട് ഒക്കെ നോക്കി ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ലൈക്ക് എന്റെ ബ്രദർ വാസ് പ്ലേയിങ്, ലൈക്ക് അതൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പൊ ഞാൻ ബൈബിൾ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഫുഡൊക്കെ പുറത്തുനിന്ന് ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്, അവരുടെ കൂടെ അല്ല കഴിക്കുന്നത്. കാരണം ഇതിന് വേർപാട് വേണം, അവർക്ക് ദൂരെ അകണം, ദൂരെ ആവണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അവർക്ക് ദൂരെ പയ്യെ ആയിട്ട് ദൂരെ എനിക്ക് മനസ്സിലേക്ക് ദൈവാക്കുന്നു ഞാൻ ചെയ്തത്. അപ്പൊ എപ്പോഴും ഈ ബൈബിൾ എന്റെ കൂടെ ഉണ്ട്. അത് പറയാൻ വേണ്ടിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ എവിടെ ചെയ്യും, ഞാൻ കോളേജിൽ പോയിട്ട് ഒരു ദിവസം ഇന്ന് വരെ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ പോലും ബൈബിൾ കൊണ്ട് എന്നെ പോകാറുള്ളൂ. ഞാൻ ബൈബിൾ വിട്ടിട്ട് എങ്ങും പോയിട്ട്, ബിക്കോസ് എനിക്ക് വേറെ ആൾക്ക് വേറെ പറഞ്ഞിട്ടില്ല. പക്ഷെ ലൈക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്കൊരു വിഷമം എനിക്ക് തുറന്ന് വായിക്കാൻ പറ്റും. എന്റെ ഒരു കൂട്ടുകാരൻ എല്ലായിട്ടും എനിക്ക് ബൈബിൾ എനിക്കുള്ളൂ, വേറെ ആരും എനിക്കില്ല. എന്റെ സമയം എനിക്ക് ആരും പറയാൻ പറ്റും. ഞാൻ എന്റെ ബ്രദറും പോയി, എനിക്ക് വേറെ ഇല്ല. മമ്മിയോട് പറയുന്നത് എനിക്ക് വിഷമാണ്. അങ്ങനെയൊക്കെ. അങ്ങനെ ഈ പെൺകൊച്ച് അപ്പൊ ഞാൻ ഇത് പിടിച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോയി കഴിഞ്ഞപ്പോ അവിടെ എന്നാ പറയുന്നത്, എന്റെ ഒരു ജൂനിയർ ഉണ്ട്, അഞ്ജലി എന്ന് പറഞ്ഞ, സോറി, എനിക്കൊരു ജൂനിയർ ഉണ്ട്. ആ ജൂനിയറും ഞങ്ങൾ രണ്ടുപേരും, എലീഷ എന്ന് പറഞ്ഞ ജൂനിയർ, ഞങ്ങൾ രണ്ടുപേരും, ഞാൻ എലീഷ ബാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ എലീഷ പറഞ്ഞു, ചേച്ചി ഞാനൊന്നില്ല ഈ കാര്യത്തിന്, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പൊ എലീഷ പേടിക്കണ്ട, എലീഷ നമ്മുടെ കൂടെ. ഈ പറയുകയാണെങ്കിൽ എന്റെ ഉള്ളിൽ ഭയങ്കര പേടിയാ പാസ്റ്ററെ. എന്നാലും ഞാൻ പറഞ്ഞു, എലീഷ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് ബൈബിൾ പിടിച്ച് ഞങ്ങൾ അകത്ത് കയറുന്ന ഫുൾ ആൾക്കാരാ. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം ഞങ്ങൾ ഇവിടെ ഒരു ഷോ ഓഫ് ചെയ്യാനെല്ലാം വന്നേക്കണം, ഇതിലെല്ലാവരും പോവാൻ പറഞ്ഞു. മാഡം ബാക്കിയുള്ള ടീച്ചർമാർ ഇരുന്നോട്ടെ, ഹിന്ദു മുസ്ലിംസ് ആരൊക്കെ പൂച്ച അവർ ഇരുന്നോട്ടെ, ബാക്കി ആരും ഇവിടെ വേണ്ട, ഇതിൽ എല്ലാവരും ഞാൻ സ്റ്റഡി അവർ ഇൻചാർജ് ആയിരുന്നു. അപ്പൊ സ്റ്റഡി അവർ നടക്കുന്ന സമയം വേണം, സ്റ്റഡി അവർ പോകാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ വേണം എല്ലാവരും പോകാൻ പറഞ്ഞു. വാതിലടച്ചിട്ടു. ഞാൻ അകത്ത് കയറി ബൈബിൾ പിടിച്ച് വാതിലടയ്ക്കും. ഈ പെണ്ണ് ഓളിട്ട് പറയാൻ തുടങ്ങി, ഇതൊരു തീയാണേ എന്ന് പറഞ്ഞു. അത് ഓടി തീയാന്ന് പറഞ്ഞ് പോകുന്നു. ഒരു മൂലയ്ക്ക് പോയി പതുങ്ങി ഇങ്ങനെ ഇരിക്കണം. അത് കേട്ടപ്പോ എനിക്ക് ഒരു ബലം വന്നു. യെസ്, ലോർഡ് ഈസ് വിത്ത് മീ, ജീസസ് ഈസ് വിത്ത് മീ. എനിക്ക് നല്ലൊരു വിശ്വാസമായി. അപ്പൊ ഞാൻ എലീശയുടെ കൈ കോർത്തിങ്ങനെ പിടിച്ചു. എന്നിട്ട് പൈ പറഞ്ഞു, എലീശ കണ്ട, പേടിക്കണ്ട, ദൈവം നമ്മളെ കൂടെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ മുട്ടുന്നവർ വെച്ച് ദൈവനാമത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, എല്ലാവരും പിടിച്ചടിച്ചു. ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ യേശു നാമത്തെ, നിനക്ക് എന്നെ തൊടാൻ അധികാരമില്ല, ഞാൻ ദൈവത്തിന്റെ പയർ, നിനക്ക് എന്നെ തൊടാൻ അധികാരമില്ല. അതേ പടിയോളം എത്ര സ്പീഡിലവർ അതേ സ്പീഡിൽ പുറത്ത് ബാക്കോട്ട് പോകും. ആ സമയത്ത് അവൾ ദുഷ്ടാത്മാവുടെ ഉള്ളിൽ വരുമ്പോൾ അവൾക്ക് പ്രത്യേക ഒരു ശക്തി വരും. ഞങ്ങളുടെ വണ്ണുള്ള 2 സാറന്മാർക്ക് അവൾ എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ അവൾക്ക് ദുഷ്ടാത്മന് ശക്തി അവൾ വരും. അങ്ങനെയൊക്കെ. പിന്നെ ഉള്ള ദുഷ്ടാത്മ വന്ന ഈ ലെഫ്റ്റ് ഹാൻഡോട് എഴുതാൻ തുടങ്ങും. ലെഫ്റ്റ് ദൈവത്തിന്റെ അവളുടെ ദേവി ദേവക്കന്മാരുടെ ഫോട്ടോകൾ വരയ്ക്കാൻ തുടങ്ങും.
എന്നെ കുറിച്ച് അനാവശ്യങ്ങൾ എഴുതാൻ തുടങ്ങും. അങ്ങനെ പല പല കാര്യം. അതൊക്കെ പിന്നീടാണ്. നമുക്ക് അവൾ ലെഫ്റ്റ് ഹാൻഡ് അങ്ങനെ ഒരു ശക്തി അവളുടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവൾക്ക് സൗഖ്യം വന്നു. ഇച്ചിരി കുറഞ്ഞു. അവളെ വിട്ടു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാന്നാലും ടീച്ചർമാർ എന്നെ വിളിക്കുന്നത്. "ഇനി വാ പ്രാർത്ഥിക്കണം" എന്ന് പറഞ്ഞു. ഞാൻ പോയി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആയി ഈ ഹിന്ദു പെണ്ണുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളുടെ പപ്പ കാണാൻ വന്നു. അവളുടെ പപ്പ ഠാക്കൂറാ ഞാൻ പറഞ്ഞു. പൂജാരിയാണല്ലോ. അപ്പൊ അവര് മഹാസമുദിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മഹാസമുദിലുള്ള ആൾക്കാർ. അവളുടെ പപ്പ ഒരു സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. പക്ഷെ ആള് പൂജാരിയും കൂടിയാണ്. അങ്ങനെ ആളോട് പറഞ്ഞു, "ഈ വിനീറ്റ പ്രാർത്ഥന കാരനാണ് ഈ ക്രിസ്ത്യാനി പ്രാർത്ഥന ദുഷ്ടാത്മ ഇത്രയും കയറുന്നതെന്ന് പറഞ്ഞു." ഇത് കേട്ടപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ദേഷ്യമായി. ആളിപ്പോ എന്റെ പ്രിൻസിപ്പൾ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു. "മാഡം, നിങ്ങൾ വിനീറ്റോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. അവൾ എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അവളുടെ പ്രാർത്ഥന നടത്താം. ക്രിസ്ത്യാനികളെ വിളിക്കുക. മതം മാറ്റുന്ന പരിപാടിക്കാണ് അവൾ ഇങ്ങോട്ട് കയറി വന്നത്" എന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ കേട്ട് ഇതൊക്കെ ഞാൻ അറിയുന്നില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ എന്റെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു പറഞ്ഞു, "വിനീറ്റ, ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്." അപ്പൊ ഞാൻ അകത്ത് കയറി. അപ്പൊ ചോദിച്ചു, "പ്രാർത്ഥന ഒക്കെ എങ്ങനെ നടക്കണമെന്ന് ഏറ്റവും ആദ്യം ചോദിച്ചു." ഞങ്ങൾ ദൈവകൃപ നല്ലോണം നടക്കും. നമ്മൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഞങ്ങൾ ഇത് നന്നായി നടക്കുന്നുണ്ട് മാഡം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, "ഓക്കെ. പ്രാർത്ഥന ആരൊക്കെ വരാറുണ്ട്?" അപ്പൊ ഞാൻ പറഞ്ഞു, "എല്ലാരും വരാറുണ്ട് മാഡം." അപ്പൊ "നീ ആരൊക്കെ വിളിക്കാറുണ്ട്?" ഞാൻ പറഞ്ഞു, "ആ, ഞാൻ എല്ലാരും വിളിക്കാറുണ്ട്. ആർക്കോ ഇഷ്ടം അവർ വന്നോട്ടെ. അപ്പൊ എല്ലാരും വിളിക്കാറുണ്ട്" എന്ന് പറഞ്ഞു. "നീ ജാഗ്രത വിളിക്കാറുണ്ടോ?" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ആ, ഇനീഷ്യൽ ആൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് വാ പ്രാർത്ഥിക്കുക. പിന്നീടൊക്കെ അവള് എന്നെ ഇങ്ങോട്ട് വന്ന് പറയാറ് അവൾക്ക് സമാധാനം കിട്ടുന്നത്. അവളപ്പൊ വന്ന് ഇരിക്കാറുണ്ടെന്നാണ്." ഇനി അവളെ വിളിക്കേണ്ട ആവശ്യമില്ല. അവളല്ല വേറെ മതത്തിലുള്ള ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യം. കാരണം നിന്റെ പേരിൽ ആള് മതം മാറ്റുന്നതൊക്കെ കേസ് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ മോളെ, നീ 4-ാം വർഷം അവസാനം ആവാറായി. ഇനി 5 മാസം കൂടി ഉള്ളൂ. നിന്റെ പഠിത്തവും നിന്റെ ഇത്രയും വർഷവും നിന്റെ നല്ല മാർക്ക് കിട്ടലൊക്കെ ഒറ്റയടിക്ക് അതായി പോകും. അത് കേട്ടപ്പോ എനിക്ക് ദൈവമേ, എനിക്ക് ഭയങ്കര വിഷമായി പോയി. ഞാൻ പുറത്തിറങ്ങി. അപ്പൊ എന്റെ പ്രേയേഴ്സിലുള്ള പിള്ളേർ എന്റെ കൂടെ നിൽപ്പുണ്ട്. പക്ഷെ എന്നാത്തിനെ വിളിച്ചേ? അപ്പൊ അവളുടെ ക്ലാസ്സിൽ ഒത്തിരി പിള്ളേർ എന്റെ കൂടെ ഇപ്പൊ പ്രേയറിൽ വരുന്നത്. അപ്പൊ അവർ ഓൾറെഡി അറിഞ്ഞായിരുന്നു ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ പറഞ്ഞു, "ചേച്ചി, ഞങ്ങൾ അറിഞ്ഞത് അതുകൊണ്ട് ഞാൻ പുറത്ത് കാത്തു." ഞാൻ അവരൊരു മുറി കൊണ്ടുപോയി പറഞ്ഞു, "ചേച്ചി വിഷമിക്കണ്ട, ദൈവം നമുക്കിട്ട് പ്രവർത്തി." ഞാൻ കണ്ണുനീര് പറഞ്ഞു, "കർത്താവേ, നീ ഒരു അത്ഭുതം ചെയ്യണം. ഈ പറഞ്ഞ ആളോട് തന്നെ അപ്പച്ചൻ പറയിപ്പിക്കണം. എന്റെ യേശു സത്യ ദൈവം എന്റെ അപ്പച്ചൻ പറയിപ്പിക്കണം" പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന ഉണ്ട്. അല്ലാതെ എല്ലാം വിശദീകരിച്ച സമയമില്ല. മുസ്ലിമുകളുടെ പ്രാർത്ഥനയ്ക്ക് പോയി. മറ്റു ആ പെൺകുട്ടി തിരിച്ചു വന്നു. പിന്നീട് ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ അവളെ മുസ്ലിം മൗലവിയുടെ അടുത്ത് കൊണ്ടുപോയി. മൗലവി അപ്പൊ അവളുടെ കഴുത്തിൽ കൊന്ന കിടപ്പുണ്ട്. അവർ പറഞ്ഞു, "നിങ്ങൾ ഇതിനകത്ത് വിശ്വസിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക. അതല്ലെങ്കിൽ ഇത് ഊരിയാൽ മാത്രം ഞങ്ങളത് ചെയ്യത്തുള്ളൂ" എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ഊരി കളഞ്ഞു. പറഞ്ഞു, "വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിംസിനെ മതി" എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ എന്തൊക്കെ പൊടി കളർത്തി അവരുടെ കയ്യെ കൊടുത്തു. അതിന്റെ ഇവൾക്ക് ദുഷ്ടാത്മ വരുമ്പോ ഇത് അവരുടെ വായിൽ കൊടുക്കും, വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും. അത് കൊടുക്കുമ്പോൾ ഇവൾ മണിക്കൂറോളം സെഡേറ്റ് ആയി കിടക്കുന്നവർക്ക് എടുക്കും. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് വിഷയങ്ങൾ. ആൾക്കാർ ഇതൊക്കെ എന്നോട് പറയും. ഇപ്പൊ അവളുടെ ക്ലാസ് കഴിഞ്ഞ പ്രേയേഴ്സിലുണ്ട് പറയും, "ചേച്ചി നേരെ സംഭവിച്ചു, അവരെന്തോ കളർത്തി കൊടുത്തു, അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല" എന്നൊക്കെ വന്ന് പറയും. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞു, "നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിവുള്ളൂ." അത് കഴിഞ്ഞിട്ട് ഇത് കുറയുന്നില്ല. അങ്ങനെ ആളെല്ലാ പടികളും കയറി ലാസ്റ്റ് ഇവൾക്ക് ആശുപത്രി വെച്ച് വരും, ഹോസ്റ്റലിൽ വെച്ച് വരും, ഇങ്ങനെ എപ്പോഴും വരും. അത് കാരണം ടീച്ചർ അവളെ റെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പറഞ്ഞു, "നിങ്ങൾ നിങ്ങളുടെ മോളെ കൊണ്ടുപോക്കും, ഇനി സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല, നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ പറ്റില്ല" എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ പപ്പ കൊണ്ടുപോയി 2-3 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും അടുത്ത് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. അവര് പറഞ്ഞു, "നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചു നോക്ക്. യേശുവിനാൽ കഴിയാത്തതൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കും. എന്തേ നിങ്ങൾ എല്ലാം നോക്കിയതല്ലേ, ഇതും കൂടെ ഒന്ന് നോക്കിക്കോ" എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഇവളുടെ പപ്പ തീരുമാനിച്ചു, "ഓക്കെ, പോയേക്കാന്ന്" തീരുമാനിച്ചു. അങ്ങനെ അവളുടെ പപ്പയും മമ്മിയും എല്ലാരും കൂടിയിട്ട് പോയി. അപ്പൊ അവിടെ ഒരു മലയാളി പാസ്റ്റർ ആണ് ഉള്ളത്. മാസം ഞാൻ ആ പാസ്റ്റർ അറിയത്തില്ല. മാസം മലയാളി പാസ്റ്റർ ആണ് ഉള്ളത്. ആ പാസ്റ്റർ പറഞ്ഞു, "നിങ്ങൾ ഉപവസിച്ച് 7 ദിവസം പ്രാർത്ഥിക്കുക. അറ്റ്ലീസ്റ്റ് 3 ദിവസം നിങ്ങൾ ഉപവാസിരിക്കുക. ദൈവം അത്ഭുതം ചെയ്യുന്നു." അങ്ങനെ എല്ലാവരും കൂടി ഉപവാസം ഇരുന്നു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവവചനം പാസ്റ്റർ കൊടുക്കാൻ തുടങ്ങി. ആ ലാപ്ടോപ്പ് അഴിച്ചു പൊട്ടിക്കും. ഇവര് പണിയനുസരിച്ച് സെറ്റിലായ ആൾക്കാരാണ്. എല്ലാം അഴിച്ചു തകർച്ച് പൊട്ടിക്കല ഇവൾക്ക് പണിത് ദുഷ്ടാത്മാ കയറുമ്പോൾ. യേശുവിന്റെ വചനം വെക്കാനേ സമ്മതിക്കില്ല. അവനൊക്കെ ആയ സമയത്ത് ലൈക്ക് ഈ ദേവദാസൻ പറഞ്ഞു, "നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം അത്ഭുതം. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥന." അങ്ങനെ ഇവര് കണ്ടിന്യൂ പ്രാർത്ഥിച്ച് പോയി ഇവളിലുള്ള ദുഷ്ടാത്മാവും ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് പിന്നെ ആ രോഗം വരാതെയായ പോലെയായി. ലൈക്ക് പിന്നെ ദുഷ്ടാത്മ വരാതെയായ പോലെയായി. അങ്ങനെ ഈ പെൺകൊച്ച് സ്കൂളിലേക്ക് തിരിച്ചു വരുന്നു. സ്കൂളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്റെ കുട്ടി കഴിഞ്ഞ് പോവാ. റൂമിന്റെ പേര് പുറകെ ഓടി എന്നെ കെട്ടിട്ട്, "ചേച്ചി, ഞാൻ വന്നു എന്ന്." ഞാൻ കണ്ടപ്പോ എന്റെ കർത്താവേ ദൈവമേ. അപ്പൊ ഞാൻ പറഞ്ഞു, "എനിക്ക് ക്ലാസ് ഉണ്ട്." ഞാൻ വെറുതെ പറയുന്ന കേട്ടോ. "എനിക്ക് ക്ലാസ്, ഞാൻ പിന്നെ കാണാം." "ഇല്ല ചേച്ചി, എന്റെ പപ്പയ്ക്ക് കാണണമെന്ന് പറഞ്ഞേക്കണേ." എന്റെ ഉള്ളിൽ, ദൈവമേ, ഇന്ന് എന്റെ പഠിത്തം കഴിഞ്ഞൂല കർത്താവേ, ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. അപ്പൊ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാം, "എന്റെ യേശപ്പച്ച, പ്ലീസ് കർത്താവേ, എന്റെ പഠിത്തം കളയരുത് കർത്താവേ. എന്റെ പപ്പ മമ്മി കഷ്ടപ്പെട്ടേച്ചിട്ട് ആ കാശ് കൊടുത്തേക്കണ കർത്താവേ. എന്റെ പഠിത്തം നഷ്ടപ്പെട്ട് പോകരുത്." യേശുവിന്റെ മനസ്സിൽ പ്രാർത്ഥിക്കുവാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, "ജാഗ്രത, നീ പോ, ഞാൻ വരാം, കാണാൻ വരാം" എന്നൊക്കെ ചുമ്മാ പറയുന്നതാ.
പോകണം തീരുമാനം ഒന്നും മനസ്സിലായി, വെറുതെ പറയുന്നതാ. എന്നിട്ട് അവളോട് ചേച്ചി ഉടനെ വരുന്ന പറഞ്ഞാൽ അവള് പോയി. അന്ന് ഞാൻ ബാത്റൂം തുണി കഴുകാൻ പോയപ്പോ പിയോൺ വന്നിട്ട് എന്ന് പറഞ്ഞു വിനീച്ചനെ ടീച്ചർ വിളിക്കുന്നുണ്ട്. റൂം കയറാൻ വന്ന് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ നീ പറഞ്ഞോ കുളിക്കാന്ന് പറയാന്ന് പറഞ്ഞു. ബിക്കോസ് എനിക്കറിങ്ങനെ കുറെ കഥ നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ പേടി കരഞ്ഞ് പോകാൻ ആഗ്രഹമില്ല. അപ്പൊ അവള് പോയി പറഞ്ഞു അവള് കുളിക്കാന്ന്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പിയോണ്ട് പറഞ്ഞു വിട്ടു വിനീച്ച വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തുണി കഴുകുക. അപ്പൊ എന്റെ കൂട്ടുകാർ മലയാളികളാണ്. പക്ഷെ എനിക്ക് ഇവരെല്ലാരും മലയാളികൾ കുറെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും നമ്മളെ ജീവിതശൈലി കാരണം ഇവരായിട്ട് കൂടുതൽ കൂട്ടുകൂടാൻ പറ്റില്ല. ലൈക്ക് അവരൊക്കെ ഹോളി ആഘോഷിക്കുമ്പോ ഞാനൊരു കൂട്ടുകൂടാറുണ്ടായിരുന്നു. അപ്പൊ എന്നെ കളിയാക്കും, എന്നെ ഒത്തിരി കളിയാക്കും, ഒത്തിരി കാര്യങ്ങളൊക്കെ പറയും. ഓ നീ മാത്രം ഒരു അതാ അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ എനിക്ക് ഹോളിയുടെ ദിവസം ഞാൻ എന്നും ഓർക്കുന്നില്ല. എന്റെ മേത്ത് ആരും കളറ് പൂശൊന്നും ഓർത്ത് ഞാൻ ഓടി അതിരാവിലെ 4 മണിക്ക് നാടിങ്ങനെ ഓടി മേളിലേക്ക് മോളിൽ റൂമുണ്ട്, അവിടെ ആരും വരില്ലെന്ന് അറിയാം. ആ സമയത്ത് ഞങ്ങളുടെ മോളിത്തെ ഛത്തില് വേറെ ഫ്ലോർ പണിതോണ്ടിരിക്കുക. അവിടെ ഒരു മുറിയുണ്ട്, അവിടെ ആരും ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും മിച്ചറും ബൈബിളും പഠിക്കാനുള്ള പുസ്തകവും വെള്ളം പിടിച്ച മുകളിൽ പോയി ഒളിച്ചിരിക്കുക. അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു സമയം പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ലൈക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അത് മാത്രം ഞാൻ ചെയ്യുന്നത്. ലൈക്ക് മോളെ ഞാൻ ദൈവത്തിന് എന്റെ കളർ തേക്കരുത്, ഞാൻ ദൈവത്തിന് ഞാൻ അവിടെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ നടക്കും, ഞാൻ അവിടെ പോകത്തില്ല. ലൈക്ക് എനിക്ക് സിനിമ പാട്ടൊക്കെ കേട്ടപ്പോൾ എന്റെ ചെവിക്ക് ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നും. അപ്പൊ ഞാൻ പോകത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ദൈവാത്മനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും ഓരോ ദിവസം. ഇല്ല മോളെ നമ്മളിങ്ങനെ ജീവിക്കുന്ന ദൈവനെ പറഞ്ഞു തന്നോണ്ടിരിക്കുക. എന്റെ മമ്മി പപ്പയെ ഫോൺ വിളിക്കുമ്പോൾ കുറെ കാര്യം പറഞ്ഞു തരും. പാസ്റ്റർ ആന്റി അങ്കിൾമാര് എന്റെ ജീവിതത്തിൽ ദേവദാസന്മാർ ഒത്തിരി റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. എനിവേ ലൈക്ക് ദേ ഹെൽപ്പ് മീ. ലൈക്ക് നമ്മൾ വചനത്തിൽ ഓരോ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇവളെന്നെ വിളിച്ചു, നീ പ്രിൻസിപ്പൾ വിളിക്കാൻ പറഞ്ഞു പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പോയപ്പോ ഞങ്ങളുടെ അവിടെ ഒരു പുതിയ സാറ് വന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഒരു MSc ഒരു ടീച്ചർ വന്നിട്ടുണ്ട്, സൈക്കോളജി പഠിപ്പിക്കുന്ന സൈക്കട്രിക് പഠിപ്പിക്കാൻ ഒരു സാർ ഉണ്ടായിരുന്നു. അപ്പൊ ആ സാറൊക്കെ തേർഡ് ഇയറിൽ പഠിപ്പിച്ച സാറാണ്. അപ്പൊ എനിക്ക് അവരും കൂടി നാണക്കെടാൻ വയ്യ, കാരണം ദൈവത്തിന് അറിയുന്ന ആൾക്കാരെ മുന്നിൽ നാണക്കെടാൻ വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു ഈശോപ്പച്ചി സാറ് പോയിട്ട് ഞാൻ പോകത്തുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം പോയി നോക്കി ആരും കണ്ടില്ല. രണ്ടാമത്തെ പോയി നോക്കി, മൂന്നാമത്തെ പ്രാവശ്യം പോയി നോക്കിയപ്പോ എന്റെ പ്രിൻസിപ്പലിനെ കണ്ടു. കം ഇൻസൈഡ് എന്ന് പറഞ്ഞു. എന്റെ കർത്താവെ കൈ ദൈവം തുടങ്ങി കർത്താവെ സ്തോത്രം 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 മനസ്സിനുള്ളിൽ സ്തോത്രം 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 പറഞ്ഞോണ്ട് അകത്ത് കയറുമോ. അകത്ത് കയറും. ഞാൻ നോക്കി എന്റെ കർത്താവ് ഫുള്ള് ടീച്ചർമാര്, അറിയാത്ത ഒരാളും. ഇപ്പറ നോക്കിയപ്പോ ജാതി. അപ്പൊ എനിക്ക് മനസ്സിലായി കാര്യം വേറെ എന്തോ ആണ്. ഭയങ്കരമായിട്ട് പേടിച്ചുള്ളിക്കോണം. പിന്നെ കുഴപ്പമില്ല, ദൈവത്തിന് ഇഷ്ടം അതാണ്. എനിക്ക് കുഴപ്പമില്ല വെച്ചാൽ ഞാനൊരു സ്റ്റാൻഡ് ദലത്തോടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ പപ്പ ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറയാം, ഇതാണ് വിനീറ്റ പോൾസൺ. എന്നോട് പറഞ്ഞു ഇതാണ് ജാഗ്രതയുടെ പപ്പ. അങ്ങനെ പറയുമ്പോഴത്തേക്കും ആള് പെട്ടെന്ന് കാലേക്ക് വീണ് ഇങ്ങനെ കൈക്കൂപ്പി പറയും, ബേട്ട മുझे മാഫ് കർ ദേ, മോനെ എന്നെ ക്ഷമിക്കണം, എനിക്കറിയാം ജാഗ്രത എന്നോട് പറഞ്ഞു, എന്റെ കാരണം എനിക്ക് ഒത്തിരി ഞാൻ പ്ലീസ് അങ്ങനെ കൈയൊന്ന് കൂപ്പല്ലേ, ഞാൻ ആരും എന്റെ മുന്നിൽ കൈ കൂപ്പരുത്, ഞാൻ നിങ്ങളുടെ മോളെ പോലെ എന്റെ മുന്നിൽ കൈ കൂപ്പല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആള് കുറെ കാര്യങ്ങളൊക്കെ എല്ലാവരും വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി എന്റെ മോൾക്ക് വേണ്ടി ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥന, ബെന്തിക്കോസ് ആയ ഒരു പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കാവൂ, വിനീറ്റും സാഗർ സാറല്ലാതെ വേറെ ആരും എന്റെ കൊച്ചിന് പ്രാർത്ഥിക്കരുത്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് എന്റെ അപ്പച്ചൻ, എന്റെ പപ്പ, ഈ ലോകത്തിൽ ആരും സ്നേഹം എന്റെ പിതാവ് എന്റെ ടീച്ചറുടെ വിധത്തിൽ ബുദ്ധി കൊടുത്തു. പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം വന്ന് പറഞ്ഞിട്ടുള്ളതാ ഈ കൊച്ച് മതം മാറ്റുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾ എഴുതി തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പേപ്പറും കാർബൺ കോപ്പിയൊക്കെ അതിനകത്തായിട്ട് ഒരു പേപ്പർ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ അങ്ങളോട് എഴുതിപ്പിച്ചു, അപ്നി ബേട്ടി, ഞാൻ എന്റെ മോളെ ക്രിസ്ത്യാനി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം, ഞാനൊരു പൂജാരിയാണോ ഹിന്ദുവാണോ ഓക്കെ, പക്ഷെ സ്വന്തം ഇഷ്ടത്താലെ ക്രിസ്ത്യാനി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഈ കൊച്ചിന് എന്റെ മോളെ ഇവർ രണ്ടുപേരുടെ കയ്യിൽ മാത്രം കൊടുക്കുന്നു, ഇവരല്ലാതെ വേറെ എന്റെ മോൾക്ക് പ്രാർത്ഥിക്കുന്നു. എന്റെ അപ്പച്ചൻ എന്നെ നിയമിച്ച സ്കൂളിൽ എന്നെ അനാവശ്യ എന്റെ ജൂനിയേഴ്സ് പോലും എന്റെ സൈഡിൽ കൂടെ പോകുമ്പോ എന്നെ കമന്റ് ചെയ്ത് പോയ ദിവസങ്ങളുണ്ട്. ഞാൻ സീനിയർ, ഞങ്ങളുടെ അവിടെ ഒന്നും സീനിയർ അപ്പൊ ഞാൻ കമന്റ് ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. പഠിത്തമൊന്നുമില്ല, മതം പ്രവർത്തനമായിട്ട് നടക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇൻഡയറക്ട് എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ദൈവത്തിന് ഹൃദയത്തോട് നന്ദി പറഞ്ഞു. കാരണം എന്റെ അപ്പച്ചൻ വാക്കുകൊണ്ട് പറഞ്ഞ കംപ്ലൈന്റ് റിട്ടേൺ എഴുതിപ്പിച്ചു, ഇനി എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകഴിഞ്ഞിട്ട് അവിടെ കുറെ അത്ഭുതങ്ങൾ നടന്നു, പറയാൻ ഇപ്പൊ സമയമില്ല. ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. ഞങ്ങൾ ഇവളെയും എന്നെ ഒരു മുറിയിലേക്ക് ആക്കി. ഇവൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറെ നാൾ 3-4 മാസം കഴിഞ്ഞപ്പോ ഇവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് വരാൻ തുടങ്ങിയപ്പോ ഞാൻ എന്റെ പ്രിൻസിപ്പൾ പറഞ്ഞു, അതിന്റെ ഓടം പറഞ്ഞു, വിനീച്ച അവളുടെ കൂടെ താമസിക്കണം. എന്റെ കർത്താവ് പ്രാർത്ഥിക്കണവരെ ഓക്കെ ഒരുമിച്ച് താമസിക്കാന്നൊരു മനസ്സിലത്. എന്നിട്ട് ഈ ബൈബിള് വിളിച്ചിങ്ങനെ കിടക്കും. ഞാൻ ഈ ബൈബിൾ വായിച്ചിങ്ങനെ കിടക്കും. അതിന്റെ ബൈബിൾ സൈഡിൽ വെക്കും. വേറെ ഒന്നിനല്ല, എനിക്കൊരു ബലം എന്ന് മാത്രം. അപ്പൊ ഇവൾക്ക് രാത്രി അപ്പൊ ഇവൾക്ക് ചിലപ്പോൾ ഇത് വരും. കറക്റ്റ് വരും ദിവസങ്ങൾ എപ്പോഴാണെന്ന് അറിയും. പ്രാർത്ഥന വിടുന്ന ദിവസം ഒന്നല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി ആയിരിക്കും. എന്നിട്ട് ഇവള് മൂങ്ങ എന്താ പറയാ, വാക്കുകൊണ്ട് സംസാരിക്കാതെ ആക്കും.
ചെവി കൂടെ കേൾക്കാതെ ആകും. ഞാൻ വചനം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏ ഏ ഏ ഇങ്ങനെ ചെയ്യും. അതെനിക്ക് മനസ്സിലായി, എന്റെ ദൈവമേ, ചെവിയും വായും അടക്കുന്ന ദുഷ്ടാത്മാവ് ഈ ഭൂമിയിലുണ്ടെന്ന്. അപ്പൊ എനിക്ക് ലൈക്ക് ഇങ്ങനെ ചില ആൾക്കാർ വചനം പറയാൻ മനസ്സിലാവത്തില്ല, അവർ നമ്മൾ തർക്കിക്കണം എന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി, ചെവി സാത്താൻ ഒരു ചെവി മായ അടിച്ചേക്കോ, വേറെ ഒന്നല്ല വിഷയം. അങ്ങനെ ഒത്തിരി കാര്യം ദൈവം ആ സമയത്ത് മനസ്സിലാക്കിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യം നടന്നിട്ടുണ്ട്, പറയാൻ സമയമില്ല. അങ്ങനെ പയ്യെ പയ്യെ ദൈവം സഹായിച്ച് ഇവിടെ ദൈവം ഒത്തിരി ഒത്തിരി കുറഞ്ഞു വരാൻ തുടങ്ങി. എന്നിട്ട് ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞ, ഞങ്ങൾക്ക് അവിടെ ഫിലിപ്പാൻറ്റി അങ്കിൾ എന്ന് പറഞ്ഞൊരു ആന്റി അങ്കിൾ ഉണ്ടായിരുന്നു വിലയില്. അവർക്ക് വലിയൊരു വണ്ടി ഉണ്ട്, അവർ നമ്മളെല്ലാവരും കൂട്ടിക്കണം. അപ്പൊ ഇവൾക്ക് ഇങ്ങനെ ദുഷ്ടാത്മ ഇവിടെ വരത്തില്ല, ഇവളെ പിടിച്ച് കേറ്റണം നമ്മള്. അപ്പൊ അങ്ങനെ കയറ്റിയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകും. അപ്പൊ എന്റെ പാസ്റ്റർ ആന്റി അങ്കിളുമാരും ഈ ആന്റിയൊക്കെ പറയും, പാവിന് ഒത്തിരി കഷ്ടപ്പെടുന്നു, പക്ഷെ മോനെ ദൈവം നിനക്ക് ഉറപ്പായിട്ട് നിനക്ക് പ്രതിഫലം. നമ്മൾ ഇല്ല, എനിക്ക് ദൈവത്തിന് ജീവിക്കുന്ന ഒത്തിരി ഇഷ്ടം, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ദൈവമോഹത്തിന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെല്ലാം തീരുമാനിച്ച് 3 ദിവസത്തെ പ്രാർത്ഥന, ഒരു പാസ്റ്റർ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അവൾക്ക് പൂർണ്ണ ദൈവം സൗഖ്യം തന്നു. ശരിക്കും ലൈക്ക് ദൈവം നമ്മളെ കാണിച്ച പ്രകാരം തന്നെ അവൾ പൂർണ്ണം, അവൾക്ക് പ്രാർത്ഥിക്കുന്നത് ദൈവം ശരിക്കും വിടുതൽ തരാറുണ്ടായിരുന്നു. അതൊക്കെ വലിയ സാക്ഷ്യം, ഒത്തിരി കാര്യം പറയാൻ പക്ഷെ ഇല്ല സമയം. അപ്പൊ അങ്ങനെ ദൈവം ഒത്തിരി അത്ഭുത പ്രവർത്തികളും ആ കോളേജ് സത്യകാര്യം ലാസ്റ്റ് ആയപ്പോ അവിടെ 50 മേലുള്ള ആൾക്കാരെ ദൈവം നമുക്ക് തന്നു. ഹോസ്പിറ്റലിൽ പല സിസ്റ്റർമാര് വിശ്വാസത്തിലും പല അറ്റൻഡേഴ്സ് വിശ്വാസത്തിൽ വന്നു, പല പേഷ്യനോട് ദൈവം പറഞ്ഞു. സോ എനിക്ക് എന്റെ മിഷൻ സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ലൈക്ക് ഞാൻ ബൈബിൾ കോഴ്സ് എന്നെ വിട്ടില്ലെങ്കിലും എന്റെ അപ്പച്ചൻ എന്നെ എടുത്ത് ഉപയോഗിക്കുന്ന വെച്ചാൽ എന്റെ അപ്പച്ചനെ പറ്റും എന്നുള്ളൊരു ബോധ്യം എന്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി. യേശുപ്പച്ചൻ എന്റെ മനസ്സിന് ആഗ്രഹം അറിയുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെ ആയി. ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, സമയം കഴിയാറായി തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ ലൈക്ക് നമ്മൾ കടന്നു. 4th ഇയർ കംപ്ലീറ്റ് ആയി. ഇവൾ നമ്മളെ സമയം തീർന്നൊന്ന് ചിന്തിക്കേണ്ട. ഇനിയിപ്പോൾ രണ്ടാമതൊരു പ്രാവശ്യം സാക്ഷ്യത്തിന് വരാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്തണ്ടായല്ലോ. അതുകൊണ്ട് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീരുന്ന മറക്കാനാവാത്ത ജീവിതാനുഭവങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം, അല്പസമയം മുന്നോട്ട് പോയാലും. അങ്ങനെ ദൈവം ഒത്തിരി അത്ഭുത വഴിക്കൂടെ എന്റെ ഒരു കഴിവും എടുക്കൊന്നല്ല, എന്റെ ദൈവത്തിന്റെ കൃപ മാത്രമാണ്. കാരണം ഒരു മനുഷ്യനായാലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പല അറിയാതെ തെറ്റ് വന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിങ്ങോട്ട് പറഞ്ഞു എന്റെ മനസ്സിൽ ഭയങ്കര കുറ്റബോധമായിരിക്കും. ദൈവം നമ്മളെ വിളിച്ചേക്കണല്ലേ, ദൈവം നമ്മളെ വിളിച്ച ദൈവത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യം ദൈവനോട് സംസാരിക്കാൻ തുടങ്ങി. ലൈക്ക് ഒരു ദിവസം ദൈവം എന്നെ സ്ട്രോങ് ആക്കുമായിരുന്നു. അങ്ങനെ ദൈവാത്മാവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞാൻ 4th ഇയർ കംപ്ലീറ്റ് ആയി. പഠിച്ചിറങ്ങി അപ്പ തന്നെ ദൈവം നമ്മളെ കൈവിടാത്ത ദൈവമാണ്. ഞാൻ പഠിച്ചിറങ്ങിയ അപ്പ തന്നെ അതേ ദിവസം ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ലൈക്ക് എന്റെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നോർമലി സെയിം കോളേജിലത്തെ അവരെ എടുക്കത്തില്ല, പിന്നെ പഠിച്ച വർഷം ഇറങ്ങിയവരെ ചിലപ്പോൾ എടുക്കാറുള്ളൂ. പക്ഷെ ഇന്റർവ്യൂക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയി. അന്ന് വൈകിട്ട് തന്നെ എക്സാം കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഞാൻ പോന്നു. അങ്ങനെ ദൈവം എനിക്ക് ആ സ്കൂളിൽ ടീച്ചറായി കയറാൻ ദൈവം സഹായിച്ചു. പക്ഷെ കൂടുതൽ നിന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ റിസൈൻ കൊടുത്ത് എന്റെ വീട്ടിൽ നിന്ന്, ബിക്കോസ് എന്റെ മമ്മി പറഞ്ഞു ഇത്ര നാൾ ഒറ്റയ്ക്കല്ല നീ അവിടെ നിന്ന്, ഇവിടെ വായോ. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ബിലാസ്പൂരിൽ പോകുന്നു. ബിലാസ്പൂരിൽ പോയിട്ട് അവിടെ വേറെ ഒരു കോളേജിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ കോളേജിൽ പഠിപ്പിക്കുന്ന ട്യൂട്ടറായിട്ട് ഞാൻ കയറുന്നു. അങ്ങനെ ദൈവം അനുഗ്രഹപ്പെട്ട രീതിയിൽ. അപ്പൊ എന്റെ 8,000 സാലറി, ഏറ്റവും അടുത്ത സാലറി 8,000 ആയിരുന്നു. ദൈവനാമത്തിന് വേണ്ടി ഞാൻ പറയുന്നത്, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പോളിയോ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ പോളിയോ ഡ്യൂട്ടിയിൽ ഞങ്ങൾക്ക് 150 റുപ്പീസോ 250 റുപ്പീസോ കിട്ടും. പക്ഷെ ആ സമയത്ത് എനിക്ക് വലിയൊരു മണിയാണ്. അത് ഞാൻ അതേപോലെ കൈ വെച്ച് പ്രാർത്ഥിച്ച് മാറ്റി വെക്കും. എന്നിട്ട് വന്ന് ചർച്ചിൽ പാസ്റ്റർമാർക്ക് കൊടുക്കും. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ സഭയ്ക്ക് വേണ്ടി കൊടുക്കും. അപ്പൊ ദൈവത്തിനോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ കൊടുത്ത ദൈവം നിന്നെ മാനിക്കാതെ വിടില്ല മോളെ എന്നുള്ളൊരു ബോധ്യം എന്റെ ഉള്ളിൽ നല്ലോണം കയറിയായിരുന്നു. അപ്പൊ എന്റെ ഏറ്റവും ആദ്യത്തെ സാലറി അതിനെ കൂട്ടിയത്. സാധ്യത ജോലി ചെയ്തെന്ന് പറഞ്ഞൊരു കാശ് കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ മൊത്തം ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോ ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥന, യേശുപ്പച്ച ഇതിന് 10 അല്ല 100 ഇരട്ടി എന്റെ യേശുപ്പ് എനിക്ക് തരാൻ സർവ്വശക്തനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കൊടുക്കണേ. അങ്ങനെയൊക്കെ പയ്യെ ദൈവം ഓരോ കാര്യത്തിൽ വിശ്വാസത്തിൽ വളർത്താൻ വളർന്നു വരുന്ന ദൈവം സഹായിച്ചു. അങ്ങനെ അത്ഭുത കുറെ പ്രവർത്തികൾ എന്റെ ജീവിതത്തിൽ ചെയ്തു. അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ റിലേറ്റീവ്സ് ഒക്കെ പുറത്തുനിന്ന് വരും പറയും, ലൈക്ക് എന്റെ ട്യൂട്ടർ എന്നോട് പറയാം, നീ ഒരു പ്രിൻസിപ്പൾ ആണ്, നീ പഠിപ്പിക്കാൻ നല്ലൊരു കഴിവുള്ള കുഞ്ഞാ, നീ ഒരു ട്യൂട്ടർ ആണോ, എനിക്ക് നിന്റെ സ്കൂളിൽ പ്രിൻസിപ്പൾ ആയി കാണുന്നു. അപ്പൊ എന്റെ ഉള്ളിലത്തെ ഒരു ആഗ്രഹമായി മാറി, എനിക്ക് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൾ ആയി മാറുന്നത്. അപ്പൊ അതിനുള്ള കാര്യം ഒരു അതായി. പക്ഷെ അന്നത്തെ എന്റെ റിലേറ്റീവ്സ് ഒക്കെ വരും പറയും, ഇവരൊക്കെ പുറത്തുനിന്നല്ല വരുന്നത്. അപ്പൊ പറയും ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാൻ, സാലറി ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെ, നീ നഴ്സിംഗ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞ് ഞാൻ ലാസ്റ്റ് തീരുമാനിച്ചു, ഓക്കെ ഞാൻ നഴ്സിംഗിനെ പോകണം. അങ്ങനെ അപ്പോളെ പോയി ജോലിക്ക് കയറുന്നു. ജോലിക്ക് കയറുന്ന സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞ ICU മാത്രം ചോദിച്ചാൽ മതി. പക്ഷെ എന്റെ യേശപ്പച്ചനെ അറിയാം, എന്നെ അഡൽട്ടായ സ്ത്രീ എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല.
അത്ര അവരെ പൊന്തിക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല ദൈവത്തറിയാം. അപ്പൊ ദൈവം എനിക്ക് NIC തന്നെ കുഞ്ഞു വാവകളുടെ അടുത്ത് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം അവിടെ ഡ്യൂട്ടി ചെയ്തു. നെക്സ്റ്റ് ഡേ ദൈവം അവിടെ എനിക്ക് നഴ്സ് ഫിസിഷ്യൻ ആയിട്ട് ജോലി ചെയ്യാൻ ദൈവം സഹായിച്ചു. നഴ്സ് ഫിസിഷ്യൻ എന്താണെന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ദൈവം ആ ഒരു പോസ്റ്റിൽ ദൈവം എത്തിച്ചു. അപ്പം എന്റെ ഒരു ക്വാളിഫിക്കേഷൻ അവർ വെച്ചോളൂ. ലൈക്ക് അവൾ ട്യൂട്ടറായി വർക്ക് ചെയ്തു. ഷീ ഹാസ് എ നോളജ് റിഗാർഡിംഗ് റിസോൾട്ട് എന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന് എനിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന് എനിക്ക് നല്ലോണം, ബിക്കോസ് നഴ്സ് ഫിസിഷ്യൻ വേർഡ് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ദൈവം അവിടെ ജോലി ചെയ്യാൻ സഹായിച്ചു. അവിടെ അപ്പൊ തന്നെ അവിടെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ എനിക്ക് കിട്ടി. ആ ഡോക്ടർ എന്റെ സാലറിക്ക് വേണ്ടി പറഞ്ഞില്ല, ഈ കൊച്ചി ഇത്ര കഷ്ടപ്പെടുന്നുണ്ട്, ഇവർ സാലറി കൂട്ടണം. ആർക്കും സാലറി കൂട്ടാത്ത ദൈവം എനിക്ക് സാലറി കൂട്ടി തന്നു. ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്, നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് എന്ത് കൊടുത്താലും ദൈവം എന്തെങ്കിലും പറഞ്ഞായിട്ട് നല്ലത് തക്കതായ സമയത്ത് എന്ന് പറയാം, ദൈവം തരാതിരിക്കത്തില്ല. അങ്ങനെയൊക്കെയാ. അങ്ങനെ ദൈവം അനുഗ്രഹപ്പെട്ട രീതിയിൽ എന്നെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ പപ്പ റെയിൽവേയിലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു തുടക്കത്തിൽ പപ്പ റെയിൽവേയിലായിരുന്നു. എന്റെ പപ്പയുടെ ജോലി എനിക്ക് എഴുതി തരാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ലൈക്ക് പപ്പ എനിക്ക് ജോലി എഴുതി തരുന്നുണ്ടാ, പപ്പയുടെ ജോലി ഗവൺമെന്റിൽ പപ്പയ്ക്ക് ഇരിക്കും, ദൈവത്തിന് ഇതോടൊപ്പം ദൈവം നമുക്ക് തരും. അപ്പൊ പപ്പ എന്നെ വിശ്വാസം, അവർ ഓരോ വാക്കുകൾ എന്നെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്റെ പപ്പയുടെ ജോലി എനിക്ക് എഴുതുന്നത്, പപ്പയുടെ സ്കൂൾ റിട്ടയർമെന്റ് ജോലി ചെയ്തു. ഞാൻ ഒരു വർഷമല്ല അപ്പോളോ ജോലി ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവം എനിക്ക് ഒരു നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞ അപ്പോളോ ജോലി ചെയ്യുന്ന ഒരു വർഷം തികയുന്ന മുമ്പ് അവിടെ ഒരു ഇന്റർവ്യൂ വന്നു. ഗവൺമെന്റിൽ എക്സാം എഴുതി, ദൈവനെ പാസ്സാവാൻ സഹായിച്ചു. അത് ഭയങ്കര അത്ഭുത സാക്ഷിയാണ്. അത് ഞായറാഴ്ചയാണ് എനിക്ക് കിട്ടിയ ഡേറ്റ് ഞായറാഴ്ചയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥന ആരാധന വിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂക്ക് പോകുന്നില്ല. ദൈവം നല്ലൊരു ജോലി തന്നിട്ടുണ്ട്, ആ ഇന്റർവ്യൂക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ തീരുമാനിച്ചു. അപ്പൊ പാസ്റ്റർ ഞങ്ങളും എന്റെ അമ്മപ്പൊക്കെ പറഞ്ഞു, ഇല്ല മോനെ പോ, അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒത്തിരി പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്തു. പക്ഷെ അപ്പോഴും എന്റെ മനസ്സ് പറഞ്ഞു, ഇല്ല, ദൈവം തരുന്ന ആഗ്രഹത്തെ എപ്പോഴെങ്കിലും ദൈവം തരും. എന്റെ ഉള്ളിൽ നല്ലൊരു വിശ്വാസം ദൈവം എനിക്ക് തന്നു. അന്ന് ഞാൻ പോയില്ല. തിങ്കളാഴ്ച കഴിഞ്ഞാൽ എനിക്ക് സാക്ഷ്യം പറഞ്ഞു, ഇന്ന് ഞാൻ പോയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കും, നാളെ ഞാൻ അവിടെ പോകുമ്പോ ദൈവം ഒരു അത്ഭുതത്തിലുള്ള ഇന്റർവ്യൂ നടത്തണേ എന്ന് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, തിങ്കളാഴ്ച ഞാൻ പോകുന്നു. തിങ്കളാഴ്ച പോയപ്പോ അവിടെ നോക്കുമ്പോ ഒരു 8 മണിയൊക്കെ ആയപ്പോ ഞാൻ 4:30 വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. 8 മണിക്ക് ആയപ്പോ ബിലാസ്പൂർ റായ്ഗഡ് 4-5 മണിക്കൂർ റൂട്ട് ഉണ്ട് ട്രെയിനിൽ പോകാൻ. അപ്പൊ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ നോക്കും, ഞങ്ങൾ മാത്രമേ ആദ്യമുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് 50-60 ആൾക്കാരായി. അപ്പൊ 9:30 ഡീനൊക്കെ വരുന്നേ. അപ്പൊ ഡീന് പറഞ്ഞു, എന്തായാലും ഇത്ര ആൾക്കാർ വന്നല്ലേ, ഇന്നലെ ആണെങ്കിൽ ഇന്റർവ്യൂ നടത്താൻ പറ്റില്ല. അപ്പോഴും ഞാൻ അറിഞ്ഞു ഇന്നലെ ഇന്റർവ്യൂ നടക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ദൈവം എന്തൊരു വലിയവനാ. അപ്പൊ പറഞ്ഞു ഇന്റർവ്യൂ. അപ്പൊ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ചോദിച്ചു, എന്ത് ഇന്റർവ്യൂ നടക്കാൻ പറ്റായ ഞാൻ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇന്നലെ നമ്മുടെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ബോയ്സ് എടുക്കത്തില്ലല്ലോ, അത് കാരണം ബോയ്സിന് മാത്രം ഹർത്താൽ ചെയ്യും. ബോയ്സ് എല്ലാവരും വന്നിട്ട് ഹർത്താൽ ചെയ്ത് കല്ലൊക്കെ എറിഞ്ഞിട്ട് കണ്ട്, ഗ്ലാസ് പൊട്ടിക്കുന്ന കണ്ടെന്ന് ഞങ്ങൾ. ദൈവമേ, ദൈവം എനിക്ക് വേണ്ടി അപ്പൊ ഈ വച്ചേക്കണം. പക്ഷെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന അപ്പോഴൊരു വിശ്വാസമുണ്ട്. കിട്ടിയതിന് കുഴപ്പമില്ല, എനിക്ക് നല്ലൊരു ജോലി തന്നത്, നല്ലൊരു മനസ്സിൽ ദൈവത്തോട് നന്ദിയുണ്ട്. കാരണം ഞാൻ അറിയിക്കാത്ത എല്ലാം ദൈവം എനിക്ക് തന്നത്, എന്റെ യോഗ്യത ഇല്ലാത്ത ദൈവമാണ് എനിക്ക് എല്ലാം തന്നത്. അങ്ങനെ ദൈവകൃപയാൽ അന്ന് ഇന്റർവ്യൂ നടന്നു. ഞങ്ങൾ സെലക്ട് ആയി. അപ്പൊ അറിഞ്ഞില്ല സെലക്ട് ആയിരുന്നു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ റാങ്ക് ലിസ്റ്റ് വന്നു. 4ാമത്തെ റാങ്കിന് സെലക്ഷൻ ആയി. അപ്പൊ പറഞ്ഞു, വിതിൻ 1 വീക്ക് യു ഹാവ് ടു ജോയിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോളെ പോയി ഒരാഴ്ചയുടെ സിക്ക് ലീവ് എടുത്ത്, സോറി, ഈ ഒരാഴ്ചയുടെ സിഎലും ലീവ് കൂടിയിട്ട് ഒരാഴ്ച ലീവ് എടുത്ത് ഞാൻ ഗവൺമെന്റ് പോയി ജോലി ജോയിൻ ചെയ്യണം. ഗവൺമെന്റ് ജോലി ജോയിൻ ചെയ്തിട്ട് പിന്നെ ഞാൻ അപ്പോൾ ഒന്ന് റിസൈൻ കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന്, എന്നെ കേൾക്കുന്ന ഏത് യൗവനക്കാരുണ്ടെങ്കിലും ഏതെങ്കിലും ചിൽഡ്രൻസോ എല്ലാവരും ഉണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മൾ മാനിക്കാതെ ഒരിക്കലും ദൈവം മാനിക്കാതെ ഒരിക്കലും. നമ്മൾ ഞായറാഴ്ചയ്ക്കും പ്രാർത്ഥനയും മഹത്വം കൊടുക്കണം. നമ്മൾ ആ 3 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ പോയിരിക്കണം. നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. കൂട്ടാളികളായി നമ്മുടെ കൂടെ വരും. ദൈവം നമ്മളൊരിക്കലും കൈവിടുന്ന അപ്പച്ചനല്ല. ദൈവം നമ്മുടെ കൂടെ വരും. നമ്മളുടെ ദൈവത്തിന് ഒരു ഇച്ചിരി പോലും ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് അതിന്റെ ഉപരിയായി തന്നെ തന്നിരിക്കും. അതെന്റെ ജീവിതസാക്ഷ്യം എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഞാൻ ഗവൺമെന്റ് ജോലിക്ക് കയറുന്നു. പക്ഷെ അതായിട്ട് മുമ്പ് അപ്പോളോ ജോലി ചെയ്യാൻ എനിക്ക് ഓൾറെഡി കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. അത് കാണാൻ പറ്റാറുണ്ടായിരുന്നു കഴുത്തിലിവിടെ. ഇപ്പൊ കാണത്തില്ല, കഴുത്തിൽ മുഴയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 10ലും +2 ലും ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാരും ശ്രദ്ധിക്കുമ്പോ പറയും, ഈ കൊച്ചിന്റെ കഴുത്തിൽ മുഴയുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെ മമ്മിയോട് പറഞ്ഞു, പിന്നെ നിന്റെ കഴുത്തിൽ മുഴ കാണുന്നുണ്ടല്ലോ മോളെ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, മമ്മിക്ക് ഇങ്ങനെ തോന്നുന്നയാ, അങ്ങനൊന്നും ഇല്ലാന്ന് ഞാൻ മമ്മിയുടെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, ആ മുഴ അവിടെ ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ ഡോക്ടറോട് ഇത് പറഞ്ഞപ്പോ ഡോക്ടറിന്റെ FNS ചെയ്തു. FNS ചെയ്തപ്പോ ബിലാസ്പൂർ അപ്പോളോ വെച്ചിട്ട് ഫസ്റ്റ് FNS നടക്കുന്നത്. എന്റെ FNS ചെയ്തപ്പോ അത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. പ്രൈസ് ലോർഡ്. അത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ അപ്പോഴത്തേക്കും ഗവൺമെന്റ് ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞ അവിടുത്തെ ചേച്ചി, ഒത്തിരി സ്നേഹിക്കുന്ന ഷിഞ്ചു ചേച്ചി മെഡിക്കൽ വക്കീല്, അത് ഭയങ്കര അത്ഭുത ചേച്ചി അവിടെ പോയത്. എനിവേ അപ്പൊ ചേച്ചി വിളിച്ചു പറഞ്ഞ മോനെ എടുക്കാൻ പറയല, നിനക്ക് ക്യാൻസർ ഉള്ള ഡോക്ടർമാര് പറഞ്ഞേക്കണം, പ്ലീസ് നീ തമാശ എടുത്തത്, നീ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നെ ചേച്ചി വേറെ വല്ല റിപ്പോർട്ടായിരിക്കും, പോയി കടന്നു പോയി ശ്രദ്ധിച്ചു പോയി നോക്ക്. അപ്പൊ വിനി പ്ലീസ് നീ തമാശ എടുക്കല്ലേ പുള്ളി ശരിക്കും. അത് എന്റെ പുള്ളിക്കാരി ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ഞാൻ നഴ്സ് ആയിട്ടുള്ള വർക്ക്. അപ്പൊ ഞാനും ഡോക്ടർ ഞങ്ങളാണ് എല്ലാത്തിനും ഡോക്ടർ എനിക്ക് ഇൻക്യുബേഷൻ പഠിപ്പിച്ച എല്ലാം വലിയ വലിയ കാര്യങ്ങളൊക്കെ ആ ഡോക്ടർമാരെന്നെ പറയും. അംബ്ലൈക്കൽ കോർഡ് കാത്തറൈസേഷൻ ഇതൊക്കെ നഴ്സിംഗിനെ പറ്റിയ പ്രൊസീജിയേഴ്സ് അല്ല, ദാറ്റ്സ് ഓൺലി ഫോർ ഡോക്ടേഴ്സ്. ബട്ട് ഞാൻ നഴ്സ് ആയ കാരണം ദൈവം എന്നെ പഠിപ്പിച്ചു. അതൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനില്ല. ദൈവം ഒത്തിരി എനിക്കൊന്നും അറിയാത്ത സമയത്ത് ഞാൻ ഊട്ടിപ്പോയി നിന്നിട്ടുണ്ട്. പക്ഷെ ദൈവം തന്നൊരു ബുദ്ധിയിലാണ് ഞാൻ എല്ലാം ചെയ്തെടുത്ത്. അതൊക്കെ ഒത്തിരി വലിയ കാര്യങ്ങൾ. ഇനി ദൈവം അങ്ങനെ. അപ്പൊ ആ ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു, വിനീറ്റ ഡോണ്ട് ടേക്ക് ഇറ്റ് ഷുഡ് നോട്ട് ബി നെഗ്ലിജൻസ് ടുവേർഡ്സ് യു. നീ പോയിട്ട് ഡോക്ടറെ കാണിക്കണം, ബിക്കോസ് ഇറ്റ് ഷോഡ് എസ് ക്യാൻസർ. അതും ചെറിയ ഒന്നല്ല, ഫോളിക്കൽ കാർസിനോമെ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എല്ലാം കേട്ടു. ഞാൻ വീട്ടിലാണ് നിൽക്കണം, ബിലാസ്പൂർ നിൽക്കണം, ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നത്. ഞാൻ മമ്മി പപ്പയോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ മമ്മി പപ്പയുടെ മുഖത്ത് നോക്കുമ്പോഴേക്കും എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഒരു മോനുണ്ടായിരുന്നു പോയില് ഭർത്താവ്, ഇനി എനിക്ക് ഇങ്ങനെ വന്നു ലേശപ്പിച്ച ഞാൻ ഏത് വായോട് പറയും എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് മങ്കപ്പോഴും, പ്രത്യേകിച്ച് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മമ്മിയുടെ കൂടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പം മമ്മിയോട് ഇങ്ങനെ പറയും മമ്മി എനിക്ക് എങ്ങാനും അത് പറ്റി കഴിഞ്ഞാൽ മമ്മി എല്ലാവരും മുമ്പിൽ സാക്ഷ്യം പറയണം, ഇന്ന് എന്റെ കുഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവം സഹായിച്ചു. മമ്മി കരിയരുത് എന്നെ ഓർത്ത് കേട്ടോ. ഞാൻ യേശുവിന്റെ അടുത്തേക്ക് പോകും. മമ്മി എന്നോടൊക്കെ അപ്പൊ മമ്മി പറഞ്ഞു, നീ എന്തൊക്കെയാണ് പറയുന്നത്, നിനക്ക് നീ ഈ കുറച്ച് നാളെ എന്തൊക്കെ പറയാൻ തുടങ്ങി മമ്മി എനിക്ക് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, മനുഷ്യ ജീവിതമല്ലേ, എപ്പൊ വേണമെങ്കിൽ പോവാലോ, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യം ഇനി വീട്ടിൽ പറഞ്ഞു പോയെന്ന് പറഞ്ഞു. മമ്മിക്ക് അറിയത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് വെച്ച് 1 വർഷം വരുന്ന നടന്നു. 2 വർഷം ആവാറായി. 2 വർഷം ആവാറായപ്പോ എന്റെ ഉള്ളിലൊരു മനസ്സിനൊരു വിഷമം, എന്റെ മമ്മപ്പയുടെ മുഖത്ത് കാണാൻ ഒരു വിഷമം. എന്നാ പോയി കാണിച്ചേക്കാം. അന്ന് ഞാൻ റെയിൽവേ ഹോസ്പിറ്റലിൽ പോകുന്നു. റെയിൽവേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ റെയിൽവേ ഹോസ്പിറ്റൽ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ ചെറിയ കൊച്ചാണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഓ മൈ ഗോഡ്, നീ ഇത്രയും ചെറുതാ, നിന്നെ ആരും ഡയഗ്നോസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലാണ് ഡയഗ്നോസ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, ഒത്തിരി നല്ല ഡോക്ടർ, ലൈക് മേരക്ക് ബേട്ട പോലത്തെ थे. ആൾക്ക് ഒത്തിരി വയസ്സൊന്നുമില്ല, എന്നാലും മുझे ബേട്ട പോലത്തെ थे. അതിന് മോനെ നീ ഒരു കാര്യം ചെയ്യും, എന്റെ പപ്പ റെയിൽവേ അയക്കണം, കൃപയാണ് ദൈവത്തിന് മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ പപ്പയുടെ യോഗ്യത ഒന്നതായിട്ടല്ല റെയിൽവേയിൽ ജോലി കിട്ടിയത്, അതൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ്, നമുക്ക് സമയമില്ല. എനിവേ അങ്ങനെ ഡോക്ടർ എനിക്ക് ടാറ്റ ഹോസ്പിറ്റൽ, നമ്മുടെ ബോംബെയിലെ ടാറ്റ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്തു. ടാറ്റ TMH എന്ന് പറയുമല്ലോ, അവിടെ റെഫർ ചെയ്തു. എൽഫിൻസ്റ്റൺ സ്റ്റേഷന്റെ അടുത്തുള്ളതാണ് ഇത് ടാറ്റ ഹോസ്പിറ്റൽ. അവിടെ ചെന്നുമ്പോ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോ എനിക്ക് അവിടെ ആരുണ്ടെന്ന് ഒന്നും അറിയില്ല. അപ്പൊ നമ്മുടെ അമ്മച്ചിമാർ അറിഞ്ഞു ഞാൻ അങ്ങനെ പോയി. അപ്പൊ മമ്മിയുടെ ചേച്ചിമാരാട്ടോ. മമ്മിയുടെ ചേച്ചി പറഞ്ഞു, അയ്യോ അവിടെ ബോംബെയിലാടി എന്റെ മോൾ താമസിച്ചത്. അപ്പൊ ഞാൻ അച്ചാച്ചൻ ചേച്ചി വിളിച്ചു പറഞ്ഞു, മക്കളെ നീ ഒന്നും ഓർത്ത് ഭാരത്തിൽ നീ ദാദർ വന്ന് ഇറങ്ങാം, ഞങ്ങൾ നായകാമ താമസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ നായകാമ പോയി. ഞാൻ ബോംബെയിൽ 4-5 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ 4-5 മാസം ക്യാൻസർ ഡയഗ്നോസിന് വേണ്ടി നിന്ന ആളാണെങ്കിലും ഈ 4-5 മാസം കുറെ കറങ്ങിയിട്ടുണ്ട് ഞാൻ. അവിടെ ഏതൊക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടോ ഞാൻ പോവാറുണ്ടായിരുന്നു. എന്റെ മനസ്സിനുള്ളിൽ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആരും അറിയത്തില്ലല്ലോ എനിക്ക് ഇതൊക്കെ ഉണ്ടെന്നോ ആരെങ്കിലും ഇങ്ങനെ പ്രശ്നം ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ദൈവം ഒരു ദിവസം കൊണ്ട് തന്നതിനായി ദൈവത്തിന് നന്ദി കർത്താവ്. പക്ഷെ എനിക്കറിയാം അപ്പച്ച, എന്റെ അപ്പച്ചൻ ആ മഹത്വത്തിന് എനിക്കുള്ളൂ, എനിക്കൊന്നും വരുത്തില്ല. പിന്നെ ഇങ്ങനെ പറയും തിരിച്ചല്ലേ നിങ്ങൾ ഓരോ തരത്തിൽ യേശപ്പച്ച ഒരു കൊച്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്റെ മമ്മി ആ കൊച്ചിനെങ്കിലും കണ്ട് ജീവിച്ചേനെ യേശപ്പച്ച. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ മമ്മി പപ്പ ആരും നോക്കി ജീവിക്കും. ബിക്കോസ് ഞാൻ എന്റെ മമ്മി പപ്പ വിഷമിച്ചേക്കണേ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഒരാൾ. എന്റെ ബ്രദർ മരിച്ച സമയത്ത് ആ സിനിമ എനിക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റും, അത്രയും വേദന കടന്നു പോരാ. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാൻ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, അത് കാരണം പറയാൻ. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ദൈവം ഇനി ഒരു അത്ഭുതം ചെയ്യണം കർത്താവ്, എനിക്ക് പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഞാൻ ടാറ്റ പോയി FNS ചെയ്തു. FNS ചെയ്ത സമയത്ത് എടുത്തിട്ട് അപ്പൊക്കെ എന്റെ വിശ്വാസം, ഇപ്പൊ റിപ്പോർട്ട് വരും, ഇപ്പൊ പറയും ക്യാൻസർ ഇല്ലാന്ന് പറയും, ഇപ്പൊ റിപ്പോർട്ട് വരും ക്യാൻസർ ഇല്ലെന്ന് പറയും. എന്നിട്ട് ദൈവകൃപയിൽ ടാറ്റിൽ എന്റെ കൂടെ പോയ ആൾക്കാരൊക്കെ 5-6 മാസം എനിക്ക് ഡയഗ്നോസ് ആയി. പക്ഷെ എന്റെ കൂടെ വന്ന ആൾക്കാർ 1.5 വർഷം പൂർണ്ണ, ലൈക്ക് എന്റെ ഡയഗ്നോസ് ആയ സമയത്ത് അവർക്ക് ചില അപ്പോയിന്റ്മെന്റ് കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ അവർ പറഞ്ഞു, അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ യേശപ്പച്ചൻ തരുന്നയാ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പരമേശ്വർ ദൈവത്തായ അപ്പൊ അവരോട് ദൈവത്തെ പറയും, ഇതാണെങ്കിൽ പോലും ഞാൻ വചനം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിന്റെ സൗഖ്യം തരും, നിങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിന്റെ സൗഖ്യം തരും, എന്റെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു.
അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. ടാറ്റ പറഞ്ഞു ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ എസ് പയ്യനെ നോക്കിയോണ്ട് ഹീസ് എ റിയലി വെരി ഗുഡ് ഡോക്ടർ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പൊ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കയറി പോകുന്നത്, എന്റെ മമ്മീന്റെ റിലേറ്റീവ്സ് ആരും കേട്ടുന്നില്ലായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു ഒരു കാര്യം ചോദിക്കട്ടെ മോനെ, വൈ ആർ ഓൾവേസ് കമ്മിങ് അലോൺ, യു ഡോണ്ട് ഹാവ് എനി വൺ? അപ്പൊ ഞാൻ നോ ഡോക്ടർ, ഐ ഹാവ് മൈ പാരന്റ്സ്, എനിക്ക് എന്റെ ഒരു കസനും ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സോ വൈ ആർ നോട്ട് ബ്രിങ്ങിങ് ദം? അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദം എനിത്തിങ്. അപ്പൊ നോ യു ഷുഡ് ടെൽ ബിക്കോസ് യു ആർ ക്യാൻസർ പോസിറ്റീവ്, യു ഹാവ് ടു ടെൽ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. യേശുപ്പച്ച ഇനി മമ്മി എങ്ങനെ, എനിക്ക് അറിയത്തില്ല യേശുപ്പച്ച എന്നെ എങ്ങനെ, ഹൗ ഷി വിൽ ഡീൽ, ഹൗ ഷി വിൽ ടോളറേറ്റ്, ഐ ഡോണ്ട് നോ എനിത്തിങ് അങ്ങനെ. പക്ഷെ ദൈവം നാം മുഖത്തിന്റെ ഞാൻ പറയട്ടെ, ദൈവം എല്ലാം അറിയും. ദൈവം സർവശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്റെ അപ്പച്ചാൽ കഴിയാത്തൊന്നുമില്ല. എനിവേ അവരങ്ങനെയൊക്കെ പറഞ്ഞു, എന്നെ ഡയഗ്നോസ് ചെയ്ത് എന്നോട് പറഞ്ഞു 6 മാസം കഴിയുമ്പോൾ സർജറി ചെയ്യണം, മൊത്തം തൈറോയ്ഡ് എടുത്ത് കളയണം, തൈറോയ്ഡക്ടമി ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളിൽ CT ചെയ്തപ്പോൾ ഉള്ളിൽ ഫുള്ള് നോട്ട്സ് ആണ്. അപ്പൊ പറഞ്ഞു ആ സ്ഥലത്ത് എവിടെയൊക്കെ നോട്ട്സ് ഉണ്ടോ അതൊക്കെ ചെയ്തിട്ട് പിന്നെ കീമോ ആണോ റേഡിയേഷൻ ആണോ എന്താ വേണം നമ്മൾ പറയാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമാണ്. കാരണം എനിക്ക് മുടി വളരത്തില്ലായിരുന്നു വാസ്തവത്തിൽ. എനിക്ക് നല്ല തിക്ക് മുടിയാ. ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു. എനിക്ക് 9ാം ക്ലാസ്സിൽ ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ചേച്ചിമാരുണ്ട്, അവർക്ക് ഇവിടെ വരെ മുടിയുണ്ട് കേട്ടോ, തൈസ് വരെ മുടിയുണ്ട്. അപ്പൊ ഞാൻ ഒരു മുടി മുമ്പ് ചേച്ചിന് ഫോട്ടോ എടുക്കും. അപ്പൊ മമ്മി പറയും ഞാൻ ചെയ്യാൻ പാടില്ല, ദൈവം തന്നത് ദൈവത്തിനുള്ള, ദൈവമായിട്ട് കൊടുത്തത് ഫോട്ടോ എടുക്കട്ടെ, നീ എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറയും. അപ്പൊ ഇതൊക്കെ മനസ്സിൽ. അപ്പൊ ഞാൻ പറയും ഓക്കെ എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ നെക്സ്റ്റ് ടൈം നോ എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചിലർക്ക് ചിരി വരെയായിരിക്കും, പക്ഷെ ഞാൻ ചെയ്ത വിഷയമാണ്. എന്നെ എടുക്കും ആ പ്രാർത്ഥിക്കും, ഈ എണ്ണയിൽ ഞാൻ യേശുവിന്റെ രക്തം വിടുന്നു, എന്റെ മുടി നല്ലോണം വളരെ യേശുവിനെ സഹായിക്കണം, എനിക്ക് ഇഷ്ടം യേശുപ്പച്ച. ചെറിയ വിഷയമാണ്, പക്ഷെ ഞാൻ പറയുമോ, ഞാൻ ചെയ്ത കാര്യം ഞാൻ പറയുമോ. അങ്ങനെ പ്രാർത്ഥിച്ച് തലയിൽ തേക്കാറുണ്ടായിരുന്നു. ദൈവം വെക്കേഷൻ പോകുമ്പോ എനിക്ക് ബട്ടക്സിന്റെ അവിടെ വരേണ്ട മുടിയായി. ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം. ഞാൻ അവിടെ ചെന്നപ്പോ കഥ ഇവിടെ എന്തിനാണ് ഈ തോന്നി എന്നാണ് അങ്ങനെ. അപ്പൊ എനിക്ക് വിഷമം ചെയ്യുമ്പോ ഈ മുടിയൊക്കെ പോവില്ല യേശപ്പച്ച. ഇത് എല്ലാവരോടും പറഞ്ഞത് യേശപ്പച്ച വന്ന മുടിയാണല്ലോ യേശപ്പച്ച ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ എന്റെ മനസ്സിന് വലിയ വിഷമുണ്ട്. ദൈവമേ ഇങ്ങനെയാണല്ലോ എന്നൊരു വിഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞൊരു വിഷമം മനസ്സിലുണ്ട്. ലാസ്റ്റ് മന്ത് അപ്പൊ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. ഞാൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് അമ്മച്ചിമാരെല്ലാരും പറഞ്ഞു. എല്ലാ അമ്മച്ചിമാരോട് പറഞ്ഞില്ല കേട്ടോ, 1-2 അമ്മച്ചിമാരോട് മാത്രമേ പറഞ്ഞോളൂ. എന്റെ ഒരു അമ്മച്ചി ഉണ്ട്, അമ്മച്ചി. ആ അമ്മച്ചിയാണ് ഏറ്റവും വിശ്വാസം. അമ്മച്ചിക്ക് ഇങ്ങനെ മരുന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പൊ ആ അമ്മച്ചിയോട് പറഞ്ഞു എനിക്ക് മരുന്ന് ചെയ്യുന്ന ഒന്നിനും ഇഷ്ടമല്ല. കാരണം ഞാൻ 9ാം ക്ലാസ്സിലാണോ 9ാം ക്ലാസ്സിലാണോ തോന്നുന്നത്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 31st നൈറ്റ് ആയിരുന്നു. എനിക്ക് ഹൈ ഗ്രേഡ് ഫീവർ ലൈക്ക് ഐ വാസ് ഷിവറിങ്, ഐ കനോട്ട് വാക്ക് ഓൾ. അപ്പൊ എന്റെ പപ്പൻ പറഞ്ഞു നമുക്ക് ഇന്ന് പോണ്ട, മോനിവിടെ കിടന്നേരം, മരുന്നെടുത്ത് കിടന്നേരം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകും യേശുവിനെ സൗഖ്യമാക്കി. അപ്പൊ എന്റെ നിർബന്ധം കാരണം എന്റെ പപ്പ പറഞ്ഞു ഓക്കെ അവളെ വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ നല്ലോണം ആരാധിക്കും. എന്റെ ആരാധന ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ലൈക്ക് ആരാധന മറ്റേ ദൈവമേ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ചെയ്തോണ്ട്. ലൈക്ക് ഞാൻ പോയിരിക്കുമ്പോൾ ചേർത്തിരിക്കും. ഞാൻ ഏറ്റവും ആദ്യത്തെ വിഷയം ഞാൻ എന്റെ യേശുപ്പച്ചനെ ആരാധിക്കാൻ വന്നിട്ടുണ്ട്. എന്റെ മുമ്പിൽ എന്റെ യേശുപ്പച്ചനാണ്. എന്റെ യേശുപ്പച്ചൻ എനിക്ക് വേണ്ട ക്രൂശിൽ മരിച്ചേക്കാൻ ഞാൻ യേശുപ്പച്ചനെ ആരാധിക്കും. ഞാൻ നല്ലോണം ഉറക്കിന് കൈ കൊട്ടാറുണ്ടായിരുന്നു. മുട്ടിലൊക്കെ നല്ല തഴമ്പുണ്ടായിരുന്നു. മുട്ടിലും കാലിലൊക്കെ നല്ല തഴമ്പോ മുട്ടിൽ നിന്ന് ആരാധിക്കുന്നതായിരുന്നു. അന്ന് ഞാൻ നല്ലോണം കൈയടിച്ച് ആരാധിച്ചു. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നോക്കിയപ്പോ അത്രയും പനിയാണ്. എനിക്ക് കണ്ടിട്ടിരിക്കും മറ്റുള്ള ആശുപത്രി കൊണ്ടുപോകുന്ന കാലം ചർച്ച കൊണ്ടുപോയിക്കുക. അങ്ങനെ അപ്പൊ അവിടെ ചെന്ന് ആരാധന ദൈവനാമത്തിന് മാത്രം ഞാൻ പറയട്ടെ, എന്റെ പനി ആദ്യത്തെ ഫുൾ പ്രാർത്ഥന കഴിഞ്ഞ് ആ വർഷിപ്പ് ആ ആരാധന ഒരു 5-10 മിനിറ്റ് നീണ്ടുപോയി. പക്ഷെ ശരിക്കും ഞാൻ ആരാധിച്ചപ്പോ എന്റെ പനി പൂർണ്ണമായി, ഞാൻ സ്വെറ്റ് ആയി പോയി. ഞാൻ 2-3 ജാക്കറ്റ് പോയ കൊച്ചു, ബിക്കോസ് 31st നൈറ്റ് ഞങ്ങളുടെ അവിടെ നല്ല തണുപ്പ്, ഫാസ്റ്റ് അറിയാലോ. എല്ലാ സ്വെറ്റേഴ്സ് എല്ലാം ഊരി വെച്ച് പിന്നെ നല്ലോണം ആരാധി. അന്ന് തൊട്ട് ദൈവം അത്ര ഹൈഗ്രേഡ് പനി ഇന്ന് വരെ ജീവിതത്തിൽ വന്നിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ അപ്പ ദൈവം നല്ലോണം മനസ്സിൽ. അപ്പൊ ഇങ്ങനെ ഡോക്ടർ ഇതൊക്കെ പറഞ്ഞു. ലാസ്റ്റ് നാട്ടിൽ പോയി ഞാൻ പറഞ്ഞു എനിക്കൊരു സർജറി വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ദൈവം തന്ന ആയുസ് കാലം മാത്രം മതി, എന്റെ അപ്പുറം എനിക്ക് വേണ്ട, കുറെ നാൾ ജീവിച്ചിട്ട് വലിയ കാര്യമില്ല ഉള്ള അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ മമ്മിയുടെ ഇരട്ട എന്നെ വിളിച്ച് ഒറ്റയെ കൊണ്ടുപോയി പറഞ്ഞു, മോനെ നിനക്ക് പറയാൻ ഭയങ്കര എളുപ്പം, നിനക്ക് കുഞ്ഞില്ലാത്ത കാരണം നിന്റെ അമ്മയുടെ ഹൃദയത്തോട് നടക്കുന്ന വേദന നിനക്കറിയാവൂ, അതിനൊരു മോൻ പോയതാ, നീയും കൂടി പോയി കഴിഞ്ഞാൽ അവരാരുടെ മുഖത്ത് നോക്കിയാ ജീവിക്കുക.
അപ്പൊ ഞാൻ അങ്ങനെ എന്റെ യേശപ്പച്ചൻ വരുത്തത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ യേശപ്പച്ചൻ അവർക്ക് വേറൊരു കുഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു എന്റെ മോളെ നീ പറഞ്ഞ മനസ്സിലാക്കി, നീ ട്രീറ്റ്മെന്റ് പോണം, നീ നിന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല എന്നൊക്കെ ഞാൻ കുറെ വാശി പിടിച്ചു. അത് എന്റെ അവിടെ നാച്ചുറോപ്പത്തി എന്ന് പറഞ്ഞൊരു ലൈക്ക് നാച്ചുറൽ ആയി തിങ്സ് ഒക്കെ പറഞ്ഞത് അത് കഴിച്ചാൽ മതി അങ്ങനെ. അങ്ങനെ ഞാൻ 2 മാസം നാച്ചുറൽ അവർ കഷായം ഉണ്ടാക്കി നമ്മൾ കുടിക്കണം. ദേഷ്യപ്പിച്ച പാസ്റ്റ് ഞാൻ പറയട്ടെ, ഞാൻ ആ കഷായ വെള്ളം കുടിക്കുമ്പോൾ വേറെ ഒത്തിരി വീർത്ത് വരാൻ തുടങ്ങി. ലൈക്ക് ഞാൻ ഭയങ്കര ഡിസ്കംഫർട്ട് ആവാൻ തുടങ്ങി. ലൈക്ക് ഞാൻ ഇങ്ങനെ പോലും പറഞ്ഞിട്ട് മമ്മി ഞാൻ മരിച്ചാണെങ്കിൽ കുഴപ്പമില്ല, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഞാൻ 2-3 മാസം ഞാൻ നാട്ടിൽ എന്റെ മനസ്സോടെ പോയത്. എങ്ങാനും അത് പറ്റാതെ എന്റെ എല്ലാ റിലേറ്റീവ്സ് കണ്ടൊക്കെ പോവാലെന്ന് ഓർത്ത് ഞാൻ പോയത്. പക്ഷെ ദൈവം വലിയവനാ. എന്റെ അപ്പച്ചൻ, ഞാൻ എന്നെ ഇറങ്ങാത്ത കൂടുതൽ നന്ദി എന്റെ അപ്പച്ചൻ അറിയാൻ ദൈവമാണ്. ദൈവം ആ മുഖത്ത് ഞാൻ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് അവര് ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ നോർത്തിലേക്ക് തിരിച്ചു വന്നു. ഞാൻ ഗവൺമെന്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ വോമിറ്റിംഗ് വന്നിട്ട് ഞാൻ ICU കിടന്നു. ഞാൻ അഡൽട്ട് ICU, ഞങ്ങൾക്ക് അവിടെ ഗവൺമെന്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് വരും. NICU മാത്രമല്ല എല്ലായിടത്തും ജോലി ചെയ്യണം. ആ അഡൽട്ട് ICU ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത്, എന്നോട് പറഞ്ഞിട്ട് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ ലൈക്ക് എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തത് അന്ന് പുതിയതായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ അപ്പൊ അതേ ICU എന്നെ കിടത്തിക്കണം. അങ്ങനെ അതേ ICU കിടത്തിയ സമയത്ത് ലൈക്ക് ദൈവനാമത്തിൽ ഞാൻ പറയാണ്, ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചില ബോധാവസ്ഥയിലൊക്കെ ആയി, ഡോപ്പാമീനൊക്കെ തുടങ്ങി, എല്ലാ ഹൈലൈറ്റ്സ് മെഡിസിൻ ഒക്കെ തുടങ്ങി, ലൈക്ക് ഞാൻ ഒത്തിരി അതായി പോയി. അപ്പൊ എന്റെ മമ്മിയോട് വിളിച്ചു പറഞ്ഞു, മമ്മി പെട്ടെന്ന് തന്നെ ട്രെയിനിൽ വന്നു, മമ്മി കണ്ടതിന് ഭയങ്കര. അപ്പൊ എന്റെ കണ്ണിൽ ഇച്ചിരി ഓർമ്മയുണ്ട്, മമ്മി കരയുന്ന പോണതായി എനിക്ക് ഓർമ്മയുണ്ട് വന്നപ്പോ വന്നത്. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ എന്റെ കൂടെ അവിടെയും പ്രേയർസെൽ ഉണ്ടായിരുന്നു ദൈവം. അവിടെ ഞാൻ കുറെ കൂട്ടം തന്നായിരുന്നു, പ്രാർത്ഥന ഒരു കൂട്ടം തന്നായിരുന്നു. അപ്പൊ അവന് പകുതി ആൾക്ക് നമ്മുടെ ജോലി ചെയ്യുന്നവരാ. അപ്പൊ അവര് പറഞ്ഞു, എന്റെ മെയിൻ ഡോക്ടറോട് പറഞ്ഞു, ആക്ച്വലി ഡോക്ടറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ചേച്ചി, ഞാൻ പറയാം. ചേച്ചിക്ക് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ട്. മൈ ഗോഡ്, ദാറ്റ്സ് വൈ ഷീ ഈസ് നോട്ട് സ്റ്റെബ്ലിഷിംഗ് ഹർ ഇലക്ട്രോലൈറ്റ്സ്. അതുകൊണ്ട് അവളുടെ ഇലക്ട്രോലൈറ്റ്സ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാതെ. ഇനി നമ്മൾ എത്ര പെട്ടെന്ന് ഇവർക്ക് ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ചെയ്ത് സ്റ്റെബിൾ ചെയ്ത് നമുക്ക് ഇവർക്ക് വീണ്ടും തിരിച്ച് ടാറ്റ പറഞ്ഞു വിടണം. അങ്ങനെ ടാറ്റ പറഞ്ഞു വിടാൻ അവർ തീരുമാനിച്ചു. ഞാൻ ടാറ്റ അങ്ങനെ ഇച്ചിരി കുറഞ്ഞു, പനിയൊക്കെ കുറഞ്ഞു, സോറി ഈ എല്ലാ പ്രോബ്ലംസ് നിന്നൊക്കെ ഇച്ചിരി ലൈക്ക് സ്റ്റേബിൾ ആയപ്പോൾ ഞാൻ ടാറ്റ പോകാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ഒരു അർജന്റ് ബുക്കിംഗ് ചെയ്ത് നമ്മൾ ടാറ്റ പോകണം. വഴി മൊത്തം പ്രാർത്ഥന വിഷയം, യേശപ്പൻ എന്റെ സർജറി ചെയ്യരുത്, അതാട്ട് മുമ്പ് ദൈവം ഒരു അത്ഭുതം ചെയ്യണം എന്നൊക്കെ ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു പാസ്റ്റർ. എന്നിട്ട് അവിടെ എത്തി കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നാ, ഞാൻ വന്നു ഡോക്ടർ, ബിക്കോസ് 2 വർഷം കഴിഞ്ഞാൽ പോകുന്നത്, അതുകൊണ്ട് ആളങ്ങനെ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഇനി എന്റെ തീരുമാനം ഓപ്പറേഷൻ ചെയ്യോ ഇല്ലയോ. അപ്പൊ ഞാൻ വാക്കൊണ്ട് പറഞ്ഞു, തലയോട് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ, സോ ബിഫോർ പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോ പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്തപ്പോ എന്റെ ബ്രോങ്കൈറ്റിസ്, എനിക്ക് 2 ലങ്സും ഫുൾ ബ്രോങ്കൈറ്റിസ് ആണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു സോറി സർജറി എടുക്കാൻ പറ്റത്തില്ല, ബ്രോങ്കൈറ്റിസ് അണ്ടർ GA ചെയ്യേണ്ടത്. അപ്പൊ ലങ്സ് സപ്പോർട്ട് ചെയ്യണം, വെന്റിലേറ്ററിൽ ഇട്ടാലും ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റുന്നത് തിരിച്ചു വിട്ടു. പിന്നെ 6 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയില്ല. പിന്നെ 2017 ഞാൻ വീണ്ടും അവിടെ ദൈവനാമത്തിന് ഞാൻ പറയുമ്പോൾ ഞാൻ അവിടെ വീണ്ടും പോയിട്ട് അവര് 2015 14 അങ്ങനെയൊക്കെ തുടങ്ങിയ വിഷയങ്ങളാണല്ലോ. 17 ആയപ്പോ ഞാൻ ലാസ്റ്റ് ആയപ്പോ ഞാൻ പോയി കാണിച്ചു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഞാൻ റിക്വസ്റ്റ്, ഡോക്ടർ എനിക്കറിയാം എന്റെ രോഗം മാറിയെന്ന്, പ്ലീസ് നിങ്ങൾ എന്റെ അൾട്രാസൗണ്ട് എന്റെ എല്ലാ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാമോ. അപ്പൊ ജൂനിയർ ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട്. ജൂനിയർ ഡോക്ടർ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ടാറ്റയിലെ ഒരു ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇവിടെ ഒരാൾക്ക് ഒരു ടെസ്റ്റ് തന്നെ കിട്ടുന്ന എന്തൊരു കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാവൂ. നിങ്ങൾ ഇത് വീണ്ടും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ല എന്നാണ്. പക്ഷെ ദൈവാത്മ എന്തോ ആ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, എന്താ പറയുന്നത്, ലൈക്ക് ഹി റോട്ട്, പേഷ്യന്റ് ഇൻസിസ്റ്റഡ് ഫോർ റിപ്പീറ്റ് ഓൾ ദ ടെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി. അങ്ങനെ ദൈവകൃപ പിന്നെ എല്ലാ ടെസ്റ്റും റിപ്പീറ്റ് ചെയ്തപ്പോ എന്റെ മുഴയൊക്കെ ഒത്തിരി ചെറുതായി. പിന്നെ FNS ചെയ്തപ്പോ ലൈക്ക് ക്യൂറി ആയിട്ട് അവർ എഴുതി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ പൂർണ്ണമായി മാറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എല്ലാവരും പറഞ്ഞു എന്റെ യേശുവിനെ മാറ്റി. അങ്ങനെ പക്ഷെ എന്റെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, സപ്പോസ് നീ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈൽ യു വിൽ പ്രഗ്നന്റ്, മേ ബി ഇത് ഭയങ്കരമായിട്ട് മെറ്റാസ്റ്റേസിസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ പടർന്നു കഴിഞ്ഞാൽ നിന്നും കിട്ടത്തില്ല, കൊച്ചിനും കിട്ടത്തില്ല, ബെറ്റർ ടു സർജനോട് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സെന്താ പറഞ്ഞില്ല, എന്റെ അപ്പച്ചനെ സൗഖ്യമാക്കിയത്, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുന്നത്, ഒത്തിരി കഷ്ടപ്പാടുകൾ കടന്നു പോണ സമയങ്ങളായിരുന്നു. മാതാപിതാക്കളൊക്കെ അറിഞ്ഞു, കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ അറിഞ്ഞു. എല്ലാ പാസ്റ്റർമാരൊന്നും പറഞ്ഞില്ല, കുറച്ച് പാസ്റ്റർമാർ പറഞ്ഞു. അവരെനിക്ക് ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം അത് ലൈക്ക് ക്യൂറിയാക്കി മാറ്റി. ഉണ്ടോ ഇല്ലെന്ന് അറിയട്ടെ, ദൈവം ആണ് വലിയൊരു അത്ഭുതം ചെയ്തു. പക്ഷെ എന്റെ വിശ്വാസം ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി എന്നാണ്. അങ്ങനെ 2018 എന്റെ കല്യാണം കഴിഞ്ഞു. 2019 20 ദൈവം ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്, ജോയൽ എന്ന ആ പേര്. ഒരു ആൺകുഞ്ഞിന് ദൈവം തന്നു. പ്രാർത്ഥിച്ച പ്രകാരം കിട്ടിയ ഞാൻ പറയും, കാരണം എനിക്ക് ബ്രദർ ഇല്ലാത്തൊരു വിഷമമുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ടായിരുന്നു, കർത്താവേ എനിക്കൊരു മോൻ തരണം, ആ മോൻ എന്റെ മമ്മി പപ്പ ലൈക്ക്
ദേ ഷുഡ് നോട്ട് ഫീൽ ഒരു മോൻ പോയതിന്റെ വിഷമം, അവര് ആ കൊച്ചിനെ സ്നേഹിച്ചോട്ടെ എന്നൊക്കെ എന്റെ മനസ്സിൽ. അങ്ങനെ ദൈവം ഒരു മോനെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇടയ്ക്കുണ്ട് പാസ്റ്റർ, പറയാൻ സമയമില്ല എനിവേ. അങ്ങനെ ദൈവം ഭയങ്കര അത്ഭുത രീതിയിൽ കൂടെ നടത്തിക്കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഞാൻ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞിട്ടാ കല്യാണം കഴിച്ച എല്ലാവർക്കും. അപ്പൊ ഇത് ക്യൂർ ആയ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് വന്ന ഒരു കല്യാണം പോലും വേണ്ടെന്ന് വെച്ചില്ല അവര്, എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്റെ കല്യാണം കഴിയുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ദൈവനാമത്തിന് ഞാൻ പറഞ്ഞു ഒരു 2018 കല്യാണം കഴിയുന്നു. 2019 ആയപ്പോ, സോറി 2018 ലാസ്റ്റ് ആയപ്പോ എനിക്ക് ഹമദ് നിന്ന് ഒരു ഇന്റർവ്യൂ വരുന്നു. ഹമദ്, ഖത്തർ ഹമദിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഒരു ഇന്റർവ്യൂ വരുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതും ഒരു ഉപവാസ പ്രാർത്ഥന സമയമുള്ള സമയമാണ്. അപ്പൊ ഞാൻ പോകുള്ളത് ഞാനും തീരുമാനിച്ചു. ആ സമയത്ത് നമ്മുടെ അവിടെ നാട്ടിലൊക്കെ സുനാമി വന്ന സമയം, ആ ഒരു സമയം. അപ്പൊ അവിടെ പ്രാർത്ഥന നടന്ന, സോറി, ആ പ്രാർത്ഥന നടന്ന ഞാൻ പ്രാർത്ഥിപ്പോ ഞാൻ തീരുമാനിച്ചു. ഞാൻ പ്രാർത്ഥി പോവാൻ തന്നെ വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥി പോയി. അങ്ങനെ പിന്നീട് ഞാൻ അറിഞ്ഞ, പിന്നെ അപ്പൊ എല്ലാവരും പറഞ്ഞു നീ പോയില്ല, ഇത്ര നല്ല സ്ഥലമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ലൈക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ഹമദ് കിട്ടാൻ ബുദ്ധിമുട്ട്, ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ വന്നു. ഞാൻ പക്ഷെ പോയില്ല. പിന്നീട് ആ 2019 തന്നെ എന്നാ പറഞ്ഞ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോ യേശുവേ സ്തോത്രം, വീണ്ടും ഹമദിന് ഒരു കോള് വരുന്നു. ഞാൻ അവിടെ ഇന്റർവ്യൂക്ക് പോകണം. ബോംബെ തന്നെ ഇന്റർവ്യൂക്ക് വന്നേ. അപ്പൊ ബോംബെ ഞാൻ ഇന്റർവ്യൂക്ക് വന്ന് നിന്ന സ്ഥലം നമ്മുടെ വിഒ വർഗീസ് പാസ്റ്റർ ഉണ്ട്. വിഒ വർഗീസ് പാസ്റ്ററുടെ വീട്ടിൽ ഞാൻ പോയി നിന്ന്. പാസ്റ്ററുകൾ എന്നെ അറിയായിരുന്നു. ബിക്കോസ് ഇങ്ങനെ ക്യാൻസർ ഒക്കെ വന്ന സമയത്ത് ഞാൻ ചർച്ചയിൽ പോയിട്ടുണ്ട്. കാരണം പാസ്റ്ററുകൾ ആന്റി എന്നെ അറിയായിരുന്നു. അങ്ങനെ ആന്റി വന്ന് തന്നെ ആന്റിയുടെ ഗസ്റ്റ് റൂമിൽ കൊണ്ട് അവിടെ ഞങ്ങൾ നിന്നു. അങ്ങനെ കുറച്ച് നാൾ അവിടെ ലൈക്ക് ഒരു 3 ദിവസത്തേക്ക് അവിടെ നിന്നേ. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, എന്റെ സെലക്ഷൻ ആയി. ആന്റി ഞാൻ ഖത്തറിലേക്ക് എന്റെ സെലക്ഷൻ ആയി. അപ്പൊ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നു. അതിന് ഞാൻ വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോവിഡ് ലൈക്ക് അവരെന്നെ കുറെ വട്ടം വിളിച്ചു. പക്ഷെ ആ സമയം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പോവാൻ പറ്റിയില്ല. എന്നിട്ട് 2020 ഞാൻ പോകുന്നത്. 2020 ഞാൻ വന്നപ്പോ ലൈക്ക് ഇതിന്റെ അടുത്ത് കുറെ ദൈവം അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. ലൈക്ക് ഖത്തർ ഹമദ് പറഞ്ഞാൽ ഖത്തറിലുള്ള ആൾക്കാരെ കേൾക്കാൻ അവർക്ക് അറിയാം. ഹമദ് ഹോസ്പിറ്റൽ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അവര് ഒരു വട്ടോ 2 വട്ടോ വിളിക്കത്തുള്ളൂ. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, എന്നെ 4 വട്ടം അവർ അയച്ചു. ലൈക്ക് ഞാനൊരു കോൾ ലെറ്റർ അയച്ചു. ഈ 4 വട്ടം ഞാൻ പോയില്ല. സോറി 3 വട്ടം ഞാൻ പോയി. 4ാമത്തെ വട്ടം ഞാൻ ഇവിടെ എത്തിയത്. ആ സമയത്ത് കുഞ്ഞ് 8 മാസം ആവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം ഭയങ്കര അത്ഭുതത്തിൽ ഇവിടുത്തെ എനിക്ക് ജോലി തന്നെ. അപ്പൊ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒത്തിരി വിഷയങ്ങൾ, ലൈക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ വന്നു. അതൊക്കെ പറയാൻ സമയമില്ല. ദൈവം എപ്പോഴെങ്കിലും ഒരു സമയം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയും. അങ്ങനെ ഇവിടെ വന്ന് ഈ ഇടയ്ക്കടുത്ത് ഞാൻ സാക്ഷി പറഞ്ഞിട്ട് തീർക്കാം. ഈ ഇടയ്ക്ക് ഞാനിപ്പോ വന്ന് എനിക്ക് ലൈക്ക് മെൻസ്ട്രേഷൻ സൈക്കിൾ ഇച്ചിരി ഇറഗുലർ ആയി പോയി. ലൈക്ക് റെഗുലറാ, പക്ഷെ അതിന്റെ ക്വാളിറ്റി ഒത്തിരി കുറഞ്ഞു പോയി. ലൈക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഒത്തിരി കുറഞ്ഞു പോയി, സോറി. അങ്ങനെ കുറഞ്ഞു പോയി. ഞാൻ ഡോക്ടറെ കാണിച്ചു എന്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പണ്ട് ഒരു സി ഉണ്ടായിരുന്നു, അല്ലാണ്ട് എനിക്ക് വരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പൂർണ്ണമായി മാറിയതാ. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അൾട്രാസൗണ്ട് ഇപ്പൊ നോട് ഞാൻ പറഞ്ഞു നോട് ചെറുതായിട്ടുള്ളൂ, നോട് ചെറുതായി, പക്ഷെ പൂർണ്ണമായി മാറിയിട്ടില്ല. നോട് ചെറുതായിട്ടുള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞു FNS ചെയ്തപ്പോ ഇവർക്ക് മാറിയിട്ടില്ല. ലാസ്റ്റ് എന്തായാലും ഇവർ ക്യൂറി ചെയ്തിട്ട് ലാസ്റ്റ് വീണ്ടും ഒരു സ്ലൈഡ് അയച്ചപ്പോ അത് കറക്റ്റ് ബെറ്റ്സെഡ 6 പറഞ്ഞ ക്യാൻസർ ഉണ്ട്, തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഈ ഒരു കുറച്ച് ആഴ്ച മുമ്പിലത്തെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു യേശപ്പച്ച നീ എന്നെ സൗഖ്യമാക്കിയത്, ഈ 9 വർഷം യേശപ്പച്ച നടന്നു, ഈ മുഖത്ത് മനുഷ്യനെ വിട്ട് കൊടുക്കരുത് യേശപ്പച്ച. അപ്പൊ ഡോക്ടർ ഈ മാർച്ച് മുതൽ എനിക്ക് ഓരോ ദിവസങ്ങൾ തന്നോണ്ടിരിക്കുക. ലൈക്ക് ഇന്ന് വരണം, മതലബ് സപ്പോസ് മാർച്ച് 26 ആയിരിക്കും എനിക്ക് തന്ന ഡേറ്റ് സർജറിക്ക് തന്നത്. പക്ഷെ കറക്റ്റ് 26 ആകുമ്പോഴത്തേക്കും ചുമ വരും, അല്ലെങ്കിൽ പനി വരും. അങ്ങനെ ഈ 5-6 മാസം കണ്ടിന്യൂ ഒന്നെങ്കിൽ ചുമ അല്ലെങ്കിൽ പനി. അപ്പൊ ഇത് സക്സസ് ആവുന്നില്ല. അതായത് സർജറിക്ക് പോകുമ്പോൾ സർജറി നടക്കും. ലൈക്ക് PSC പോകുമ്പോൾ PSC ക്ലിയർ ആയ സർജറിക്ക് കയറാൻ പറ്റുള്ളൂ. PSC ക്ലിയർ ആവുന്നില്ല. അങ്ങനെ ആയി ലാസ്റ്റ് ഡോക്ടർ എന്നെ കണ്ടു. ഈ പ്രാവശ്യം ഡോക്ടർ എന്നോട് പറഞ്ഞു, വിനീറ്റ ജൂലൈ 28 പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ നിനക്ക് ചുമയാണെങ്കിലും പനിയാണെങ്കിലും ഞാൻ സർജറിക്ക് എടുത്തിരിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ച് കാണിച്ചെങ്കിലും എന്റെ മനസ്സിനുള്ളിൽ ഭയങ്കര വിഷമം. കാരണം എന്റെ അപ്പച്ചൻ എന്നെ സൗഖ്യമാക്കിയത് മനുഷ്യന് മുഖത്ത് എടുക്കരുത് കർത്താവ്, ഭയങ്കര എനിക്ക് വിശ്വാസം, ഭയങ്കര ഒരു പ്രാർത്ഥന വിഷയമാണ് എന്റെ. അപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ പ്രാർത്ഥന നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി നമ്മുടെ അടുത്തുള്ള നമ്മുടെ ചർച്ചയിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ലൈക്ക് മീൻസ് ചേച്ചിയുണ്ട്. അവരോടൊക്കെ ഞാൻ ചെറിയ കുറച്ച് വിഷയങ്ങൾ പറയും. പിന്നെ 1-2 അഞ്ചുമാരുണ്ടവർ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചർച്ചത്തിൽ ഒരു ആന്റിയാണ്, ഇവിടെ ഹമദിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ചർച്ച ക്രിസ്ത്യൻ ആൻഡ് എന്ന് പറയുന്ന ആന്റിയാണ് എന്നെ നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നത്. പിന്നെ അവിടെ ഞങ്ങളുടെ ചർച്ചിൽ 1-2 ആൾക്കാർ ക്യാൻസർ വന്ന് ബാധിച്ചവരുണ്ട്. അപ്പൊ ആന്റിമാരൊക്കെ എന്നോട് സംസാരിച്ചു പറഞ്ഞു, മോനെ നീ പോണം, നീ ഡോക്ടറെ കാണിക്കും. സർജറി
നമ്മൾ ദൈവം ട്രീറ്റ്മെന്റ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നീ പോണം, നീ ചെയ്യണം. അപ്പൊ ലാസ്റ്റ് ഓക്കെ എല്ലാരും പറയുന്നല്ലേ നോക്കി, ഞാൻ എന്റെ മനസ്സ് ഇല്ല മനസ്സാണ് മിക്കവാറും ഹാന ഹാന എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്റെ മനസ്സിന് ഓക്കെ പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ 25-ാം തീയതി എന്റെ 24-ാം തീയതി എന്റെ അൾട്രാസൗണ്ട് നടത്തും. അൾട്രാസൗണ്ട് നടന്നപ്പോ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പോകുന്നത് പാസ്റ്റർ, ഈ 24-ാം തീയതി കഴിഞ്ഞ പോയി 24-ാം ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നു. അപ്പൊ അൾട്രാസൗണ്ട് ഞാൻ ചോദിക്കാം, നോടൊന്നും അവിടെ ഇല്ലാലേ, അവിടെ മുഴയൊന്നും ഇല്ലാലോ ഞാൻ ചോദിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു, ചിരിച്ചു കാണിച്ചു പറഞ്ഞു, വി കനോട്ട് റിവീൽ ദ റിസൾട്ട്, നിങ്ങൾ നിങ്ങൾ സർണർ പോയി, എനിക്ക് സർണർ നോക്കാൻ പറ്റും, ഞാൻ അതേ ഹോസ്പിറ്റലിൽ വർക്ക്, അപ്പൊ നിങ്ങൾക്ക് ആ സർണർ നോക്കാൻ പറ്റും, നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾ സ്റ്റാഫ് അല്ലേ നോക്കിയാൽ മതി പറഞ്ഞു. പക്ഷെ ഞാൻ പോയി നോക്കിയൊന്നുമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് റിപ്പോർട്ടും ഞാൻ നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ ദൈവനാമത്തിന്റെ കാര്യം പറയട്ടെ, എന്റെ ലെറിഞ്ചോസ്കോപ്പി കുറച്ച് നാൾ മുമ്പ് 5-6 മാസം മുമ്പ് ചെയ്തപ്പോ എന്റെ വോയിസ് ബോക്സ് പൂർണ്ണ അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലായി. അവർ ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ സംസാരിക്കുന്ന പോലും ചോദിച്ചിട്ടുണ്ട്. ചെറിയൊരു ക്യാപ്പ് വരുന്ന ആ എയർ കൊണ്ടാണ് നീ ഇത് സംസാരിക്കുന്നത്. ചില സമയത്ത് വോയിസ് ശരിക്കും സീതാ പറഞ്ഞായിരുന്നു. അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ അന്നൊരു അത്ഭുതം ഞാൻ പറയട്ടെ, എന്റെ ദൈവം അന്ന് എനിക്ക് സംസാരിക്കാൻ കൃപ തന്നു, ഇന്ന് ദൈവം അത് കൃപ തന്നിരിക്കുന്നു. നമ്മുടെ നാവ് നമ്മുടെ വായ ദൈവത്തിന്റെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ഒരിക്കലും കൈവിടാത്ത ഒരു അപ്പച്ചനാണ് ഞാൻ ഇന്ന് വിശ്വസിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വായിൽ നിന്ന് ഒരു തെറ്റായ കാര്യങ്ങൾ പറയുന്നതല്ല. നമ്മുടെ നാവ് ദൈവം തന്ന നാവ് ആ ദൈവത്തിന് വേണ്ടി മാത്രം മൊത്തത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. ദൈവം നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. രോഗസൗഖ്യം വലുതാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ കരം എന്നോട് കൂടെ എങ്ങനെ ഇരിക്കുന്നു. ബിക്കോസ് രോഗസൗഖ്യം തന്നാലും തന്നില്ലെങ്കിൽ ദൈവം വലിയവനാണ്. എന്റെ ദൈവമാണ് എല്ലാത്തിനും മേലുള്ളത്. ബിക്കോസ് എന്റെ ദൈവത്തിന് എല്ലാത്തൊരു പ്ലാനിങ് ഉണ്ട്. പക്ഷെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ആ ഒരു വലിയൊരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കും. കാരണം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്റെ ലെറിഞ്ചോസ്കോപ്പി ഈ ഇടയ്ക്ക് 26-ന് എന്റെ 25-ന് ലെറിഞ്ചോസ്കോപ്പി കഴിയുന്നു. ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും കേസ് മാനേജർ ഫോൺ വരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, വിനീറ്റ നിന്നെ ഡോക്ടർ കാണാൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്റെ ആദ്യം എന്നെ വേണം കാണുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം അവർ ഫോൺ വെച്ച് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഫോൺ എടുക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ലൈക്ക് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവിടെ എത്തുന്നത്. അപ്പൊ ഇവരെ വിളിച്ചാൽ ദേഷ്യപ്പെടും. കാരണം എപ്പോഴും ഇങ്ങനെ ലൈക്ക് ഓരോരോ കാരണത്തിൽ വീണ്ടും വീണ്ടും പോവാണ് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് എന്റെ ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞപ്പോ ഡോക്ടർ ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, നീ കുളിച്ചിട്ടാ പോയി? അപ്പൊ എനിക്ക് കുളിച്ച് കഴിയുമ്പോൾ ചെറിയൊരു ജലദോഷം പോലെ ഉണ്ട്. അപ്പൊ ഡോക്ടർ ഐ യു ഹാവിങ് കോൾഡ്? അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നീങ്ങി പോകട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, യെസ് ഡോക്ടർ, ഐ തിങ്ക് ഐ ഹാവ് നോട്ട് ഷുവർ എന്ന് പറഞ്ഞു. ബിക്കോസ് നുണ പറയാൻ പറ്റത്തില്ലായിരുന്നു. ഐ എം നോട്ട് ഷുവർ ബട്ട് ഐ തിങ്ക് മേ ബി ബിക്കോസ് ഐ ചെക്ക് ഇൻ ബട്ട് ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അപ്പൊ പറഞ്ഞു ഓക്കെ വി കനോട്ട് ടേക്ക് ലൈക്ക് വി വിൽ ഡു കോവിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോ കോവിഡ് നെഗറ്റീവ്. ഞാൻ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ മുഖം നോക്കും, മുഖം ഇങ്ങനെയൊക്കെ പോകണം. അപ്പൊ ഞാൻ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ വെള്ളിയാഴ്ച പ്രാർത്ഥിക്ക് പോണ ഒരു വിഷമമുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ വെള്ളിയാഴ്ച പ്രാർത്ഥിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അവരെ വിഷമിച്ച് മനസ്സിലിരിക്കുക. അപ്പൊ എടുത്തേക്ക് എന്നോട് പറയും കോവിഡ് ഇസ് നെഗറ്റീവ് മാഡം, വി ക്യാൻ ഡു ലെറിഞ്ചോസ്കോപ്പി. ഓ അപ്പൊ അവിടെ നിന്നും പോയി. കർത്താവ് എനിക്ക് ലെറിഞ്ചോസ്കോപ്പി ചെയ്തേ പറ്റും. ലെറിഞ്ചോസ്കോപ്പി ചെയ്തപ്പം എനിക്ക് ഭയങ്കര പെയിൻഫുൾ പ്രോസസ്. ഫസ്റ്റ് ഇങ്ങനെ ട്യൂബ് എടുത്ത് നമ്മുടെ വോയിസ് ബോക്സിലേക്ക് നോക്കിനെ. അപ്പൊ ഇതായിട്ട് മുമ്പ് ചെയ്ത പിന്നെ ഫുള്ള് അകത്തൊക്കെ മൊത്തം ലെസറായിട്ട് തോലൊക്കെ പോയി. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു 4-5 മാസം മുമ്പ് ചെയ്തപ്പോ. അപ്പൊ ഡോക്ടർ എടുത്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഐ ഡോണ്ട് ലൈക്ക് ദിസ് പ്രോസസ്, ഇറ്റ്സ് ടു പെയിൻഫുൾ എന്ന് പറഞ്ഞു. അപ്പം ബട്ട് വി ഹാവ് ടു ഡു ബിക്കോസ് വി ഹാവ് ടു ഗോ ഫോർ സർജറി, ഐ ഹാവ് ടു ഡു എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി നോക്കി. അത് കഴിഞ്ഞിട്ട് പുള്ളി നോക്കി അപ്പൊ തന്നെ ഇങ്ങനെ ഈന്ന് വിളിക്കാൻ പറയും, ഈ ആന്നൊക്കെ വിളിക്കാൻ പറയും. അങ്ങനെ ചെയ്തപ്പോ എന്റെ 2 ബോളും വർക്കിംഗ് ആണ്. ഇറ്റ്സ് വർക്കിംഗ് വെരി നൈസ്ലി. അപ്പൊ പുള്ളിക്കാരി അപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു, യു നോ യുവർ ലെറിങ്സ് വർക്കിംഗ് വെരി പ്രോപ്പർലി, യു ആർ ഫിറ്റ് ഫോർ സർജറി, നോ നീഡ് ടു എനിത്തിങ്, നൗ യുവർ ലെറിങ്സ് എന്റെ ലെറിങ്സ് വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്റെ ദൈവം വലിയവനാ, എന്റെ അപ്പച്ചൻ ജീവിച്ചിരിക്കുന്ന നല്ലൊരു വിശ്വാസം വീണ്ടും വന്നു. അത് കഴിഞ്ഞിട്ട് ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഇത് അതിന് കേസ് മാനേജർ വിളിച്ചു. കേസ് മാനേജർ വിളിച്ച് എന്നോട് പറഞ്ഞു, ബീറ്റ ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞു ചോദിച്ചു. ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഡോക്ടർ ഒന്നും പറഞ്ഞോന്ന് ചോദിച്ചു. നമ്മൾ ഇല്ല പറഞ്ഞില്ല. ഇതിനൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം അൾട്രാസൗണ്ട് ചെയ്തപ്പോ മുഴ കാണാനില്ല. അതുകൊണ്ട് ഇനി അറിയത്തില്ല അവിടെ സർജറി വേണോ വേണ്ടിയെന്ന്. എന്റെ അപ്പച്ചൻ ജീവിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. എത്ര വലിയ ക്യാൻസറിനെ മാറ്റി എന്റെ അപ്പച്ചനെ കടി. ഒരു കീമോ റേഡിയേഷൻ സർജറി കൂടാതെ എന്റെ അപ്പച്ചൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും രോഗസൗഖ്യം തരുന്ന ദൈവമാണ്. ഇതിന്റെ സാക്ഷ്യമാണ് ഞാൻ. എന്റെ ഡോക്ടർ എന്നിട്ട് പറഞ്ഞ ഡോക്ടറെ കാണുന്നു. ഡോക്ടർ മെസ്സേജ് വരുന്നു. ഐ പോസ്റ്റ്പോൺ യുവർ സർജറി ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് യു ബിക്കോസ് ദർ ഇസ് നോ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. പക്ഷെ എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം. ഞാൻ എഴുതിയിട്ടു മൈ ഗോഡ് ഇസ് ലിവിംഗ് ഗോഡ് ആൻഡ് മൈ ഗോഡ് ഇസ് ദ വൺ ഹു ഹീൽഡ് മീ എന്ന് എഴുതിയിട്ടു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഞാൻ ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, അതിന്റെ പുള്ളിക്ക് ഞാൻ സ്ലൈഡ് റീഡ് ചെയ്യാൻ കൊടുത്തിട്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എന്റെ ദൈവം ജീവിക്കുന്ന കർത്താവാണ്.
ആ ഒരു ദിവസം 3 ദിവസം മാത്രം ബാക്കിയുള്ള സർജറിക്ക് 3 ദിവസം മാത്രം ബാക്കിയുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ച ഏക ഒരു വിഷയമുള്ളൂ. അപ്പച്ചാ ഈ മഹത്വം അപ്പച്ചന് വേണ്ടി ഞാൻ 9 വർഷം ജീവിച്ചത് എന്റെ അപ്പച്ചന്റെ കൃപയാണ്. എനിക്ക് ക്യാൻസർ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കർത്താവേ. കാരണം എനിക്ക് ദൈവം ഞാൻ പ്രഗ്നന്റ് ആയ സമയം ഡെലിവറി ആയ സമയം ഇതുവരെ വന്ന സമയത്തൊക്കെ എന്റെ അപ്പച്ചനാണ് എന്നെ നടത്തിയത്. ആ മഹത്വം ഒരിക്കലും മനുഷ്യനെ കിട്ടുന്ന ആ ആൾക്കാർ പറയുന്നത് നീ സർജറി ചെയ്ത് കാരണം ജീവിക്കണമെന്ന്. എന്റെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ആ നോട് ഇന്നിവിടെ ഇല്ല. നിങ്ങൾക്ക് ഇത് കണ്ട മനസ്സിലാവായിരുന്നു. ഇപ്പൊ ഇല്ല, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. തൊട്ടാ മനസ്സിലാവാറുണ്ടായിരുന്നു. അയാൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങൾ തൊട്ടപ്പോ അവിടെ ഒരു മുഴയില്ല. ലൈക്ക് ഹൗ ഐ ഗിവ് താങ്ക്സ് ഐ ഡോണ്ട് നോ. എനിക്ക് എങ്ങനെ നന്ദി പറഞ്ഞെന്ന് അറിയത്തില്ല. ലൈക്ക് ഞാൻ ആ സമയത്ത് കണ്ണുനീരോട് നന്ദി ദൈവത്തോട് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ച എന്റെ ചേച്ചിയുടെ അവരും പിന്നെ എന്റെ മകൻ പപ്പ എന്റെ പാസ്റ്റർമാരൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് അത്ഭുത പ്രവർത്തി ചെയ്തു. ആ മുഴ അവിടെ ഇല്ല. എന്റെ അപ്പച്ചൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എന്റെ അപ്പച്ചന് കഴിയാത്തതൊന്നും ഇല്ല. ദൈവം എനിക്ക് വിളിച്ച് പറയാൻ ദൈവം സഹായിച്ചു. പ്രൈസിലോ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ. അതേ ഈ വീണ്ടും പുള്ളിക്ക് ഇപ്പൊ വിളിച്ചു 2 ദിവസം വരെ വിളിച്ചു. എന്നിട്ട് പറയാം നോട് ഇല്ലെങ്കിൽ എന്തോ വിനീത ബട്ട് പേപ്പർ സോണീസ് ടു ഡു ടാരഡക്ടോമി. പക്ഷെ ഞാൻ അപ്പൊ പറഞ്ഞു ഇല്ല, എനിക്ക് ഒന്നും ആവശ്യമില്ല. കാരണം ആ മുഴയിലായിരുന്നു ക്യാൻസർ. ആ മുഴ അവിടെ ഇല്ലെങ്കിൽ എനിക്ക് സർജറി ആവശ്യമില്ല. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഇതൊക്കെ ദൈവമാണ് എനിക്ക് ചെയ്തു തന്നത്. ഞാൻ പറയാൻ ഒത്തിരി കാര്യം എനിക്കറിയാം, സമയം പോയി, എന്നോട് ക്ഷമിക്കണം എല്ലാവരും. പക്ഷെ ദൈവം ചെയ്തു തന്ന ഒരു പ്രവർത്തിക്കും എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഹല്ലേലൂയ. അതുപോലെ ഈ ഇടയ്ക്ക് കുറെ ദേവദാസം വന്നതിന് ഒത്തിരി പ്രവചനങ്ങൾ പറഞ്ഞു, ഒത്തിരി കാര്യം പറഞ്ഞ ലൈക്ക് ഇവിടെ വന്ന പാസ്റ്റ് ഞാൻ ഹൃദയം തുറന്നു പറയാം. ഇവിടെ വന്ന എനിക്ക് ഒത്തിരി വിഷമത്തിലായിരുന്നു. ലൈക്ക് എനിക്ക് ആത്മീയമായി ഞാൻ നോർത്ത് ഇന്ത്യയിൽ എന്ന സമയത്ത് എനിക്ക് അതിനനുസരിച്ച് ദൈവവചനം പറയാൻ പോകാൻ പറ്റാറുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു. എനിക്ക് 6 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്ന് അനേക സ്ഥലത്ത് ദൈവവചനം പറയാൻ പോകും, ട്രാൻസ്ലേഷന് പോകും. ഇവിടെ വന്നപ്പോ എല്ലാം അടഞ്ഞ പോലെയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞാൻ എന്റെ അപ്പച്ചനോട് പറഞ്ഞ, കർത്താവേ നീ എന്നെ മറന്നു കളയരുത്. എനിക്കറിയാം എന്നെ കാട്ടി കഴിവുള്ള ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ദൈവമേ നീ എന്നെ ഉപയോഗിക്കാം. എനിക്ക് ആഗ്രഹമാണ് എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ ഗവൺമെന്റ് ജോലി വിട്ട വിഷയം പറഞ്ഞ, ഗവൺമെന്റ് ജോലി വിട്ട ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ റിസൈൻ കൊടുത്ത പാസ്റ്റർ വന്നത്. അല്ലാണ്ട് പകുതി വെച്ചിട്ടല്ല വന്നേക്കണം. ഞാൻ ലൈക്ക് വീണ്ടും പോയി റീജോയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പൂർണ്ണമായി റിസൈൻ കൊടുത്താ വന്നത്. റിസൈൻ കൊടുത്ത ഏറ്റവും മെയിൻ കാര്യം, നാളെ എന്റെ ദൈവത്തിലേക്ക് ഇറങ്ങാൻ പറയുകയാണെങ്കിൽ ഈ ഗവൺമെന്റ് ജോലികൾക്ക് തടസ്സമായത്. കാരണം 6 മണിക്കൂറിൽ ഡ്യൂട്ടിക്കും പോവാം, ജോലിക്കും പോവാം, അല്ല ദൈവത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കുക. അതൊക്കെ ഒത്തിരി ചിന്തകൾ മനസ്സിൽ വന്നാൽ ഞാൻ ഗവൺമെന്റ് റിസൈൻ വെച്ച് ഇവിടെ വന്നത് എന്റെ അച്ചാച്ചന് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന്, കാരണം കുറച്ച് വർഷം നമുക്ക് ലൈക്ക് വർക്ക് ചെയ്യാം, പിന്നെ നമുക്ക് ലൈക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്ത. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ ശരിക്കും ഒരു കൂട്ടില് കെട്ടിയ പോലെയായിരുന്നു. എനിക്ക് ആത്മീയ വളരാൻ പറ്റുന്നില്ല. പല ചിന്തകളും പല ഭക്ഷണം എന്റെ മനസ്സിലേക്ക് കയറി വരാൻ തുടങ്ങി. പക്ഷെ ദൈവദാസന്മാരും ദൈവമക്കളൊക്കെ ലൈക്ക് പ്രവചനം പറയും, ലൈക്ക് എന്തുവാ, ദൈവം നിന്നെ അടുത്ത് ഉപയോഗിക്കുമ്പോൾ നീ ദേശങ്ങളും വിദേശികളും ഒക്കെ ദൈവവചനം തേടി പോകും. ദൈവം നിന്നെ അടുത്ത് ഉപയോഗിക്കും. ദൈവം തക്കതായ സമയം വെച്ചിട്ടുണ്ട്. ഈ നിങ്ങളുടെ ഈ ലൈവിൽ വരുന്നതായിട്ടും ഒരാഴ്ച മുമ്പാണ് റീജ ഒരു സിസ്റ്റർ ഉണ്ട്, ഒരു ആന്റി ഉണ്ട്. ആന്റി വന്ന് എന്നെ ലൈക്ക് എന്റെ പ്രവചനം പറഞ്ഞു, മോളെ ദൈവം നിന്നെ അടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കും. കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവമേ ഇവിടെയും ദൈവത്തെ ലൈക്ക് നാട്ടിലെ സൂമിൽ വചനം പറയാനെ വിളിക്കാറുണ്ട്. ലേഡീസ് മീറ്റിംഗ് അവിടെ വചനം പറയാൻ വിളിക്കാറുണ്ട്. പക്ഷെ എന്നാലും ആ പണ്ടത്തെ ആ ഒരു അത് കിട്ടാത്ത എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ദൈവനാമത്തിന് പറയട്ടെ, ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്, ദൈവം എന്നെ വിളിച്ച് ഉയർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിനെ വിളിച്ച് ഞാൻ ദൈവത്തിലേക്ക് ദൈവം എന്നെ അടുത്ത് ഉപയോഗിച്ചിരിക്കും. എന്റെ അവസ്ഥ എത്ര ഓപ്പോസിറ്റ് ആണ് ദൈവം എനിക്ക് എന്നെ പ്രവർത്തിക്കും. ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ലൈക്ക് ഈ യൂദേനെ ദൈവം 13 സ്റ്റാപ്പുകൾ ഇട്ട പോലെ എന്നെ ദൈവം അങ്ങനെ ഇട്ടേക്കുക. പക്ഷെ ഈ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോ ഒത്തിരി ആൾക്കാർ വിശ്വസിച്ചു. ഹല്ലേലൂയ. എന്റെ ചർച്ചിൽ പറഞ്ഞപ്പോ എന്റെ ആന്റിക്ക് ഞാൻ ചർച്ചിൽ ആന്റിക്ക് മോളുണ്ട്. ആന്റി പറഞ്ഞു, മോളെ നിന്റെ സാക്ഷ്യം കേട്ട് എനിക്ക് വിശ്വാസം അറിയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്റെ ദൈവത്തിന് എല്ലാത്തിനും സമയമുണ്ട്. ദൈവം അത് ഉറപ്പായി ചെയ്യും. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നകത്ത് പ്രാർത്ഥിക്കണം. എന്റെ ദൈവത്തിനെ ജീവിക്കണം, ദൈവയിലേക്ക് എന്നെ പരിശോധിക്കണം, എന്റെ കുടുംബം ദൈവം ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥന. ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാൽ ഹൃദയോടെ ഇത്രയോ നേരം കേട്ട് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഈ വചനം ദൈവം അനേക ആൾക്കാർക്ക് വേണ്ടി വിശ്വാസം വർദ്ധിക്കാനുള്ള കാരണമാക്കി തീർക്കട്ടെ. ഇന്ന് എന്റെ അപ്പച്ചൻ ജീവിക്കുന്ന ദൈവമാണ്. ഈസ് ഓൺലി ദ ഗോഡ്, ഈസ് ഓൺലി ദ ക്രിയേറ്റർ, ഈസ് ഓൺലി ദ ഹീലർ, ആൻഡ് ഹി ഈസ് ഓൺലി ദ ഗോഡ് ഹു ക്യാൻ ഡു മിറക്കിൾ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വിനീറ്റ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ബോംബെയിൽ ടാറ്റ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. അവിടെ
അവരെ പ്രൊസീജിയറൊക്കെ പറഞ്ഞു, കീമോയോ റേഡിയേഷനോ ഒന്നും അവിടെ ചെയ്തില്ല അല്ലേ? ഒന്നും ചെയ്തത് എന്റെ അപ്പച്ചൻ ദേഷ്യം വിടിവിച്ച് കൊണ്ടുവരായിരുന്നു. ഫസ്റ്റ് ടൈം ഈ മുഴയുണ്ടെന്ന് കണ്ടത് ഏത് വർഷമാ? അത് കറക്റ്റ് എനിക്ക് തോന്നുന്നു ആക്ച്വലി ഫസ്റ്റ് കണ്ടു തുടങ്ങിയത് ഞാൻ ലൈക്ക് 10ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ വജ്ര ട്രാൻസ്ലേഷന് പോകുമ്പോ ഇങ്ങനെ ആഡം ഓഫ് ഇല്ലേ ബോയ്സുകൾ ഇത് ഇങ്ങനെ ലൈക്ക് കെയർ ഇറങ്ങും ഒക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെ എല്ലാരും പറയും മോളെ നിനക്ക് മുഴയുണ്ട് ഇങ്ങനെ. പക്ഷെ അവര് പറഞ്ഞിട്ട് മുമ്പ് എന്റെ മമ്മിയെ കണ്ടിട്ട് പറഞ്ഞായിരുന്നു മോളെ നിന്റെ കഴുത്തിൽ മുഴയുണ്ടെന്ന്. ഇങ്ങനെ മമ്മി എപ്പോഴും പറയും. മമ്മിക്ക് ചിന്താവിഷയമായിരുന്നു. അങ്ങനെയാ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഈ മുഴ അവിടെ ഉണ്ട്. പിന്നെ ഡയഗ്നോസ് ചെയ്ത് എനിക്കൊന്ന് 2015-16 അതോ? അതെ 2015 ഡയഗ്നോസ് ആവുന്നത്. 9 years 9 years ആ ഒരു മുഴയും ആ ഒരു സി എന്ന് പറയുന്ന ആ ഒരു പേരും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു, ഫൈറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഈ സാക്ഷ്യം പറയുന്നതിന് 10 ദിവസം മുമ്പ് നമുക്കൊരു റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ആ മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. 9 വർഷത്തെ യുദ്ധത്തിന് അവസാനം സാക്ഷ്യം പറയുന്നതിന് ഒരു 10 ദിവസം മുമ്പ് അല്ലേ, ജൂലൈ മാസത്തിൽ. എനിക്ക് തോന്നുന്നു പിന്നെ ഏഞ്ചൽ പറഞ്ഞാട്ടെ. സോറി ആക്ച്വലി 2017 ഇതിൽ ചെയ്ത് ക്യൂറിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സമാധാനമായി. കാരണം ആ മുഴ ഒത്തിരി ചെറുതായി, ലൈക്ക് MM ആയി മാറി. അത് സെന്റിമീറ്റർ ആയിരുന്നു, അത് MM ആയി മാറിയപ്പോഴത്തേക്ക് എന്റെ നല്ലൊരു വിശ്വാസമായി ഇതെനിക്കില്ല. അപ്പൊ ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് ക്യാൻസർ ഇല്ല. അപ്പൊ ജൂനിയർ ഡോക്ടർ പറഞ്ഞു ഇല്ല ഷ്രിങ്ക് ആവാം, അത് പൂർണ്ണമായും മുഴ പൂർണ്ണമായി പോയായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. ബട്ട് ഇറ്റ് സ്റ്റിൽ ദിയർ. സോ ഇവർ ക്യൂർ ചെയ്താലും അത് ക്യാൻസർ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എന്റെ വിശ്വാസം ഇല്ല, ദൈവം എന്നെ മാറ്റി. പിന്നെ ഇവിടെ വന്നില്ല ഈ 2017 തൊട്ട് ഇന്ന് 2024 വരെ എനിക്കില്ലാന്ന് ഒരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്ന് ഡിപ്പെൻഡൻസ് ചെയ്തപ്പോ വീണ്ടും ഉള്ളെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ റിപ്പോർട്ട് വന്നപ്പോ എനിക്ക് വിഷമകാര്യം ഒന്നേ ഉള്ളൂ, കർത്താവേ എനിക്ക് രോഗം വന്നതിലൊന്നല്ല എന്റെ വിഷമം. ദൈവം 9 വർഷം എന്നെ ജീവിപ്പിച്ചിട്ട് എന്നെ ഇത്രയും നടത്തിയിട്ട് ലാസ്റ്റ് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒരു മനുഷ്യൻ ചെയ്തതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് എന്റെ അപ്പച്ചൻ ചെയ്തിട്ട് എന്റെ അപ്പച്ചനാണ് മഹത്വം കിട്ടണ്ടേ, ഈ ലോകത്ത് വേറെ ആർക്കും അല്ല കിട്ടണ്ടേ. അത് മാത്രം എന്റെ നിർബന്ധം. എന്നോട് എന്റെ ചർച്ചിലെ ആൾക്കാർ പറഞ്ഞു മോളെ ക്യാൻസർ വന്നാൽ ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തോരാ, അത് കുഴപ്പമില്ല, ദൈവത്തിന് അതായിരിക്കും പ്ലാൻ. പക്ഷെ ഇല്ല, എനിക്കറിയാം എന്റെ അപ്പച്ചൻ എന്നെ 9 വർഷം നടത്തിക്കണേ. എന്തായാലും നമ്മുടെ ഏഞ്ചലാണ് പിന്നെ വിനീറ്റയുടെ നമ്പർ തന്നത്. എനിക്ക് തോന്നുന്നു ഏഞ്ചൽ നമ്പർ തരുമ്പം ഈ ഫുൾ മുഴ ഇല്ലെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? അല്ല, ഏഞ്ചൽ ചേച്ചി പാസ്റ്റർ ആന്റിയുടെ ഞങ്ങൾ നമ്പർ തന്നപ്പോ ഇത് ഓൾറെഡി സാക്ഷ്യം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് മൊത്തം പറഞ്ഞ ചേച്ചിക്ക് അറിയാതെ എനിക്കൊരു മുഴ ഉണ്ടായിരുന്നു, എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. ദൈവം ആ മുഴ പൂർണ്ണമായി മാറ്റി. എന്റെ റിപ്പോർട്ട് നോ എവിഡൻസ് എഴുതിക്കണം. എന്റെ ദൈവം അത്ര വലിയ പ്രവൃത്തി എന്നോട് ചെയ്തു. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ ദൈവത്തിന് സ്തോത്രം. എന്തായാലും കർത്താവിന് കോടി നന്ദി പറയുന്നു. എല്ലാവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കുക. അസാധാരണ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. നമ്മൾ അപ്പ എന്നൊരു വിളിച്ചാൽ അല്ലേ, അപ്പൻ അതായത് വളരെ മാധുര്യമുള്ള അടുപ്പമുള്ള ഒരു ബന്ധം സ്വർഗീയ പിതാവിനോട് നമുക്കുള്ളത് കൊണ്ട് പൂർണ്ണമായി ശരിയാണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഒത്തിരി ഒറ്റപ്പെട്ട അവസ്ഥകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലായി എനിക്ക് എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊക്കെ വലിയ സാക്ഷികളാണ്. ദൈവം പിന്നെ എപ്പോഴെങ്കിലും ചാൻസ് ഞാൻ പറയാം. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥ ഇങ്ങനെ വന്നപ്പോ ലൈക്ക് എന്റെ കുഞ്ഞിനെ വിട്ട് വന്നേക്കണ എല്ലാവരും വിട്ട് വന്നിട്ട് ഇവരുടെ ലാംഗ്വേജ് എനിക്കറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, അറബി ഒന്നും അറിയത്തില്ല. കയ്യിൽ ഇവിടുത്തെ ഇന്ത്യൻ മണി 50,000 വന്നത്. പക്ഷെ ഇവിടുത്തെ കാശിന്റെ കയ്യിൽ കുറെ അത്ഭുതം ചെയ്തിട്ടുണ്ട് പാസ്റ്റർ, എല്ലാം പറയുന്നത്. പക്ഷെ ആ സമയത്ത് ആ വിഷമത്തോടെ നടന്നു പോയ സമയത്തൊക്കെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാണ് somebody is holding my hand, somebody is telling ഞാൻ എന്റെ കൂടെ ഉണ്ട്, വിഷമിക്കണ്ട. അതെ, എന്തായാലും ഈ അപ്പ എന്നുള്ളൊരു വിളി, ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ അപ്പ എന്നൊരു വിളിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. എൻ്റെ അപ്പൻ്റെ സ്നേഹം, എൻ്റെ അപ്പൻ്റെ ആ ഒരു തലോടൽ, ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പനെ പോലെ വേറെ ആരുമില്ല, നമ്മുടെ പിതാവിനെ പോലെ വേറെ ആരുമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ പറയും അപ്പാ കൈവിടല്ലേ, അപ്പാ പിടിച്ചോണേ എന്ന് പറയും. അപ്പനല്ലാതെ നമുക്ക് ആശ്രയിപ്പാൻ ആരാണ് പ്രിയമുള്ളവരെ ഉള്ളത്? സൂമിലും
അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കട്ടെ. നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. വിനീത എന്ന് പറഞ്ഞ സാക്ഷ്യം വളരെ അസാധാരണ സാക്ഷ്യമാണ്. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സൗഖ്യമാകുന്ന സാക്ഷ്യം കേൾക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ സൗഖ്യമായ സാക്ഷ്യങ്ങൾ കേൾക്കാൻ കിട്ടുമോ? ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സാക്ഷ്യമാണ് കേട്ടത്. ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമുക്കറിയാമല്ലോ, ക്യാൻസർ എന്നൊക്കെ പറയുന്ന ഒരു രോഗം വലിയ ചലഞ്ചാണ്. അതിനെ അതിജീവിക്കാൻ പ്രാർത്ഥന കൂടിയേ മതിയാകത്തുള്ളൂ. ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താലും സൗഖ്യമാക്കുന്നത് കർത്താവ്. പക്ഷേ ഇവിടെ സാധാരണ വിശ്വാസത്താൽ അതിജീവിച്ച ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് നമുക്ക് കോടി കോടി നന്ദി പറയാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പ്രിയ വിനീതയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യൂവേഴ്സിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ചൊരു വാക്കിൽ നിന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വാസത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ചില രോഗികൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ സൗഖ്യമാകുവാൻ ഇടയായിത്തീരട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങളൊന്നിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം പറയുന്ന അവിടുത്തെ അടിപ്പണരാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന്. കർത്താവ്, ഞങ്ങൾ അസാധാരണ ഒരു സാക്ഷ്യമാണ് കേട്ടത്. ദയങ്ങായിട്ടുള്ള ഒരു പ്രിയ മകൾ വന്ന് തൻ്റെ ജീവിതത്തിൽ കർത്താവെ സാധാരണ ദൈവപ്രവൃത്തി വിശ്വാസത്താൽ അത് പ്രാപിച്ചത് ഞങ്ങൾ കേട്ടു. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേദനകൾ മാറട്ടെ. അത് ചെറിയ രോഗങ്ങളാകാം, ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാകാം, ചെറിയ രോഗങ്ങൾ പോലും യേശു സൗഖ്യമാക്കും. വലിയ രോഗങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, നിങ്ങളുടെ അപ്പനോട് പറഞ്ഞാട്ട് ഇപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളുടെ മേൽ വലിയ വിടുതൽ വെളിപ്പെട്ടിട്ട് കർത്താവ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ നിൻ്റെ മക്കളുടെ മേൽ അസാധാരണ ദൈവശക്തി ഇറങ്ങി വരട്ടെ. ഞങ്ങളെല്ലാം നിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷിയാക്കി നിർത്തണം കർത്താവെ. നിൻ്റെ ശക്തി വെളിപ്പെടുന്ന മാനപാത്രങ്ങളാക്കി ഞങ്ങളെ തീർക്കണം. സമർപ്പിക്കുന്ന വൻ കാര്യങ്ങൾ നീ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങൾ ഇനിയും കുടുംബമായി അനുഗ്രഹിക്കുന്നു. നൽകിയ സൗഖ്യത്തിനും വിടുതലിനായ സ്തോത്രം. അറ്റൻഡ് ചെയ്യുന്ന എല്ലാ യുവാടെ അംഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാട്ട് തിരുനാമം മഹത്വപ്പെട്ടിട്ട് അടുത്ത വീക്കിൽ ഞങ്ങൾ കാണും വരെയും സാന്നിധ്യം കൂടിയിരിക്കണം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. May the love of Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen, amen, amen. താങ്ക് യു all. എല്ലാവരോടും നന്ദി പറയുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. God bless you. Praise the Lord. Praise the Lord. Start.